ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷം? സുഖമായിരിക്കുക. നമുക്കൊരു പുതിയ കഥ കേട്ടാലോ? ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. അതിനു മുന്നേ ഒരു കാര്യം, നിങ്ങൾ ഈ കഥ കേൾക്കുന്നത് ഏത് സ്ഥലത്താണെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ വളരെ സന്തോഷം. ഒരു ആഗ്രഹത്തിന് വേണ്ടിയാണ്. ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ എവിടുന്ന്, കേരളത്തിലാണെങ്കിൽ എവിടുന്ന്, ഇനി വേറെ രാജ്യത്താണെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് അറിയാനുള്ളൊരാഗ്രഹം കൊണ്ടാണ്. ഒന്നും വിചാരിക്കരുത്. കഥയുടെ തുടക്കത്തിൽ തന്നെ നേരം അർദ്ധരാത്രിയായി. ആ തേയില എസ്റ്റേറ്റ് ഏറെക്കുറെ വിജനമാണ്. ഒരു ചീവീടിൻ്റെ ഒച്ച പോലും കേൾക്കാനില്ല. എങ്ങും കുറ്റാക്കൂരിരുട്ട് മാത്രം. ഭീതിപ്പെടുത്തുന്ന നിശബ്ദത. മാരിമുത്തുവിൻ്റെ ലയത്തിൽ മാത്രം നേരിയ ചിമ്മിനി വിളക്കിൻ്റെ വെട്ടം കാണാം. അവിടെ ഇന്ന് ആരും ഉറങ്ങിയിട്ടില്ല. പനിച്ചു കൊള്ളുന്ന കുഞ്ഞിനെയും മാറിൽ ചേർത്ത് പിടിച്ച് വിലപിക്കുകയാണ് മരതകം. തേയില എസ്റ്റേറ്റിലെ തൊഴിലാളികളാണ് മാരിമുത്തുവും മരതകവും. ഏകമകൻ 4 വയസ്സുകാരൻ ശ്രാവണിന് കടുത്ത പനിയാണ്. എന്തു ചെയ്തിട്ടും കുറയുന്നില്ല. നമുക്ക് മോനെ വേഗം പട്ടണത്തിലെ ആശുപത്രിയിൽ കൊണ്ടുപോകാം, അല്ലെങ്കിൽ എൻ്റെ മോൻ എന്തെങ്കിലും സംഭവിക്കും. വേഗം വരി, മരതകം വിളിച്ചു. ഈ പാതിരാക്കി എങ്ങനെ പോകാനാടി? അതും ആ ആർബി ട്രാക്കുളക്കോട്ടൻ്റെ മുമ്പിൽ കൂടെ. അവൻ നമ്മളെ പിടിച്ചു തിന്നും. രാവിലെ പോയാൽ പോരേടി? മാരിമുത്ത് ചോദിച്ചു. പറ്റൂല, ഇപ്പോൾ പോകണം. എൻ്റെ കൊച്ചിനൊട്ടും വയ്യ. നിങ്ങൾക്ക് പറ്റൂലേ പറ, ഞാൻ കൊണ്ടുപോക്കോളാം എൻ്റെ കൊച്ചിനെ. മരതകം കുഞ്ഞിനെയും എടുത്തിറങ്ങി. പുറകെ ഒരു ചൂട്ടുകറ്റയുമായി മാരിമുത്തുവും. ഇരുട്ടിലൂടെ അവർ കൊച്ചിനെയും കൊണ്ടുപോടി. കുറച്ചകലെ ഇരുട്ടിൽ മൂടിക്കിടക്കുന്ന ഹാർവിയുടെ ട്രാക്കുളക്കോട്ട. പകൽ പോലും ആരും ചെല്ലാത്ത ഇടം. തോട്ടം തൊഴിലാളികളുടെ പേടി സ്വപ്നം. അതിനു മുന്നിലൂടെയുള്ള വഴിയിലൂടെ പോയാൽ എളുപ്പം പട്ടണത്തിലേക്കുള്ള റോഡിലെത്താം. പക്ഷെ ആരും പോകില്ല. അവർ തേയിലത്തോട്ടത്തിലൂടെ ചുറ്റി വളഞ്ഞ് മാത്രമേ പോകാറുള്ളൂ. ആ ചെകുത്താനെ അവർക്കൊക്കെ അത്രയ്ക്ക് പേടിയാണ്. ജീവിച്ചിരുന്നപ്പോൾ ദുഷ്ടതയുടെ പര്യായമായ ആളാണ്. മരണശേഷമുള്ള കഥ പിന്നെ പറയാനുണ്ടോ? അസ്ഥിക്കൂടവും മുടിയും മാത്രമേ ബാക്കി കാണൂ. ആ റോഡിലൂടെ പകൽ പോലും ആരും പോകാറില്ല. പക്ഷെ ഇപ്പോൾ രാവിലെ തോട്ടം തൊഴിലാളികൾക്കായി നടത്തുന്ന സർക്കാർ ഡിസ്പെൻസറിയിൽ കാണിച്ചതാണ്. കൂടുകയാണെങ്കിൽ ഇനി അങ്ങോട്ട് ചെല്ലണ്ട, പട്ടണത്തിലെ ആശുപത്രിയിൽ തന്നെ പോകണമെന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞതാ. ഈ അവസ്ഥയിൽ തേയിലത്തോട്ടത്തിലൂടെ ചുറ്റിവളഞ്ഞു പോകാൻ നിന്ന ആശുപത്രിയിലെത്താൻ ഒരുപാട് സമയമെടുക്കും. അവർ രണ്ടും കൽപ്പിച്ച് ബംഗ്ലാവിന് സമീപത്തെ റോഡിലൂടെ പോകാൻ തീരുമാനിച്ചു. ഇരുട്ടിൽ കുളിച്ചൊരു ഭീകര രൂപം പ്രാപിച്ചു നിൽക്കുകയാണ് ആ ബംഗ്ലാവ്, ഹാർവിയുടെ ട്രാക്കുളക്കോട്ട. ബംഗ്ലാവിൻ്റെ മുന്നിലുള്ള റോഡിലെത്തി. മാരിമുത്തും മരതകത്തിൻ്റെ കയ്യിൽ നിന്നും കുട്ടിയെ വാങ്ങി. രണ്ടുപേരും നടപ്പിന് വേഗം കൂട്ടി. പെട്ടെന്നാണ് പിന്നിൽ എന്തോ വീഴുന്ന ഒച്ച കേട്ടത്. അവർ നടത്തത്തിൻ്റെ വേഗത വീണ്ടും കൂട്ടി. ശരിക്കും പറഞ്ഞാൽ ഓടാൻ തുടങ്ങി. പെട്ടെന്നാണ് ഒരു കൂട്ടം കടവാവലുകൾ മുന്നിലേക്ക് വന്നത്. ഇരുട്ടിൽ അവയുടെ പല്ലുകൾ ചുവന്നു തിളങ്ങി. അവർ വേഗത്തിൽ മുന്നോട്ടോടി. മുന്നിൽ വന്ന കടവാവലുകളുടെ കൂട്ടത്തെ ഇടിച്ച് അവർ താഴെ വീണു. മാരിമുത്തു കുഞ്ഞിനെ വേഗം മരതകത്തിൻ്റെ കയ്യിൽ കൊടുത്തു. മരതകം, നീ മോനെ കൊണ്ട് വേഗം പോയിക്കോ, ഞാൻ എങ്ങനെയെങ്കിലും ഇതിനെ തടയാൻ നോക്കാം. മരതകം പോകാൻ കൂട്ടാക്കാതെ നിന്നു. നീ വേഗം പോയി കൊച്ചിനെ രക്ഷിക്കാൻ നോക്ക്, അല്ലെങ്കിൽ അവൻ ചത്തുപോകൂടി. അയാൾ അലറി. അയാൾ അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം എടുത്തു. അയാൾ വവ്വാലുകളുടെ നേരെ വീശി. ആ സമയം കൊണ്ട് മരതകം കുട്ടിയുമായി ഓടി. വവ്വാലുകൾ മാരിമുത്തുവിനെ മുറിവേൽപ്പിക്കാൻ തുടങ്ങി. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ഒഴുകാൻ തുടങ്ങി. രക്തത്തുള്ളികൾ താഴെ വീണതും അവിടെ ഒരു ഭീകര രൂപം പ്രത്യക്ഷപ്പെട്ടു. ഭീമാകാരനും അസാധാരണ വലിപ്പവുമുള്ളതായ ഒരു പുരുഷൻ. ഹാർവി. മാരിമുത്തു അലറി. ഹാർവി വില്യം ആംഗ്ലോ ഇന്ത്യനാണ്. ബ്രിട്ടീഷുകാരനായ വില്യം വെയ്സ്മാൻ്റെയും മലയാളി മേരി അഗസ്റ്റിൻ്റെയും മകൻ. ജീവിച്ചിരുന്നപ്പോൾ തന്നെ മനുഷ്യനെ കൊന്നു തിന്നിരുന്ന ചെകുത്താൻ. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഇന്ത്യയിലെത്തിയ ബ്രിട്ടീഷ് ഓഫീസറാണ് ഓഗസ്റ്റ് വെയ്സ്മാൻ. അദ്ദേഹം ഇന്നത്തെ ഇടുക്കി ഭാഗത്തായി ബംഗ്ലാവ് വെച്ച് താമസമാക്കി. ഏക്കർ കണക്കിന് തേയിലത്തോട്ടവും ചന്ദനക്കാടും ഇടതൂർന്ന കൂറ്റൻ വനത്തിൻ്റെ നടുവിലാണ് ഈ ബംഗ്ലാവ്. അവിടേക്ക് വലിയ വാഹനങ്ങൾക്ക് പോലും എത്തിച്ചേരാൻ കഴിയും വിധം അപ്രോച്ച് റോഡുമുണ്ട്. തേയിലത്തോട്ടത്തിൻ്റെ അടുത്തായി തോട്ടം തൊഴിലാളികൾക്കായി കുറേ ചെറിയ 2 മുറി വീടുകളും പണിതിട്ടുണ്ട്. അവ ലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടുപോയെങ്കിലും അദ്ദേഹവും കുടുംബവും പോയില്ല. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് വില്യം വെയ്സ്മാൻ. ക്രമേണ മറ്റ് സഹോദരങ്ങളെല്ലാം ഇന്ത്യ വിട്ടുപോയെങ്കിലും വില്യംസ് പോയില്ല. അദ്ദേഹം ഒരു മലയാളി പെണ്ണിനെ വിവാഹം കഴിച്ച് ഇവിടെ കൂടി. മേരി അഗസ്റ്റ്, അതായിരുന്നു അവരുടെ പേര്. വില്യമിൻ്റെയും മേരിയുടെയും ഏക മകനാണ് ഹാർവി വില്യം. ചെറുതിലെ മുതൽ ആരോടും മടക്കാത്ത പ്രകൃതമാണ് ഹാർവിക്ക്. എപ്പോഴും എന്തോ ആലോചിക്കുന്ന മട്ടിൽ അലസനായി നടക്കുന്ന ഹാർവിക്ക് സുഹൃത്തുക്കൾ ആരോ ആണ് ബ്രാം സ്റ്റോക്കറുടെ ട്രാക്കുള എന്ന പുസ്തകം നൽകിയത്. അവൻ അത് വായിച്ചു. ഒന്നല്ല, പലതവണ. വായന തന്നെ വായന. പകലും രാത്രിയും ഒക്കെ വായന തന്നെ. വായിക്കുന്നതോ ബ്രാം സ്റ്റോക്കറുടെ ട്രാക്കുള എന്ന പുസ്തകവും. ഇങ്ങനെയുണ്ടൊരു വായന. ഇവനെന്താ പുസ്തകം കാണാതെ പഠിക്കുന്നോ? ഇപ്പോൾ വായന കാരണം സ്കൂളിലും പോകുന്നില്ല നമ്മുടെ മോനെ. ഇതെന്താ സംഭവിക്കുന്നത്? മേരി ആദിയോടെ പറഞ്ഞു. ഒന്നുമില്ലടി, അവൻ കുറച്ച് കഴിയുമ്പോൾ മാറും. വില്യം മേരിയെ ആശ്വസിപ്പിച്ചു. പപ്പ, ഈ ബംഗ്ലാവ് വിളിച്ച് നമുക്ക് ട്രാക്കുളക്കോട്ടയുടെ മാതൃകയിൽ ഒരു കോട്ട കെട്ടണം. ഹാർവിയുടെ ആവശ്യം കേട്ട് വില്യം ഞെട്ടിപ്പോയി. എന്താണാ നിനക്ക് പറ്റിയത്? വില്യം മകനെ തുറച്ചു നോക്കി. ഞാൻ അപ്പോഴേ നിങ്ങളോട് പറഞ്ഞില്ലേ. മേരി കരയാൻ തുടങ്ങി. നാൾക്കുനാൾ ഹാർവിയുടെ നിർബന്ധം കൂടി വന്നു.
അവൻ പട്ടിണി കിടക്കാനും റൂമിൽ നിന്നും പുറത്തിറങ്ങാതെ കതകടച്ചിരിക്കാനും ഒക്കെ തുടങ്ങി. ഗത്യന്തരമില്ലാതെ വില്യം സമ്മതിച്ചു. ആ കൂറ്റൻ ബംഗ്ലാവ് പൊളിച്ച് അവിടെ ഡ്രാക്കുള കോട്ടയുടെ മാതൃകയിൽ ഒരു കോട്ട നിർമ്മിച്ചു. കോട്ടയുടെ നിർമ്മാണത്തിലുടനീളം ഹാർവിയുടെ ഇടപെടലുണ്ടായിരുന്നു. നിർമ്മാണം പൂർത്തിയായപ്പോൾ ആ കോട്ട ശരിക്കും ഡ്രാക്കുള കോട്ടയുടെ ആ പകർപ്പ് തന്നെയായിരുന്നു. നേരിയ വ്യത്യാസം പോലുമില്ല. മുൻപിലുള്ള കിടങ്ങും എന്തിന് പ്രവേശന മാർഗം പോലും അതുപോലെ. മകൻ്റെ ഇത്തരം ഭ്രാന്തുകൾ കണ്ടപ്പോൾ വില്യമിന് വിഷമം തോന്നിയെങ്കിലും പിന്നെ അത് മറന്നു. ഈ അടുത്തിടെയായിട്ടാണ് അവിടെ ആൾക്കാരെ കാണാതാകാൻ തുടങ്ങിയത്. ഓരോ ദിവസവും ലയങ്ങളിൽ നിന്നും ഓരോരുത്തരെയായി കാണാതാകുന്നു. പരാതി വ്യാപകമായപ്പോഴാണ് ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അതിനിടയിലാണ് മേരിയുടെ പരാതി. ഈയിടെയായി ഹാർവി അങ്ങനെ ആഹാരമൊന്നും കഴിക്കുന്നില്ലത്രേ. ഒരുപാട് നിർബന്ധിച്ചാൽ അല്പം കഴിക്കും. എന്നാൽ അവന് ക്ഷീണമൊന്നുമില്ല താനും. ടീ എസ്റ്റേറ്റിലെ ജോലിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് അല്പം വൈകിയാണ് ജോസഫ് വീട്ടിലേക്ക് തിരിച്ചത്. നോക്കിയപ്പോൾ കലിങ്കിൻ്റെ മുകളിലായി ഹാർവി ഇരിക്കുന്നു. കൊച്ചു സായിപ്പ് എവിടെ? അവൻ ചോദിച്ചു. വെറുതെ വന്നിരുന്നതാ, കുറച്ചു നേരമായി, ഇനി നമുക്ക് ഒരുമിച്ച് പോകാം, ഹാർവി പറഞ്ഞു. അവർ ഒരുമിച്ച് നടന്നു. വിജനമായ ചന്ദനക്കാടുകൾ എത്തിയപ്പോൾ ഹാർവി പറഞ്ഞു, ജോസഫ് പോയിക്കോളൂ, ഇവിടെ ഞാനൊരു കെണി വെച്ചിട്ടുണ്ട്, വല്ല മൃഗങ്ങളും വീണോന്ന് നോക്കട്ടെ. ഹാർവി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് ജോസഫിൻ്റെ തലയിൽ എന്തോ പതിച്ചത്. നോക്കിയപ്പോൾ ഒരു ഇരുമ്പ് കമ്പിയുമായി ഹാർവി. അവൻ അയാളെ ഒന്നുകൂടി അടിച്ചു. മരണമടഞ്ഞ അയാളുടെ ശരീരവുമായി ഹാർവി ഇരുളിലേക്ക് മറഞ്ഞു. കോട്ടയുടെ സൈഡിലായി നിർമ്മിച്ച സെമിത്തേരി പോലെ ശവപ്പെട്ടികൾ നിരത്തി വച്ചെടുത്ത് ആരോ നിൽക്കുന്നതായി വില്യമിന് തോന്നി. ഈ അസമയത്ത് ആരാണ് അവിടെ നിൽക്കുന്നത്? അയാൾ അങ്ങോട്ട് ചെന്നു. അവിടുത്തെ കാഴ്ച കണ്ട അയാൾ തല കറങ്ങിപ്പോയി. അവിടെ ഒരു വാർപ്പിൽ രക്തം ശേഖരിച്ചു വച്ചിരിക്കുന്നു. അതിനടുത്തൊരു ശവശരീരം. ഹാർവി അവിടെ ഇരുന്ന് ഒരു കത്തി ഉപയോഗിച്ച് അതിൽ നിന്നും മാംസം മുറിച്ചു കഴിക്കുന്നു. ഇടയ്ക്കിടെ വാർപ്പിൽ നിന്നും രക്തമെടുത്തു കുടിക്കുന്നു. അപ്പോൾ ഈ കാണാതായവരൊക്കെ, അവരെയെല്ലാം ഹാർവി? അയാൾ കരഞ്ഞുപോയി. അവൻ പോയ ശേഷം അദ്ദേഹം അവിടെ ചെന്ന് നോക്കി. മണ്ണ് നിറച്ചു വച്ചിരിക്കുന്ന ശവപ്പെട്ടികളിൽ ചിലതിലൊക്കെ അസ്ഥിക്കൂടങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. അദ്ദേഹം ശരിക്കും ഞെട്ടിപ്പോയി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. അദ്ദേഹം ഭാര്യയോട് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉണ്ടാക്കാൻ പറഞ്ഞു. ഹാർവിക്ക് നൽകിയ ആഹാരത്തിൽ മയക്കുമരുന്ന് കലർത്തി. ഭക്ഷണം കഴിച്ച് ഉറക്കം വന്ന ഹാർവി മുറിയിലേക്ക് പോയി. അവൻ ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ വില്യം തൻ്റെ തോക്കുമായി ഹാർവിയുടെ മുറിയിലേക്ക് ചെന്നു. അവന് നേരെ വെടിയുതിർത്തു. മരിച്ചു എന്ന് ഉറപ്പായതോടെ അയാൾ തോക്ക് തൻ്റെ നെറ്റിയിലേക്ക് ചേർത്ത് പിടിച്ച് നിറയൊഴിച്ചു. തുടരെയുള്ള വെടിശബ്ദം കേട്ടാണ് മേരി അങ്ങോട്ടേക്ക് ചെന്നത്. ഭർത്താവിൻ്റെയും മകൻ്റെയും ശവശരീരങ്ങൾ കണ്ട മേരി നിലവിളിച്ചു. അവൾ തങ്ങളുടെ മുറിയിൽ പോയി ആത്മഹത്യ ചെയ്തു. പിറ്റേന്ന് ബംഗ്ലാവിൽ വന്ന പണിക്കാരാണ് തൂങ്ങി നിൽക്കുന്ന മേരിയെയും വെടിയേറ്റ് കിടക്കുന്ന സായിപ്പിനെയും മകനെയും കണ്ടത്. ഹാർവിയുടെ ക്രൂരമായ പ്രവൃത്തികൾ മനസ്സിലാക്കിയ നാട്ടുകാർ അവരെ ആരെയും പള്ളിയിൽ അടക്കം ചെയ്യാൻ അനുവദിച്ചില്ല. അവിടെ തന്നെ തയ്യാറാക്കിയിരുന്ന കല്ലറകളിൽ അടയ്ക്കേണ്ടി വന്നു. അവകാശികളില്ലാതിരുന്ന ആ തോട്ടം സർക്കാർ ഏറ്റെടുത്ത് നടത്തി. ആ ബംഗ്ലാവിൽ താമസിക്കാൻ ആ തോട്ടത്തിൻ്റെ മാനേജറായി വന്നയാൾ ശ്രമിച്ചെങ്കിലും അയാൾ ദുരൂഹമായി കൊല്ലപ്പെട്ടു. പിറ്റേന്ന് അവിടെ വന്ന അസിസ്റ്റന്റ് മാനേജർക്ക് അയാളുടെ അസ്ഥിക്കൂടം മാത്രമാണ് കിട്ടിയത്. പിന്നീട് ആ നാട്ടുകാർ പലരും ഹാർവിയെ കാണാൻ തുടങ്ങി. നേരത്തെ ഒളിച്ചിരുന്നും രഹസ്യമായി നാട്ടുകാരെ കൊന്നു തിന്നിരുന്ന ഹാർവി കൂടുതൽ ശക്തനായി ആളുകളെ നേരിട്ട് ആക്രമിക്കാൻ തുടങ്ങി. ഡ്രാക്കുളയുടെ ആരാധകനായിരുന്ന അവൻ ഇന്ന് ഡ്രാക്കുളയെപ്പോലെ ശക്തനായ ഒരു ചെകുത്താനായി മാറി. ഹാർവിയെ പേടിച്ച് പലരും വീട് മാറാൻ ശ്രമിച്ചെങ്കിലും അവൻ അവിടെയും എത്തി. ഹാർവിയുടെ ബംഗ്ലാവ് നാട്ടുകാർക്ക് ശരിക്കും ഡ്രാക്കുളക്കോട്ട തന്നെയാണ്. നടന്നു ചെന്ന് ആക്രമിച്ചിരുന്ന ഹാർവി ഇപ്പോൾ പറന്നു ചെന്നായി ആക്രമണം. നാട്ടുകാർ ഭീതിയോടെ പറയാൻ തുടങ്ങി, പിന്നെയും ഹാർവി. അതെ, മരണത്തിന് ശേഷവും ഹാർവി. ആ നാട്ടിലെ പലരുടെയും രക്തം പാനം നടത്തി ഹാർവി ഒരു നാടിൻ്റെ തന്നെ ശാപമായി മാറി. മരതകം കുഞ്ഞുമായി റോഡിലേക്ക് ഓടി. തൻ്റെ മുന്നിൽ പ്രത്യക്ഷനായ ഹാർവിയുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മരണത്തെ മുന്നിൽ കണ്ട് മാരിമുത്ത് നിന്നു. ഹാർവി അയാളുടെ അടുത്തേക്ക് ചെന്നു. മാരിമുത്ത് സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. എവിടെ നിന്നോ പറന്നു വന്നൊരു വാമ്പയർ വവ്വാൽ അയാളുടെ കഴുത്തിൽ കടിച്ചു. കൊരവള്ളി പൊട്ടി രക്തം ചീറ്റാൻ തുടങ്ങി. ഹാർവി അയാളുടെ കഴുത്തടിപ്പിച്ച് രക്തം വലിച്ചു കുടിക്കാൻ തുടങ്ങി. അതേസമയം ഇതൊന്നും അറിയാതെ കുഞ്ഞുമായി ഓടുകയായിരുന്നു മരതകം. പിന്നിൽ വവ്വാലുകളുടെ ചിറകടി കേട്ടു. അവൾ ഓട്ടത്തിൻ്റെ വേഗം കൂട്ടി. ആ ചിറകടി ശബ്ദം അടുത്തു വന്നു. മരതകം പെട്ടെന്ന് നിന്നു. അവളുടെ മുന്നിൽ രക്തമൊഴുകുന്ന പല്ലുകളോടെ അഗ്നി വമിക്കുന്ന കണ്ണുകളുമായി ഒരു ചെന്നായ അത് അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അവൾ കുഞ്ഞിനെ നെഞ്ചോട് അമർത്തിപ്പിടിച്ചു. അവളുടെ നേർക്ക് കുതിക്കാൻ തയ്യാറായ ചെന്നായ ഒരു ചുവട് മുന്നോട്ട് വെച്ചു. പെട്ടെന്നാണ് ശക്തമായൊരു വെളിച്ചം ചെന്നായയുടെ മുഖത്ത് പതിച്ചത്. പെട്ടെന്ന് ചെന്നായയും കടവാവലുകളും അപ്രത്യക്ഷമായി. അപ്പോഴേക്കും അവളുടെ മുന്നിലേക്ക് ഒരു പഴയ ജീപ്പ് വന്നു നിന്നു. അത് ഓടിച്ചിരുന്നത് ഒരു വൃദ്ധനായ ബ്രിട്ടീഷുകാരനായിരുന്നു. എന്താ മോളെ ഈ പാതിരാക്കി ഇവിടെ നിൽക്കുന്നത്? അയാൾ ചോദിച്ചു. അവൾ കാര്യം പറഞ്ഞു. ഓ, അങ്ങനെയാണോ? എന്നാൽ വരൂ, ഞാനും പട്ടണത്തിലേക്കാണ്. ഞാൻ ആശുപത്രിയിലാക്കി തരാം. മോളിനി ഈ രാത്രി ഒറ്റയ്ക്ക് പോകണ്ടേ? അത് അപകടമാണ്, കയറിക്കോളൂ. അദ്ദേഹം ഡോർ തുറന്നു. അവൾ കുഞ്ഞുമായി കയറി. ആശുപത്രിയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി മോളെ, മോള് പോയിക്കോളൂ, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല.
അദ്ദേഹം തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന രണ്ടായി തുറക്കാൻ കഴിയുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമുള്ള ലോക്കറ്റുള്ള ഒരു മാല കുഞ്ഞിൻ്റെ കഴുത്തിലിട്ടു. ഈ മാല കളയാതെ നോക്കണം. ഇത് കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കും. ഇതണിഞ്ഞാൽ നിന്റെ കുഞ്ഞിന് ഒന്നും ചെയ്യാൻ ഹാർവിക്ക് പോലും കഴിയില്ല. ഇതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരിക്കലും ഇത് ആവശ്യം വരും. ഒരിക്കൽ ഹാർവിയുടെ അന്ത്യം കുറിക്കാൻ ഇത് ഉപകരിക്കും. അതുവരെ ഇതിനെക്കുറിച്ച് ആരോടും പറയരുത്. മകൻ്റെ രക്ഷയായി അവൻ്റെ കഴുത്തിൽ കിടക്കട്ടെ. നല്ലത് വരട്ടെ. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. അവൾ കുഞ്ഞുമായി ആശുപത്രിയിലേക്ക് കയറി. തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ജീപ്പും വൃദ്ധനെയും കണ്ടില്ല. കുഞ്ഞിന് സുഖമായപ്പോൾ മരതകം ആശുപത്രിയിൽ നിന്നും വീട്ടിലേക്ക് പോയി. പക്ഷേ മാരിമുത്തു അവനെ പിന്നെ ആരും കണ്ടില്ല. ഹാർവിയുടെ കല്ലറകളിൽ ഒന്നിൽ ഉറങ്ങാനായിരുന്നു അവൻ്റെ വിധി. തന്നെ രക്ഷിച്ച ആളിനെക്കുറിച്ച് മരതകം പറഞ്ഞ വിവരങ്ങൾ കേട്ടപ്പോൾ മുത്തശ്ശിയാണ് പറഞ്ഞത് അത് ഹാർവിയുടെ അച്ഛൻ വില്യം സാഹിബാണെന്ന്. രാഹുൽ രേഷ്മയുമായി യാത്ര ചെയ്തു തുടങ്ങിയിട്ട് കുറേയായി. അടുത്തിടെ വിവാഹിതരായ ദമ്പതികളാണവർ. ഹണിമൂൺ ആഘോഷിക്കാനായി ഇടുക്കിയിലേക്ക് വന്നതാണ്. ഇവിടെ രാഹുലിൻ്റെ ഒരു അങ്കിളുമുണ്ട്. ശരിക്കും വഴി തെറ്റിയിരിക്കുന്നു. ആരോടെങ്കിലും ചോദിക്കാമെന്ന് വെച്ചാലോ വഴിയിലെങ്ങും ആരെയും കാണാനുമില്ല. ഒരു ടീ എസ്റ്റേറ്റ് റോഡിലൂടെയാണ് ഇപ്പോൾ കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈൻ ബോർഡ് പോലും ഇല്ലാത്തതിനാൽ സ്ഥലം ഏതാണെന്നും നല്ല നിശ്ചയമില്ല. ശരിക്കും നമ്മൾ പെട്ടു എന്ന് തോന്നുന്നു. കുറച്ചുകൂടി നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, രേഷ്മ പറഞ്ഞു. ഇനി എന്ത് ചെയ്യാനാ, കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം. ആരെങ്കിലും കണ്ടാലോ സഹായം ചോദിക്കാം, രാഹുൽ പറഞ്ഞു. അവർ മുന്നിൽ കണ്ട വിശാലമായ റോഡിലൂടെ മുന്നോട്ട് പോയി. അങ്ങോട്ട് നോക്കിക്കുക, അവിടെ എന്തോ എഴുതി വെച്ചിരിക്കുന്നു, രേഷ്മ പറഞ്ഞു. രാഹുൽ അവിടേക്ക് കാർ ഓടിച്ചു. ഹാർവി ഫോർട്ട്, ഒരു വലിയ സൈൻ ബോർഡ്. കണ്ടിട്ടൊരു എസ്റ്റേറ്റ് ബംഗ്ലാവോ റിസോർട്ടോ ആണെന്ന് തോന്നുന്നു, രാഹുൽ പറഞ്ഞു. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം, രേഷ്മ പറഞ്ഞു. റിസോർട്ടാണെങ്കിൽ ഇന്ന് ഇവിടെ തങ്ങി നാളെ രാവിലെ പോകാം. അവർ അതിന് മുന്നിലായി കാർ നിർത്തി. ഇവിടെ സെക്യൂരിറ്റി ഒന്നും കാണുന്നില്ലല്ലോ, രാഹുൽ പറഞ്ഞു. ആ കോട്ടവാതിൽ ഭയാനകമായ ശബ്ദത്തോടെ മുന്നിലെ കിടങ്ങിന് മുകളിൽ വീണു. അത് അകത്തേക്കുള്ളൊരു പാലം പോലെയായി മാറി. ഇതെന്താ, ട്രാക്കുള കോട്ടയോ? രാഹുൽ ഉറക്കെ പിറുപിറുത്തു. ആ വാതിലിലൂടെ അസാധാരണമായ പൊക്കമുള്ള ഒരാൾ പുറത്തേക്ക് വന്നു. വണ്ടി ഇങ്ങോട്ട് കയറ്റിക്കോളൂ, അയാൾ പറഞ്ഞു. ഇതൊരു റിസോർട്ടോ മറ്റോ ആണോ, രാഹുൽ ചോദിച്ചു. അതെ, ഇപ്പോൾ ഒരു റിസോർട്ടാണ്. ഞാനാണ് ഇതിൻ്റെ ഓണർ. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ലാത്തതുകൊണ്ട് അധികം ആരും വരാറില്ല. ശരിക്കും ട്രാക്കുള കോട്ട പോലെ ഉണ്ടല്ലോ, രാഹുൽ പറഞ്ഞു. അതോ, പണ്ട് ഈ എസ്റ്റേറ്റിൻ്റെ ഉടമയായിരുന്ന ഒരു സായിപ്പ് പണി കഴിപ്പിച്ചതാണ്. അയാൾ ട്രാക്കുളയുടെ ആരാധകനായിരുന്നിരിക്കണം, രാഹുൽ ചിരിച്ചു. അയാളൊന്നും മിണ്ടിയില്ല. പകരം രാഹുലിനെ ദേഷ്യത്തോടെ നോക്കുക മാത്രം ചെയ്തു. അവർ കൗണ്ടറിലേക്ക് നടന്നു. റിസപ്ഷനിൽ കോട്ടും സൂട്ടുമൊക്കെ ധരിച്ച് ഒരു പുരുഷനായിരുന്നു ഉണ്ടായിരുന്നത്. ജോസഫേ, ഇവർ നമ്മുടെ പുതിയ അതിഥികളാ. ഹാർവി അവരെ ജോസഫിന് പരിചയപ്പെടുത്തി. അവർ പറഞ്ഞു കൊടുത്ത വിവരങ്ങൾ ജോസഫ് രജിസ്റ്ററിൽ എഴുതി. മാരിമത്തോ, ഇവരുടെ റൂം കാണിച്ചു കൊടുക്ക്. ആമ സാർ. ഒരു തമിഴൻ അവിടേക്ക് വന്നു. അയാൾ അവരെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അത് വന്ന് സാർ, നീങ്ക രാത്രി ഒന്നുമേ പുറത്തേക്ക് ഇറങ്ങക്കൂടാതെ. അത് ரொம்ப പ്രശ്നമാകും സാർ. അതുക്കപ്പുറം ഉങ്ങളുടെ രക്തം ഒട്ടുമേ ഇവിടെ വീഴാതെ സൂക്ഷിക്കുന്നു. ഉങ്ങൾ ഭക്ഷണം മറ്റും വേണമാ? വേണം. ഉച്ചയ്ക്ക് പോലും ഒന്നും കഴിക്കാൻ കിട്ടിയില്ല. അതുകൊണ്ട് കാര്യമായി തന്നെ വേണം. ശരി സാർ, അയാൾ പോയി. അവർ മുറിയാകെ ഒന്ന് കണ്ണോടിച്ചു. ഒരു ഹാൾ പോലെ വളരെ വിശാലമായ മുറി. വീതിയേറിയ വലിയ കട്ടിൽ സൈഡിലായി ഒരു മേശയും 2 കസേരകളും. വാതിലിൻ്റെ സൈഡിലായി ഡ്രസ്സും ടേബിളും മിററും. ഒരു വശത്ത് വലിയൊരു ഭിത്തി അലമാര. അപ്പുറത്തായി ഒരു അലമാരയിൽ കുറച്ച് പുസ്തകങ്ങളും അടുക്കി വെച്ചിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, പക്ഷേ വൈദ്യുതീകരണം നടത്തിയിട്ടില്ല. റൂമിൻ്റെ ഒരു സൈഡിലായി വച്ചിരുന്ന വലിയ പൊക്കമുള്ള മേശമേൽ വച്ചിരിക്കുന്ന ക്യാൻഡിൽ സ്റ്റാൻഡിൽ വച്ചിരിക്കുന്ന വലിയ മെഴുകുതിരികളാണ് മുറിയിൽ പ്രകാശം പരത്തുന്നത്. അതിനടുത്തായി എടുത്തുകൊണ്ട് നടക്കത്തക്ക വിധം ഒരു ചെറിയ ക്യാൻഡിൽ സ്റ്റാൻഡുമുണ്ട്. അതിലൊരു വലിയ മെഴുകുതിരിയും. അടുത്തൊരു ബോക്സിൽ കുറേ മെഴുകുതിരികൾ അടുക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. രേഷ്മ ടവലും ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് നടന്നു. അവിടെ വലിയൊരു മരത്തൊട്ടിയിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നു. രാഹുൽ ഇന്ന് ഇങ്ങോട്ട് വന്നേ. എന്താടി? അവൻ അങ്ങോട്ട് ചെന്നു. ഇത് കണ്ടോ, ഇവരിപ്പോഴും നൂറ്റാണ്ടുകൾക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു ജീവിക്കുന്നത്. ഈ കാട്ടിൻ്റെ ഇടയിൽ ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. നീ വേഗം കുളിച്ചിട്ട് വരാൻ നോക്ക്. അവൻ പുറത്തേക്ക് പോയി. അവൾക്ക് ശേഷം അവനും കുളിച്ച് വസ്ത്രം മാറി. അപ്പോഴേക്കും ആഹാരം കഴിക്കാൻ ക്ഷണിക്കാൻ മാരിമുത്തുവും എത്തി. അയാൾ അവരെ ഒരു വിരുന്നുമുറിയിലേക്ക് എത്തിച്ചു. അനേകം പേർക്ക് ഒരേ സമയം ഭക്ഷണം കഴിക്കാൻ സൗകര്യമുള്ള മുറി. മധ്യത്തായി നീളമുള്ളതും വലുതുമായ ഒരു ഡൈനിങ് ടേബിളും അവിടെ ഇവിടെയായി ഉറപ്പിച്ച ക്യാൻറ്റീൻ സ്റ്റാൻഡുകളും. ഒരു സ്ത്രീ വന്ന് ഭക്ഷണം വിളമ്പി. ഏതോ മൃഗത്തിൻ്റെ ഇറച്ചിയൊക്കെ കൂട്ടി നല്ലൊരു സദ്യ തന്നെയായിരുന്നു. ഇതെന്താ, ഇവിടെ ഭക്ഷണം കഴിക്കാൻ മറ്റാരുമില്ലേ? അല്ല, ആരെയും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ, രാഹുൽ പറഞ്ഞു. ഇവിടെ നിങ്ങൾ മാത്രമല്ല, വേറെയും താമസക്കാരുണ്ട്. അവരൊക്കെ നേരത്തെ ഭക്ഷണം കഴിച്ചു. പിന്നെ ഇവിടെ വളരെ കുറച്ച് താമസക്കാരേ ഉള്ളൂ, അവർ പറഞ്ഞു. ഈ കാട്ടിലേക്ക് ആര് വരാനാ? അവർ പുഞ്ചിരിച്ചു. അവർ ചിരിച്ചപ്പോൾ 2 തേറ്റപ്പല്ലുകൾ തിളങ്ങി. അവർ പോയപ്പോൾ അവളത് രാഹുലിനോട് പറഞ്ഞു. നിനക്ക് തോന്നിയതായിരിക്കും. വേഗം കഴിച്ചിട്ട് വാ, നമുക്ക് കിടക്കാം. എനിക്ക് ഉറക്കം വരുന്നു. അവർ ഭക്ഷണശേഷം ഉറങ്ങാൻ കിടന്നു. പുറത്ത് എന്തോ അലർച്ച കേട്ടാണ് അവർ ഞെട്ടി ഉണർന്നത്. പുറത്ത് ആരോ നിലവിളിച്ച പോലെ. അവർ പുറത്തേക്ക് ഇറങ്ങി. വിജനമായ ഹാളിലൂടെ അവർ മെഴുകുതിരിയുമായി മുന്നോട്ട് നടന്നു.
അവിടെയെങ്ങും ആരും ഉണ്ടായിരുന്നില്ല. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ ഒരു ഹാളിൻ്റെ നിലവറ പോലെ താഴെയുള്ള പടികൾ കണ്ടു. അവർ അതിലൂടെ താഴേക്കിറങ്ങി. അവിടെ വിശാലമായ ഒരു ഹാളാണ് കണ്ടത്. അതിന് പക്ഷേ തറയിട്ടിട്ടില്ലായിരുന്നു. അവിടെ നിലത്തായി ധാരാളം ശവപ്പെട്ടികൾ നിരത്തി വെച്ചിട്ടുണ്ട്. അവർ അടുത്ത് ചെന്ന് നോക്കി. അതിലെല്ലാം ഓരോ അസ്ഥികൂടങ്ങളുമുണ്ട്. രേഷ്മ പേടിച്ച് നിലവിളിച്ചു. അവൾ രാഹുലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പിന്നോട്ട് മാറി. പെട്ടെന്ന് ആ പെട്ടികളിലെ അസ്ഥികൂടങ്ങൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. അവ ഓരോ മനുഷ്യരൂപങ്ങളായി മാറി അവരെ തുറിച്ചു നോക്കി. രേഷ്മ രാഹുലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ടോടി. ഓടുന്ന വഴി എന്തിലോ തട്ടി നിലത്ത് വീണു. അവളുടെ തല പൊട്ടി ചോര ഒഴുകാൻ തുടങ്ങി. രക്തത്തുള്ളികൾ നിലത്ത് വീണതും പിശാചുക്കളെല്ലാം ശവപ്പെട്ടിയിൽ നിന്നും എഴുന്നേറ്റ് അവർക്ക് നേരെ കുതിച്ചു. ഞങ്ങൾക്ക് രക്തം തരൂ, ഞങ്ങൾക്ക് രക്തം തരൂ, അവ അലറി വിളിച്ചു. രാഹുൽ വേഗം പോക്കറ്റിൽ നിന്നും ടിഷ്യൂ പേപ്പർ എടുത്ത് ആ രക്തം തുടച്ചു കളഞ്ഞു. അവൻ അവളെയും വലിച്ചുകൊണ്ട് ഒരുവിധം മുകളിലെത്തി. ആരുടെയോ കാൽപെരുമാറ്റം കേട്ടവർ അടുത്ത് കണ്ട അലമാരയുടെ പിന്നിൽ ഒളിച്ചു. അത് ആ റെസ്റ്റോറൻറ്റിൻ്റെ ഉടമസ്ഥനാണ്. കയ്യിലൊരു ചാട്ടവാറുമുണ്ട്. അയാൾ താഴേക്ക് ഇറങ്ങിച്ചെന്ന് ആ പിശാചുക്കളെ ഉച്ചത്തിൽ ശകാരിച്ചു. അയാൾ ചാട്ട അവക്ക് നേരെ വീശിക്കൊണ്ട് അലറി. അടങ്ങു പിശാചുക്കളെ, അടങ്ങ്, ഞങ്ങൾക്ക് വിശക്കുന്നേ, ഞങ്ങൾക്ക് രക്തം തരൂ, അവ ദയനീയമായി അലറി. തരാം, നാളെ രാത്രിയാകട്ടെ, അയാൾ പറഞ്ഞു. അവ അലറിക്കൊണ്ട് ശവപ്പെട്ടികൾക്കുള്ളിലേക്ക് പോയി. ഇതൊക്കെ കണ്ട് രാഹുലും രേഷ്മയും തരിച്ചുപോയി. തങ്ങൾ ശരിക്കും ഒരു ട്രാക്കുളക്കോട്ടയിലാണ് പെട്ടിരിക്കുന്നതെന്ന സത്യം അവർ മനസ്സിലാക്കി. എങ്ങനെയും രക്ഷപ്പെടണമെന്ന ചിന്ത അവരിൽ ഉറച്ചു. രാത്രികാലങ്ങളിൽ പിശാചുകൾക്ക് ശക്തി കൂടുന്നതിനാൽ ഇന്നിനി ഒന്നും നടക്കില്ലെന്നും രാവിലെ രക്ഷപ്പെടാമെന്നും തീരുമാനിച്ച് അവർ റൂമിലേക്ക് നടന്നു. ഇവിടെ ഇനി നമ്മളെപ്പോലെ മനുഷ്യരാരെങ്കിലും ഉണ്ടാകുമോ എന്തോ രേഷ്മ ചോദിച്ചു. അവർ കോറിഡോറിലൂടെ മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് എതിരെയുള്ള റൂമിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി വന്നത്. അവൾ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഇനി ഇതും വല്ല പ്രേതാണോ? രാഹുൽ പിറുപിറുത്തു. ഹലോ, എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങൾ ഈ റെസ്റ്റോറൻ്റൊക്കെ ഒന്ന് നടന്നു കാണുമായിരുന്നു. റെസ്റ്റോറൻറ്റോ? ഇതോ? അപ്പോൾ എന്നെപ്പോലെ പെട്ടതാണല്ലേ? ഇത് റെസ്റ്റോറൻ്റൊന്നുമല്ല, ഹാർവി എന്ന ചെകുത്താൻ്റെ ട്രാക്കുളക്കോട്ടയത്. ഇവിടെ പെട്ടുപോയാൽ പിന്നെ മോചനമില്ല. കുട്ടിയും ഇവിടെ പെട്ടുപോയതാണോ? എങ്ങനെ? രാഹുൽ അത്ഭുതത്തോട് ചോദിച്ചു. അവൾ പറയാൻ തുടങ്ങി. ഞാൻ ദീപിക രാധാകൃഷ്ണൻ. അറിയപ്പെടുന്ന ഒരു ദിനപത്രത്തിലെ ജേർണലിസ്റ്റാണ് ദീപിക. ഈ ടീ എസ്റ്റേറ്റിൽ നടക്കുന്ന ദുരൂഹ മരണങ്ങളെക്കുറിച്ചും ഹാർവി എന്ന ചെകുത്താനെക്കുറിച്ചും അവൾ ഒരു സുഹൃത്തിൽ നിന്നാണ് അറിഞ്ഞത്. ഇൻവെസ്റ്റിഗേറ്റ് ജേർണലിസ്റ്റിൽ കമ്പമുള്ളവൾ അതേക്കുറിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചു. പത്രത്തിലെ തുടക്കക്കാരിയായ തനിക്ക് അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയാലോ? അവൾ ഇതേക്കുറിച്ച് ആ പത്രത്തിൽ തന്നെ ഫോട്ടോഗ്രാഫറായ അലൻദാസിനോട് പറഞ്ഞു. എൻ്റെ മുത്തശ്ശൻ്റെ വീട് അവിടെയാ. ഞങ്ങൾ സിറ്റിയിൽ താമസിക്കുന്നത് കൊണ്ട് അവിടെ അങ്ങനെ പോയിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ സഹായിക്കാം. അലൻ്റെ ഉറപ്പിന്മേലാണ് അവൾ ഈ സാഹസികതയ്ക്ക് തീരുമാനിച്ചത്. അത് തൻ്റെ അവസാന യാത്രയാണെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവർ രണ്ടുപേരും ആദ്യം ടീ എസ്റ്റേറ്റിൽ എത്തിച്ചേർന്നു. അവിടെയുള്ളവർ പറഞ്ഞതൊക്കെ വിശ്വാസയോഗ്യമായ കാര്യങ്ങളല്ലായിരുന്നു. ആ ബംഗ്ലാവിൻ്റെ പേര് പറഞ്ഞ് ആരോ അവരെ മുതലെടുക്കുകയാണെന്നാണ് തോന്നിയത്. അതുകൊണ്ട് രഹസ്യം കണ്ടെത്താൻ ആ ബംഗ്ലാവിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ആരോടും പറയാതെ ഒരു ദിവസം രാത്രി അവർ ബംഗ്ലാവിൻ്റെ അടുത്തെത്തി. അവർ അവിടെ ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വലിയൊരു ശബ്ദത്തോടെ കോട്ടവാതിൽ തുറന്നു. അത് കിടങ്ങിൻ്റെ മുകളിലേക്ക് വീണു. അതിലൂടെ ഒരു പഴയ ജീപ്പ് പുറത്തേക്ക് പോയി. ആ തക്കത്തിന് തുറന്നു കിടന്ന വഴിയിലൂടെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു. ഞങ്ങൾ ഉള്ളിലെത്തിയതും ആ ജീപ്പ് തിരിച്ചു വന്നു. വാതിലും പഴയ പോലെ അടഞ്ഞു. അപ്പോഴാണത് ഞങ്ങൾക്കുള്ള ട്രാപ്പാണെന്ന് മനസ്സിലായത്. പേടിയോടെ ഞങ്ങൾ കോട്ടയിലേക്ക് നടന്നു. ശരിക്കും ഒരു ട്രാക്കുളക്കോട്ട തന്നെ. അപ്പോൾ അകത്തു നിന്നും അസാമാന്യമായ പൊക്കമുള്ള നീല കണ്ണുകളും കൂർത്ത നാസികയുമുള്ള ഒരാൾ പുറത്തു വന്നു. അയാൾ ചിരിച്ചപ്പോൾ അയാളുടെ കൂർത്ത പല്ലുകൾ തിളങ്ങി. അയാൾ അലനെ കൈകൊണ്ട് പൊക്കിയെടുത്ത് തോളിലിട്ട് അകത്തേക്ക് കൊണ്ടുപോയി. അതുകണ്ട് ഞാൻ ബോധമറ്റ നിലത്തേക്ക് വീണു. ബോധം വന്നപ്പോൾ ഞാൻ ഈ മുറിയിലെ കട്ടിലിൽ കിടക്കുവാണ്. അലനെ വിളിച്ചുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഓടി. അവിടെ ഹാളിൽ നിലത്ത് അലനെ കിടത്തിയിരിക്കുന്നു. ചുറ്റും കുറേ പിശാചുകളും വാമ്പയർ വവ്വാലുകളും. അവർ അവൻ്റെ മാംസത്തിനും രക്തത്തിനുമായി കടിപിടി കൂടുന്നു. എന്നെ കണ്ടതും അവ എൻ്റെ നേരെ വന്നു. ഞാനോടി ഈ മുറിയിൽ കയറി. അവ നിരാശയോടെ തിരിച്ചുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുള്ള ഭക്ഷണവുമായി ഒരു തമിഴൻ വന്നു. ഈ മുറിക്ക് പുറത്ത് ഇറങ്ങരുതെന്നും അങ്ങനെ ചെയ്താൽ ജീവന് തന്നെ ആപത്താണെന്നും പറഞ്ഞു. അത് കേൾക്കാതെ അർദ്ധരാത്രി സമയത്ത് ഞാൻ പുറത്തിറങ്ങി. കണ്ട വഴികളിലൂടെ നടന്ന് കെട്ടിടത്തിൻ്റെ പുറത്തെ ഒരു മൂലയിലെത്തി. ഒരലർച്ച കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യേ. പെട്ടെന്നാണ് ആ അതികായനായ മനുഷ്യൻ ഹാർവി അങ്ങോട്ട് വന്നത്. ഞാനൊരു മൂലയിൽ ഒളിച്ചിരുന്നു. മണ്ണിനടിയിൽ നിന്നും കുറേ പൈശാചിക രൂപങ്ങൾ ഉയർന്നു വന്നു. അവ അയാൾക്ക് മുന്നിൽ ആജ്ഞാനുവർത്തികളായി നിന്നുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് ചുമക്കാൻ വയ്യേ, ഞങ്ങളെ സ്വതന്ത്രരാക്കൂ, ഞങ്ങൾക്ക് രക്തം തരൂ. തരാം, അതിനു വേണ്ട കർമ്മങ്ങൾ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർ വീണ്ടും താഴേക്ക് പോയി. അയാൾ മൂക്ക് വിടർത്തി മണം പിടിച്ച ശേഷം എൻ്റെ നേർക്ക് തിരിഞ്ഞു. അയാൾ എന്നെ കണ്ടെത്തി കഴിഞ്ഞു. അയാൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു കൈകൊണ്ട് എന്നെ പൊക്കിയെടുത്ത് റൂമിലേക്ക് കൊണ്ടുപോയി.
അവിടെ കട്ടിലിരുത്തി അയാൾ ഒരു കസാരയിലിരുന്നു. എൻ്റെ മുഖത്തേക്ക് തുളച്ചു കയറുന്നൊരു നോട്ടം നോക്കി ഞാൻ തല താഴ്ത്തി. ഈ കോട്ട എൻ്റേതാണ്. ഇവിടേക്ക് ആരെങ്കിലും വരണമെങ്കിലും പോകണമെങ്കിലും ഞാൻ വിചാരിക്കണം. ഈ കോട്ടയിൽ ഞാൻ മാത്രമല്ല, ഒരുപാട് പിശാചുകളുണ്ട് എൻ്റെ ആജ്ഞാനുവർത്തികളായി. അവരെ വെട്ടിച്ച ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ കൊലപ്പെടുത്തിയ ആത്മാക്കളെല്ലാം എൻ്റെ ആജ്ഞാനുവർത്തികളായി മാറും. അവർ എൻ്റെ കോട്ട സംരക്ഷിക്കും. നിനക്കറിയാമോ, ഈ കോട്ട പണിതപ്പോൾ അതിന് പൈശാചിക ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ കുറേ പേരെ കൊന്ന് ബലി നൽകിയിരുന്നു. കുറേ പേരെ ജീവനോടെ കൊണ്ടുവന്ന് അവരുടെ മേലെയാണ് അടിസ്ഥാനം കെട്ടിപ്പൊക്കിയത്. അവരാണ് ഈ കോട്ട ചുമക്കുന്നത്. പിന്നീട് എൻ്റെ കൈകൊണ്ട് മരിച്ചവരുടെ അസ്ഥിക്കൂടങ്ങളാണ് നിലവറയിൽ ശവപ്പെട്ടിയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. രാത്രിയാകുമ്പോൾ അവർക്ക് പ്രത്യേക ശക്തിയായി വരും. അതിനാൽ തന്നെ ഈ കോട്ടയുടെ ഏത് ഭാഗത്തുകൂടി രക്ഷപ്പെടാൻ ശ്രമിച്ചാലും രക്ഷപ്പെടാൻ സാധിക്കില്ല. മറിച്ച് പിശാചുക്കളുടെ കയ്യിൽ അകപ്പെടും. അവർ നിന്റെ ചോര കുടിക്കും. ഈ മുറി മാത്രമേ നിനക്ക് സേഫായിട്ടുള്ളൂ. അതോർത്താൽ നിനക്ക് നല്ലത്. അതിന് ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ കൊല്ലില്ലേ? അതുണ്ടാവും. എന്നാലും കുറച്ച് ദിവസങ്ങൾ നീട്ടിക്കിട്ടും. അയാൾ പുറത്തേക്ക് പോയി. നിങ്ങൾ വേഗം നിങ്ങളുടെ റൂമിലേക്ക് പോയിക്കോളൂ. രാത്രി ഇവിടെ അധികം തങ്ങുന്നത് ആപത്താണ്. വേഗം പോയിക്കോളൂ, അവൾ പറഞ്ഞു. അവർ പുറത്തേക്ക് ഇറങ്ങി. രാഹുൽ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളുടെ വലിയ ദംഷ്ട്രകൾ തിളങ്ങിയോ? അവൻ സംശയത്തോടെ ഒന്നുകൂടി നോക്കി. ഇപ്പോൾ ഇല്ല, തനിക്ക് തോന്നിയതാവും. അവർ റൂമിലേക്ക് നടന്നു. ഇനി എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നത്? രേഷ്മ തങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നിമിഷത്തെ ശപിച്ചു. നേരം വൈകിയത് കൊണ്ട് ഇനി യാത്ര വേണ്ട എന്ന് മുത്തശ്ശി പറഞ്ഞതാ. എന്നിട്ടും കേൾക്കാതെ ഇറങ്ങിയതിൻ്റെ ഫലമായിരിക്കും ഇത്. അവൾ കരഞ്ഞു. നീ വാ, നമുക്ക് കിടക്കാം. നാളെ രാവിലെ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആലോചിക്കാം. ഓരോന്നോർത്ത് കിടന്നതല്ലാതെ രണ്ടുപേർക്കും ഉറക്കം വന്നില്ല. രാത്രി വീണ്ടും അപശബ്ദങ്ങളും നിലവിളികളും കേട്ടെങ്കിലും അവർ പുറത്തേക്ക് ഇറങ്ങിയില്ല. രാവിലെ ബാത്റൂമിൽ കയറിയപ്പോൾ മരത്തൊട്ടിയിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. ആര് നിറച്ചു എന്ന് മാത്രം അറിയില്ല. കാര്യങ്ങളെക്കുറിച്ച് ഏകദേശ വിവരങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് അത്ഭുതമൊന്നും തോന്നിയില്ല. കുളി കഴിഞ്ഞ് അവർ ദീപികയുടെ റൂമിലേക്ക് ചെന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അവളും ഒരുപക്ഷെ നമ്മളെപ്പോലെ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴി തേടി പോയതായിരിക്കും, രേഷ്മ പറഞ്ഞു. അവരവിടെ മുഴുവനും ചുറ്റി നടന്ന് കാണാൻ തീരുമാനിച്ചു. പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും വഴി കിട്ടിയാലോ? അവർ റെഡിയായി. അപ്പോഴേക്കും മാരിമുത്തു അവരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ക്ഷണിക്കാൻ വന്നു. അവർ അവനൊപ്പം ഡൈനിങ് റൂമിലേക്ക് പോയി. ഇന്നും ഭക്ഷണത്തിന് അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം അവർ റൂമിലേക്ക് പോയി. ഇവിടെയൊന്നും ചുറ്റിത്തിരിയുന്നത് അത്ര നല്ലതല്ല, മാരിമുത്തു പുറകിൽ നിന്നും വിളിച്ചു പറഞ്ഞു. അവർ അവനെ നോക്കിയതല്ലാതെ മറ്റൊന്നും പറഞ്ഞില്ല. അവർ ഇടനാഴിയിലൂടെ നടന്ന് അവിടെയെല്ലാം വിജനമായിരുന്നു. കുറെ ചെന്നപ്പോൾ ഭിത്തിയുടെ ഒരു വശത്ത് ഒരു മരവാതിൽ കണ്ടു. അത് തുറക്കാൻ രാഹുൽ അല്പം ബലം പ്രയോഗിക്കേണ്ടി വന്നു. അതിനപ്പുറം ഒരു തുരങ്കമായിരുന്നു. ഉള്ളിലേക്ക് ചെല്ലുന്തോറും വെളിച്ചം കുറഞ്ഞു വന്നു. ഒടുവിൽ കട്ട പിടിച്ച് ഇരുട്ടായി മാറി. അവർ ഇരുട്ടിലൂടെ മുന്നോട്ട് നടന്നു. കുറെ മുന്നിലായി എന്തോ തിളങ്ങുന്ന പോലെ കണ്ടു. അവിടേക്ക് രാഹുൽ ടോർച്ച് പ്രകാശിപ്പിച്ചു. ഒരു കൂട്ടം വവ്വാലുകൾ അവരെ നോക്കി പല്ലിളിക്കുന്ന പോലെ തേറ്റപ്പല്ലുകൾ കാട്ടി അവരെ തന്നെ തുറച്ചു നോക്കുന്നു. അവർ പിന്തിരിഞ്ഞ് ഓടാൻ ശ്രമിച്ചെങ്കിലും അവ വേഗത്തിൽ പറന്നുവന്ന് പിന്നിലെ വഴികൾ തടസ്സമായി നിന്നു. അവർ മുന്നോട്ട് ഓടി കുറച്ചു ചെന്നപ്പോൾ ഗുഹയുടെ അങ്ങേ അറ്റത്ത് നിന്നും പ്രകാശം വരുന്നതായി കണ്ടു. അവർ സന്തോഷത്തോടെ അങ്ങോട്ട് നടന്നു. കുറച്ചു ചെന്നപ്പോൾ അതിൻ്റെ ഒരു വശത്തുകൂടി ഒരു അരുവി ഒഴുകി വരുന്നത് കണ്ടു. അവർ അതിലിറങ്ങി മുഖം കഴുകി മുന്നോട്ട് നടന്നു. കുറച്ചു മുന്നിലായി വിശാലമായ സ്ഥലം അവർ കണ്ടു. ഇത്തരം കോട്ടകളിൽ ചേർന്ന അടിയന്തര സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ തുരങ്കങ്ങൾ കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതായിരിക്കും ഇത്, രാഹുൽ സന്തോഷത്തോടെ പറഞ്ഞു. അവരവിടേക്ക് വേഗത്തിലോടി. അവിടെ എത്തി അവർ ഞെട്ടിപ്പോയി. കോട്ടയ്ക്കുള്ളിൽ ഒരു സെമിത്തേരി ആയിരുന്നു അത്. അതിനും അപ്പുറത്ത് വിശാലമായ കോട്ടമതിൽ. പെട്ടല്ലോ, ഇനി ഇവിടെ എന്താണാവോ ഉള്ളത്? രേഷ്മ പിറുപിറുത്തു. കുറേ നേരമായല്ലോ നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. സമയം പോയത് അറിഞ്ഞില്ല. രാഹുൽ വാച്ചിലേക്ക് നോക്കി. സമയം വൈകുന്നേരം 6:30. അവൻ പേടിയോടെ സെമിത്തേരിയിലേക്ക് നോക്കി. വളരെ പുരാതന രീതിയിൽ പണി കഴിപ്പിച്ച കല്ലറകൾ. ഇനി എന്തെന്ന ഭാവത്തിൽ അവർ പരസ്പരം നോക്കി. ആകാശം ഇരുണ്ടു വന്നു. പൂർണ്ണമായും ഇരുട്ട് വ്യാപിച്ചപ്പോൾ ആ കല്ലറകളുടെ മൂടി ഒന്നൊന്നായി തുറക്കാൻ തുടങ്ങി. അവർ ഭീതിയോടെ പരസ്പരം നോക്കി. കല്ലറകളുടെ സ്ലാബുകൾ തനിയെ നീങ്ങാൻ തുടങ്ങി. കല്ലറകളിൽ നിന്നും 2 കൈകൾ മുകളിലേക്ക് വന്നു. അവ സ്ലാബുകൾ തള്ളാൻ തുടങ്ങി. ഓരോ കല്ലറയിൽ നിന്നും ഓരോ പൈശാചിക രൂപങ്ങൾ പുറത്തു വരാൻ തുടങ്ങി. അവയെല്ലാം കല്ലറയുടെ മുകളിൽ നിലയുറപ്പിച്ചു. ഓടാൻ പോലും ശക്തിയില്ലാതെ അവർ പരസ്പരം കെട്ടിപ്പുണർന്ന് കണ്ണുകൾ ഇറക്കിയടച്ച് മരണം കാത്തു നിന്നു. ഉടനെ തന്നെ ആ പിശാചുകൾ കൂട്ടത്തോടെ അലറിക്കൊണ്ട് അവരുടെ നേരെ വന്നു. അവ ചുറ്റും നിന്ന് രാഹുലിനെയും രേഷ്മയെയും ഇരുവശത്തു നിന്നും പിടിച്ചു വലിച്ചു. രേഷ്മ അലറിക്കൊണ്ട് കണ്ണുകൾ തുറന്നു നോക്കി. ആ രൂപങ്ങൾ കണ്ടവൾ ഞെട്ടിപ്പോയി. പലതരത്തിലുള്ള സ്ത്രീകൾ, പുരുഷന്മാർ. അവരിൽ ചിലർക്ക് അവിടെ ഇവിടെ മാത്രമേ മാംസമുള്ളൂ. ചിലർ പൂർണ്ണമായും അസ്ഥികൂടമായവർ. ചിലരുടെ ശരീരത്തിൽ നിന്നും മാംസം ഊരി വീഴുന്നു. രേഷ്മ തന്നെ പിടിച്ചിരുന്ന പിശാചുകളിൽ ഒന്നിനെ സർവ്വശക്തിയും എടുത്ത് ആഞ്ഞു തള്ളി. അതിൻ്റെ കൈകൾ അവളുടെ ദേഹത്ത് പറ്റിപ്പിടിച്ചിരുന്നു. ബാക്കി ഭാഗം ദൂരേക്ക് തെറിച്ചുപോയി. വേറൊരെണ്ണം തൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിന് നേരെ അമർത്തി. രാഹുൽ!
അവൾ ഉറക്കി അലറി. അവൻ്റെ ഒരു അനക്കവും കേൾക്കുന്നില്ലല്ലോ. അവൾ അവനെ നോക്കി. ഒരു പിശാച് അവൻ്റെ തല അതിൻ്റെ നെഞ്ചോട് അമർത്തി പിടിച്ചിരിക്കുന്നു. അവന് കണ്ണു തുറക്കാൻ പോയിട്ട് അനങ്ങാൻ പോലും കഴിയുന്നില്ല. കണ്ടിട്ട് അവൻ്റെ തലയുടെ മുക്കാൽ ഭാഗവും അതിൻ്റെ വയറിൻ്റെ ഉള്ളിലാണെന്ന് തോന്നുന്നു. അവൾ സകല ശക്തിയും എടുത്ത് കുതറി. പിശാചുകൾ തെറിച്ചുപോയി. പെട്ടെന്നാണ് ഒരു ചാട്ടവാറിൻ്റെ ശബ്ദം. ഹാർവി ഒരു ചാട്ടവാറുമായി പിശാചുകളെ ഓടിക്കുന്നു. അയാൾ രാഹുലിനെ അതിൻ്റെ ഉള്ളിൽ നിന്നും വലിച്ചെടുത്തു. അവൻ ശ്വാസം മാഞ്ഞു വലിച്ചു. അവ ഹാർവിയെ നോക്കി അലറി. ഞങ്ങൾക്ക് രക്തം വേണം. അത് കിട്ടാതെ ഞങ്ങൾ അടങ്ങിയില്ല. ഇവരെ ഞങ്ങൾക്ക് വേണം. തരാം, ഹാർവി സമ്മതിച്ചു. നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞില്ലേ, ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് അപകടമാണെന്ന്. ഇനി എനിക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി അവർ ചോദിക്കുന്നത് കൊടുത്തേ പറ്റൂ. നാളെ രാത്രി നിങ്ങൾ അവർക്കുള്ള ബലിയായി മാറും. ഇനി നാളെ രാത്രി വരെ എവിടെ വേണമെങ്കിലും പോയിക്കോളൂ. അയാൾ അവരെ റൂമിൽ കൊണ്ടാക്കി. തലയിലും പുറത്തൊക്കെയായി അഴുകിയ മാംസത്തിൽ കുളിച്ചു നിൽക്കുകയാണ് രാഹുൽ. അവൻ കുളിക്കാൻ കയറി. രേഷ്മ കുറച്ചു നേരം അവിടേക്ക് നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൾ രാഹുലിനോട് വിളിച്ചു പറഞ്ഞു, ഞാൻ ദീപികയെ ഒന്ന് കണ്ടിട്ട് വരാം. അവൾ അവിടേക്ക് നടന്നു. രാഹുൽ ഒന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ മനസ്സ് മരവിച്ചിരിക്കുക. ഇന്നായാലും നാളെയായാലും മരണം ഉറപ്പാ. പിന്നെ എന്തു പേടിക്കാനാ? രേഷ്മ ചെന്നപ്പോൾ ദീപിക എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അകത്തേക്ക് ചെന്നു. രാവിലെ എവിടെ പോയതായിരുന്നു? ബ്രേക്ക്ഫാസ്റ്റിനും കണ്ടില്ല. അതോ ഞാൻ തലവേദന കാരണം പ്രാതൽ കഴിച്ചില്ല. റൂമിലും ഇല്ലായിരുന്നല്ലോ. എവിടെ പോയതാ? അതോ അത് ചിലപ്പോൾ മാരിമുത്തുവിനെ കാണാൻ പോയതായിരിക്കും. തലവേദന മാറ്റാൻ എന്തെങ്കിലും മരുന്ന് കിട്ടുമോ എന്നറിയാൻ. ഓഹോ, ഇപ്പോൾ തലവേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. ലഞ്ചിന് കണ്ടില്ലല്ലോ. അതോ അത് പറയാനാ വന്നത്. രേഷ്മ അവളോട് നടന്നതെല്ലാം പറഞ്ഞു. ദീപിക പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. അവളിൽ ഒരു ഭാവഭേദവും വന്നില്ല. അത് ശ്രദ്ധിച്ച രേഷ്മ പറഞ്ഞു, ഞങ്ങൾക്കാണ് ഈ പേടിച്ചിട്ട് വിറവൽ മാറിയിട്ടില്ല. നിനക്കെന്തോ ഒരു പേടിയുമില്ലാത്ത? രേഷ്മ ചോദിച്ചു. അവൾ രേഷ്മയെ തുറച്ചു നോക്കി. പെട്ടെന്നാണ് അവളുടെ മുഖഭാവം മാറിയത്. പേടിച്ചിരുന്നു. അന്നെ അവൻ കോട്ട ചുമക്കുന്നവർക്ക് ബലി നൽകുന്നവരെ. അതേടി, ഇന്ന് നിങ്ങളോട് പറഞ്ഞ പോലെയാണ് എന്നോടും ചെയ്തത്. അയാൾ അന്ന് രാത്രി തന്നെ എൻ്റെ കഴുത്തറുത്ത് ചുടു രക്തം കോട്ടയുടെ മൂലകളിൽ വീഴ്ത്തി. എന്നിട്ട് എൻ്റെ ആത്മാവിനെ ഈ മുറിയിൽ തളച്ചു. അയാളുടെ അടിമയാക്കി വച്ചു. നിങ്ങൾക്കും ആ ഗതിയാ അവൻ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ എനിക്കുള്ളവരാ, എൻ്റെ അടിമകൾ. നിങ്ങളുടെ രക്തം എനിക്ക് വേണം. അവൾ മുരണ്ടു. പെട്ടെന്നാണ് അവളുടെ രൂപം മാറാൻ തുടങ്ങിയത്. അവൾ സാധാരണ പെൺകുട്ടിയുടെ രൂപം വെടിഞ്ഞ് ഒരു പൈശാചിക രൂപം സ്വീകരിച്ചു. കീറിപ്പറഞ്ഞ ചുരിദാർ, പാറിപ്പറന്ന മുടി, നീണ്ട നഖം, പിന്നെ വളർന്നിറങ്ങിയ തേറ്റപ്പല്ലുകൾ, ചുവന്നു തൊടുത്ത ചോരയൊലിക്കുന്ന കണ്ണുകൾ. അവൾ രൗദ്രഭാവത്തിൽ രേഷ്മയുടെ നേരെ കൈനീട്ടി. ചുക്കിച്ചുളിഞ്ഞ കൈകൾ അവളിൽ പിടിമുറുക്കി. അങ്ങനെ അവർക്ക് കൊടുക്കില്ല നിന്റെ രക്തം. ഞാൻ ആർക്കും കൊടുക്കില്ല. അതെനിക്ക് തന്നെ വേണം, അവൾ അലറി. രേഷ്മ പേടിച്ച് പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും ദീപിക അവൻ തൻ്റെ കൈ നീട്ടി തന്നിലേക്ക് പിടിച്ചടിപ്പിച്ചിരുന്നു. ദീപിക രേഷ്മയുടെ കഴുത്തിൽ പല്ലുകൾ ചേർത്തു. അവൾ ഉറക്കി അലറി. ഇതൊന്നും അറിയാതെ കുളി കഴിഞ്ഞ് ബാഗിൽ വസ്ത്രങ്ങൾ തിരയുകയായിരുന്നു രാഹുൽ. ഇടയ്ക്ക് കൈ എന്തിലോ ഉടക്കി. പതുക്കെ അത് വലിച്ചെടുത്തു. ഒരു കൊന്തയായിരുന്നു അത്. വരുന്ന വഴി കോട്ടയത്ത് ഒരു പള്ളിയിൽ കയറിയിരുന്നു. രേഷ്മ അവിടുന്ന് വാങ്ങിയതാണ് ഈ വെഞ്ചരിച്ച കൊന്ത. അപ്പോൾ താൻ അവളെ കളിയാക്കിയിരുന്നു. എങ്കിലും ഇപ്പോൾ അത് ഉപകാരപ്രദമായി. അവൻ വേഗത്തിൽ വസ്ത്രം ധരിച്ച് അതിനുശേഷം കൊന്ത കയ്യിലെടുത്തു. അപ്പോഴാണ് രേഷ്മയുടെ നിലവിളി കേട്ടത്. അവൻ അങ്ങോട്ട് കുതിച്ചു. അവിടെ ദീപികയുടെ മുറിയിൽ അവളുടെ കയ്യിൽ കിടന്ന് പിടയുകയാണ് രേഷ്മ. അവൻ ദീപികയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. അവൻ കയ്യിലിരുന്ന കൊന്തയിലെ കുരിശ് അവളുടെ മുതുകിൽ കുത്തിയിറക്കി. അവളൊന്ന് പിടഞ്ഞു. രേഷ്മയെ പിടിവിട്ടു. അവൾ അലറിക്കൊണ്ട് വായുവിൽ അലിഞ്ഞു ചേർന്നു. രാഹുൽ രേഷ്മയെ പിടിച്ചു വലിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി. അവളെ ബലമായി പിടിച്ച് കട്ടിലിൽ ഇരുത്തിയ ശേഷം അവൻ ആ കൊന്ത കഴുത്തിലിട്ട് കൊടുത്തു. ഇതൊന്നും ഞാൻ ആ പള്ളിയിൽ നിന്നും വാങ്ങിയതല്ലേ? അതെ, ഞാൻ ഉടുപ്പെടുക്കാൻ ബാഗിൽ തപ്പിയപ്പോൾ കിട്ടിയതാ. അതാ നിന്റെ ജീവൻ രക്ഷിച്ചത്, അവൻ പറഞ്ഞു. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട്. എന്താ? എന്തായാലും മരിച്ചേ പറ്റൂ. അപ്പോൾ പിന്നെ ഇതല്ലാതെ വഴിയില്ല. ഏത്? ഈ കൊന്ത ധരിക്കണം. അപ്പോൾ നിനക്കെങ്കിലും രക്ഷപ്പെടാൻ സാധിക്കും. ഞാനിവർക്ക് ബലിയായിക്കൊള്ളാം. നീയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടാലേ മതിയാവൂ. അങ്ങനെ എനിക്ക് മാത്രമായി രക്ഷപ്പെടണ്ട. വേണമെങ്കിൽ നീ രക്ഷപ്പെട്ടോ, ഞാൻ ബലിയായിക്കോളാം, അവൾ പറഞ്ഞു. അങ്ങനെ വേണ്ട, നീ ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി, അവൻ പറഞ്ഞു. അവൾ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. അവനെന്തോ തീരുമാനിച്ച പോലെ ഹാളിലേക്ക് നടന്നു. അവിടെ ഹാർവിയുടെ മുന്നിലായി ചെന്ന് നിന്നു. ചെകുത്താനെ, ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് ഇങ്ങനെ ദ്രോഹിക്കാൻ? ഞാൻ നിനക്ക് ബലിയായിക്കോളാം. എൻ്റെ ഭാര്യയെ ദയവായി വെറുതെ വിടണം. അവൻ ഹാർവിയെ തൊഴുതു. ഇവിടേക്ക് വരുന്നവരാരും ജീവനോടെ മടങ്ങിപ്പോയിട്ടില്ല, ഹാർവി പറഞ്ഞു. രാഹുൽ കോട്ടവാതിലിൻ്റെ നേർക്കോടി. രേഷ്മയും കൂടെ ചെന്നു. അവൻ ബലം പ്രയോഗിച്ച് കോട്ടവാതിൽ ബന്ധിച്ചിരുന്ന ചങ്ങല വേർപെടുത്താൻ ശ്രമിച്ചു. എങ്ങനെയെങ്കിലും വാതിൽ കിടങ്ങിൻ്റെ മുകളിൽ വീഴ്ത്തി രേഷ്മയ്ക്ക് രക്ഷപ്പെടാൻ അവസരം ഒരുക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ചെയ്തത്. പക്ഷേ ചങ്ങല വലിഞ്ഞ് അവൻ കിടങ്ങിലേക്ക് വീണുപോയി. അത് കണ്ട രേഷ്മ തൻ്റെ കഴുത്തിലെ കൊന്തയൂരി വലിച്ചെറിഞ്ഞു. അവൾ കിടങ്ങിൻ്റെ അടുത്തേക്ക് ഓടി.
രാഹുൽ, ഞാനും വരുന്നു. അവൾ കിടങ്ങിലേക്ക് എടുത്തു ചാടി. താഴേക്ക് വീണുകൊണ്ടിരിക്കുമ്പോഴും ആ കിടങ്ങിലെ കാഴ്ച അവരെ ഭയചകിതരാക്കി. കുറെ പിശാചുക്കൾ അവരെ താഴെ നിന്നും മുകളിലേക്ക് നോക്കി അമർന്നു. അവർ താഴെ എത്തുന്നതിന് മുമ്പ് 2 കൈകൾ വന്ന് അവരെ കോരിയെടുത്തു. അവർ തിരികെ മുകളിലെത്തി. അത് ഹാർവി ആയിരുന്നു. ഹാർവി അവരെയും എടുത്തുകൊണ്ട് സെമിത്തേരിയിലേക്ക് പോയി. അവിടെ എത്തിയ ശേഷം രേഷ്മയെ ഒരു മൂലയിലേക്ക് വലിച്ചെറിഞ്ഞു. രാഹുലിനെ ഒരു കല്ലറയുടെ മുകളിൽ കിടത്തി. അവൻ്റെ കഴുത്തിലെയും കാലിലെയും ഞരമ്പുകൾ പൊട്ടിച്ചു. ചീറ്റിത്തെറിച്ച രക്തം കുടിക്കാൻ കല്ലറകൾ തുറന്ന് പിശാചുകൾ വന്നു. അതുപോലെ തന്നെ രേഷ്മയുടെ ശരീരത്തിലെ ഞരമ്പുകളും മുറിക്കപ്പെട്ടു. അവരെ 2 പേരെയും പിശാചുക്കൾ ജീവനോടെ രക്തം കുടിച്ചും മാംസം ഭക്ഷിച്ചും ഇല്ലാതെയാക്കി. ആ പിശാചുക്കൾ അവിടെ ആനന്ദ നൃത്തമാടി. അവയുടെ അലർച്ചയിൽ അവിടം ശബ്ദമുഖരിതമായി. അലന്ദാസിന്റെ മരണത്തിൽ ആകെ തളർന്നിരിക്കുകയായിരുന്നു അവൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും. അവൻ്റെ മരണം രാഘവൻ നായർക്ക് ഹാർവിയോടുള്ള ദേഷ്യം കൂട്ടി. അയാൾ എങ്ങനെയെങ്കിലും ഹാർവിയോട് പക വീട്ടണമെന്ന് തീരുമാനിച്ചു. അതിനായി അദ്ദേഹം ഒരു മന്ത്രവാദിയെ കണ്ടെത്തി. ദുർമന്ത്രവാദത്തിന് പേരുകേട്ട രുദ്രസിംഹന് അയാളുടെ മാന്ത്രിക കർമ്മങ്ങളിലൂടെ ഒരുപാട് ആത്മാക്കളെ തളച്ചിട്ടുണ്ടത്രേ. പണത്തിനു വേണ്ടി ആവാഹനം മാത്രമല്ല, പല ദുഷ്കർമ്മങ്ങളും അയാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പണത്തിനു വേണ്ടി ആളെ കൊല്ലാൻ പോലും മടിക്കാത്ത ഇനം. നാട്ടുകാർക്ക് വരെ ഭയമാണ് അയാളെ. പിറ്റേന്ന് രാവിലെ തന്നെ അയാൾ എത്തിച്ചേർന്നു. ഉച്ചാടന കർമ്മം നടത്തി ആ പിശാചിനെ എന്നേക്കുമായി ഇല്ലാതാക്കി കൊടുക്കാമെന്ന് അയാൾ വാഗ്ദാനം നൽകി. അയാൾ പൂജയ്ക്കുള്ള ഒരുക്കങ്ങളായി പിറ്റേന്ന് രാവിലെ തന്നെ എത്തിച്ചേർന്നു. അവിടെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തി ബലി നൽകാൻ കറുത്ത പൂവൻകോഴിയെയും മുട്ടനാടിനെയും തയ്യാറാക്കി നിർത്തി. അയാൾ ഹാർവിയുടെ കോട്ടയ്ക്ക് സമീപം പോയി അവിടെ മാകി ഒന്ന് വീക്ഷണം നടത്തി. അകത്തുള്ളവരുടെ അനുമതിയില്ലാതെ പുറത്തുനിന്ന് ആർക്കും പ്രവേശിക്കാൻ കഴിയാത്ത കോട്ടയുടെ നിർമ്മിതിയെ അഭിനന്ദിക്കാതിരിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അല്ലെങ്കിൽ തന്നെ അങ്ങോട്ട് പോകുന്നത് എന്തിനാ? അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിവുള്ള ആരാധനാമൂർത്തികൾ തനിക്കില്ലേ? പിന്നെന്താ പ്രശ്നം? രാത്രിയായതോടെ അയാൾ ഉച്ചാടന കർമ്മങ്ങൾ ആരംഭിച്ചു. ബീജമന്ത്രങ്ങൾ ഉരുവിട്ടു. ഇടയ്ക്കിടെ തുള്ളിപ്പൊടി വാരി ഹോമകുണ്ഡത്തിലേക്ക് ഇട്ടു. അഗ്നി ആളിക്കത്തി. മൂലമന്ത്രങ്ങൾക്ക് ശക്തി കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അയാൾ കോഴിയുടെ കഴുത്തറത്ത് രക്തം ഹോമകുണ്ഡത്തിൽ സമർപ്പിച്ചു. കടന്നു വരൂ പിശാചി, കടന്നു വരൂ, അയാൾ ഉറക്കി അലറി. നിന്നോടല്ലേ പറഞ്ഞത് ഇവിടേക്ക് വരാൻ? ഒരനക്കവും ഉണ്ടായില്ല. അയാൾ കോഴിയെ മൊത്തത്തിൽ ഹോമകുണ്ഡത്തിലേക്ക് ഇട്ടു. കുറെ തുള്ളിപ്പൊടി വാരിയെറിഞ്ഞു. മൃഗക്കൊഴുപ്പും ഒഴിച്ചു. ഹോമകുണ്ഡം ആളിക്കെത്തി. അയാളുടെ ആവാഹനക്രിയകളൊന്നും ഏൽക്കുന്നില്ല എന്ന് കണ്ട അയാൾ കടുത്ത പ്രയോഗങ്ങളിലേക്ക് കിടന്നു. മന്ത്രം ചൊല്ലിക്കൊണ്ട് അവിടെ വച്ചിരുന്ന വെള്ളി കെട്ടിയ ചൂരൽ വടിയെടുത്ത് അന്തരീക്ഷത്തിൽ വീശി. ആരുടെയും അലർച്ച കേൾക്കാഞ്ഞപ്പോൾ അയാൾ വീണ്ടും വായിൽ ഉറക്കെ പ്രഹരിച്ചു. പെട്ടെന്നാണ് ആ ചൂരൽ വടി അയാളുടെ നേരെ തിരിഞ്ഞത്. അത് അയാളെ തലങ്ങും വിലങ്ങും പ്രഹരിച്ചു. ശേഷം ആ വടി ഹോമകുണ്ഡത്തിലേക്ക് വീണ് കത്തിയമർന്നു. നീ വരില്ലാലേ? വരുത്താൻ എനിക്കറിയാം, അയാൾ അലറി. അയാൾ മുട്ടനാടിനെ ഹോമകുണ്ഡത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. മന്ത്രോച്ചാരണത്തോടെ അതിനെ വെട്ടാൻ വാളെടുത്തു. അതിൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി വാൾ വീശി. പെട്ടെന്ന് വാൾ അന്തരീക്ഷത്തിൽ അപ്രത്യക്ഷമായി. അവിടെ ഉച്ചത്തിലുള്ള ഒരു പൊട്ടിച്ചിരി കേട്ടു. അന്തരീക്ഷം ആകെ മാറാൻ തുടങ്ങി. പുറത്ത് ശക്തമായി കാറ്റടിച്ചു. അന്തരീക്ഷത്തിൽ രക്തത്തിൻ്റെ രൂക്ഷഗന്ധം വ്യാപിക്കാൻ തുടങ്ങി. പരിസരമാകെ ഒരു കറുത്ത പുക വന്ന് നിറഞ്ഞു. അവിടെ പുകയ്ക്ക് നടുവിലായി ഹാർവി. അവിടെ നിന്നിരുന്ന മറ്റുള്ളവർ പ്രാണരക്ഷാർത്ഥം നിലവിളിച്ചുകൊണ്ട് ഓടി. അവസാനം രുദ്രസിംഹൻ മാത്രമായി അവിടെ. അയാൾ തൻ്റെ ശത്രുവിനെ പുച്ഛത്തോടെ നോക്കി. എനിക്ക് വേണ്ടത് മൃഗങ്ങളുടെ രക്തമല്ല, മനുഷ്യരക്തമാണ്. അതിനുവേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഹാർവി പൊട്ടിച്ചിരിച്ചു. നിനക്ക് രക്തം തരാൻ ഞാൻ നിന്റെ സേവകനല്ല, ശത്രുവാണ്. നിന്നെ നശിപ്പിക്കാനാണ് ഞാൻ വന്നത് തന്നെ. രുദ്രസിംഹൻ പുച്ഛത്തോടെ പറഞ്ഞു. എനിക്ക് രക്തം ആരും തരണ്ട, ഞാൻ എടുത്തോളാം, അതാണ് പതിവ്. അതിനാണ് ഞാൻ വന്നതും. ഹാർവി പല്ലിറുമ്പി. രുദ്രസിംഹൻ മന്ത്രം ചൊല്ലിക്കൊണ്ട് ഒരു പൊടി തുള്ളിപ്പൊടി വാരി ഹാർവിയുടെ നേർക്കെറിഞ്ഞു. അവിടെ മാകെ അഗ്നി പടർന്നു. അഗ്നിക്കുള്ളിൽ നിന്ന് ഹാർവി പൊട്ടിച്ചിരിച്ചു. ഇതെന്താ അവനെ പൊള്ളിക്കാത്തത്? രുദ്രസിംഹൻ അത്ഭുതപ്പെട്ടു. പൊള്ളാൻ എനിക്ക് ശരീരമില്ലല്ലോ, ഹാർവി പരിഹസിച്ചു. എൻ്റെ ഭൗതിക ശരീരം എൻ്റെ കോട്ടയിൽ സുരക്ഷിതമായി ഇരിക്കുന്നിടത്തോളം ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഹാർവി ചിരിച്ചു. ഹാർവി ഭീകരമായി വളരാൻ തുടങ്ങി. ഒപ്പം ഹോമകുണ്ഡത്തിലെ പുകയുടെ നിറം മാറാൻ തുടങ്ങി. അതിൻ്റെ നിറം ചുവപ്പായി മാറി. ഹോമകുണ്ഡത്തിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. കൊഴുത്ത ചോര അവിടമാകെ വ്യാപിച്ചു. അതിൽ നിന്നും 2 കൈകൾ ഉയർന്നു വന്നു. അവ രുദ്രസിംഹനെ എടുത്തുയർത്തി. ശേഷം ഹോമകുണ്ഡത്തിലേക്ക് വലിച്ചെടുത്തു. ഭയത്തോടെ നോക്കി നിന്ന പരികർമ്മി കണ്ടത് ഹാർവിയുടെ കയ്യിൽ കിടന്ന് പിടയുന്ന രുദ്രസിംഹനെയാണ്. ഹാർവി ഹോമകുണ്ഡത്തിൽ ആളിക്കത്തുന്ന അഗ്നിക്ക് നടുവിൽ ഉയർന്നു നിൽക്കുന്നു. അവൻ്റെ കൈകളിൽ കിടന്ന് പിടയ്ക്കുന്ന രുദ്രസിംഹനും. ഹാർവി അയാളെ നിലത്തേക്കെറിഞ്ഞു. അവിടെ കിടന്ന് പിടഞ്ഞ അയാളെ പൊക്കിയെടുത്ത് കഴുത്തിലേക്ക് പല്ലുകളാഴ്ത്തി. അയാളെ കൊന്ന് ആ ശവം അവിടേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം രാഘവൻ നായരെ തിരഞ്ഞു. കുറച്ചകലെയായി നിന്നിരുന്ന രാഘവൻ നായരെ തൂക്കിയെടുത്തുകൊണ്ട് ഹാർവി വായുവിലേക്ക് ഉയർന്നു. രാഘവൻ നായർ ഹാർവിയുടെ കൈകളിൽ കിടന്ന് പിടഞ്ഞു. ഹാർവി തൻ്റെ കോട്ടയിലെത്തി അയാളെ അവിടെ ഉപേക്ഷിച്ചു. അയാൾ ഹാളിലൂടെ മുന്നോട്ട് നടന്നു. ഒരു മുറിയുടെ മുന്നിലെത്തിയ അയാൾ
അകത്തു നിന്നും വരുന്ന അരണ്ട വെളിച്ചത്തിൽ അവിടെ ആരോ നിൽക്കുന്നത് പോലെ കണ്ടു. അയാൾ അങ്ങോട്ട് ചെന്നു. അവിടെ അലൻ നിൽക്കുന്നു. മോനെ എന്ന് വിളിച്ചുകൊണ്ട് അടുത്ത് ചെന്നു. അയാൾ അവനെ ഇറുകെ പുണർന്നു. പെട്ടെന്നാണ് അവൻ്റെ ഭാവം മാറിയത്. അവൻ്റെ മുഖം പൈശാചികമായി മാറി. അവൻ ചുണ്ടുകൾ അയാളുടെ കഴുത്തിലമർത്തി. അയാൾക്കൊന്ന് പിടയാൻ പോലും സമയം കിട്ടിയില്ല. അതിനു മുമ്പേ തന്നെ അയാൾ മരിച്ചിരുന്നു. അയാളുടെ ശരീരം പിശാചുകൾ കടിച്ചു കീറുമ്പോഴേക്കും അയാളും ഒരു പിശാചായി മാറുകയായിരുന്നു. തേയിലത്തൊഴിലാളിയായ വേലുവിൻ്റെ സുഹൃത്താണ് ഒടിയൻ പരമൻ. അവൻ വേലുവിനെ കാണാനായി ഇറങ്ങിയതാണ്. സന്ധ്യയ്ക്ക് മുമ്പ് എത്തണമെന്ന് വേലു പറഞ്ഞിരുന്നതാണ്. ഒടിയനോ രാത്രി പേടി, പ്രധാന റോഡിലൂടെ വന്നാൽ അപകടമാണെന്നും പറഞ്ഞിരുന്നു. എന്നാൽ അത് വകവയ്ക്കാതെ അയാൾ ധൈര്യപൂർവ്വം പ്രധാന റോഡിലൂടെ നടന്നു. ഒടിയൻ പരമനെ പിടിക്കാനുള്ള കഴിവ് പ്രേതമുണ്ടെങ്കിൽ ഒന്ന് കാണണമല്ലോ. അവൻ അഹങ്കാരത്തോടെ മുന്നോട്ട് നടന്നു. ദൂരെയായി മിന്നിത്തിളങ്ങുന്ന പ്രകാശഗോളങ്ങൾ തൻ്റെ നേർക്ക് വരുന്നതായി തോന്നി. ഒരു കൂട്ടം കടവാവലുകളായിരുന്നു അത്. അവ അയാൾക്ക് നേരെ വന്നു. അയാളെ ചെവിപ്പുറകിൽ അല്പം മഷി തേച്ച് നിലത്ത് മുട്ടുകുത്തിയിരുന്നു. അയാൾ ഒരു പോത്തായി മാറി. ഭീകരനായൊരു ഒറ്റക്കൊമ്പൻ പോത്ത്. അത് അമറിക്കൊണ്ട് വവ്വാലുകൾക്ക് നേരെ കുതിച്ചു. അവറ്റകളെ പല ഭാഗത്തേക്കായി തെറിപ്പിച്ചു. അവ പലയിടങ്ങളിലായി ചിതറി വീണു. ആ പോത്ത് അടുത്ത് കണ്ട ഒരു തോട്ടിലേക്ക് ഇറങ്ങി മുങ്ങി നിവർന്ന് അത് വീണ്ടും പരമനായി. അയാൾ പുച്ഛത്തോടെ നിലത്തേക്ക് കാറി തുപ്പി. ഈ ഒടിയനോട് അവൻ്റെ കളി. അയാൾ മുന്നോട്ട് നടന്നു. എവിടെ നിന്നോ നായ്ക്കൾ ഊരിയിടുന്ന ശബ്ദം കേട്ടു. ഒപ്പം എന്തൊക്കെയോ മൃഗങ്ങളുടെ ഭയന്ന നിലവിളികളും. അയാൾ മുന്നോട്ട് നടന്നു. കുറച്ചു മുന്നിലായി ഇരുട്ടിൽ കുളിച്ചു നിൽക്കുന്ന ഹാർവിയുടെ കോട്ട. അവിടേക്ക് അടുക്കുന്തോറും ഒരു വല്ലാത്ത നിശബ്ദത. കാറ്റുപോലും വീശുന്നില്ല. ഇലകൾ പോലും ഭയന്ന് അനങ്ങാതെ നിൽക്കുന്നു. ആ കോട്ടയുടെ അടുത്തെത്തിയപ്പോൾ അയാൾക്കൊരാഗ്രഹം. അകത്തേക്കൊന്ന് കയറി നോക്കിയാലോ? അയാൾ ചുറ്റും നോക്കി. കയറാനൊരു വഴിയുമില്ല. അയാൾ തൻ്റെ അരയിലിരുന്ന ഡപ്പി കയ്യിലെടുത്തു. അതിൽ നിന്നും അല്പമെടുത്ത് ചെവിയുടെ പുറകിൽ തേച്ചു. അയാൾ ഒരു മൂങ്ങയായി മാറി. ആ മൂങ്ങ പറന്നു ചെന്ന് കോട്ടമതിലിരുന്നു. കോട്ടയുടെ മുകളിൽ നിൽക്കുമായിരുന്ന ഹാർവി അതിനെ നോക്കി ഉറക്കെ ചിരിച്ചു. പെട്ടെന്നാണ് ഹാർവിയുടെ വലതുകൈ ശരീരത്തിൽ നിന്നും വേർപെട്ട് മുന്നോട്ട് പറന്നത്. അത് മൂങ്ങയുടെ സമീപമെത്തി. എന്നിട്ടത് ആ മൂങ്ങയുടെ കഴുത്തിൽ അമർത്തി പിടിച്ചു. അതിനെയും കൊണ്ട് കോട്ടയ്ക്കുള്ളിലെത്തിയ അത് ആ കയ്യിൽ കിടന്നു പിടഞ്ഞു. ഹാർവി അതിൻ്റെ കഴുത്ത് പിരിച്ചൊടിച്ച് നിലത്തേക്ക് എറിഞ്ഞു. അതൊന്ന് പിടഞ്ഞു. അത് ഒടിയൻ പരമനായി മാറി. അയാൾ കഴുത്തൊടിഞ്ഞ് നിലത്ത് കിടന്നു പിടഞ്ഞു. പിശാചുകൾ കൂട്ടത്തോടെ അലറി വിളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ഹാർവി ഒരു പരിഹാസ ചിരി ചിരിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ഒടിയൻ പരമന്റെ നിലവിളി അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. തനിക്കെതിരെ ആക്രമണങ്ങൾക്ക് ശ്രമമുണ്ടായത് ഹാർവിയുടെ കോപത്തെ വർദ്ധിപ്പിച്ചു. തൻ്റെ കോട്ടയ്ക്ക് നേരെ വരുന്നവരെ മാത്രമല്ല, ലയങ്ങളിൽ ചെന്നും ഹാർവി ആൾക്കാരെ ആക്രമിക്കാൻ തുടങ്ങി. ദിവസവും മരണങ്ങൾ അവിടെ നിത്യസംഭവങ്ങളായി. ആൾക്കാർ അവനെ കൊണ്ട് പൊറുതിമുട്ടി. ആ ഇടയ്ക്കാണ് അവിടുത്തെ പള്ളിയിലേക്ക് പുതിയൊരു അച്ഛൻ വരുന്നത്. എക്സോർസിസം ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ. വിൻസെൻ്റ് എന്നാണ് പേര്. അച്ഛൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് മാധവൻ നമ്പൂതിരി. അവർ കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. അച്ഛൻ കുറച്ചു കാലമായി റോമിലായിരുന്നു. അവിടുന്ന് മടങ്ങിയെത്തിയിട്ട് അപ്പോയിൻമെൻറ്റ് ഇവിടെയായിരുന്നു. അതിനാൽ വന്നപ്പോൾ തന്നെ അദ്ദേഹം മാധവനെ വിളിച്ചു. ഉടനെ തന്നെ അവിടേക്ക് വരാമെന്ന് മാധവൻ സമ്മതിച്ചു. പരിചയമില്ലാത്ത സ്ഥലമാണ്. പോരാത്തതിന് നേരം ഇരുട്ടുകയും ചെയ്തു. വഴിയും നല്ല നിശ്ചയമില്ല. വഴി ചോദിക്കാനാണെങ്കിൽ ആരെയും കാണാനുമില്ല. മാധവൻ നമ്പൂതിരി ആകെ പരിഭ്രാന്തനായി. അയാൾ ഫോണെടുത്ത് അച്ഛനെ വിളിക്കാൻ ശ്രമിച്ചു. ഫോണിന് റേഞ്ചുമില്ല. വീട്ടിൽ നിന്നും ഇറങ്ങാൻ തോന്നിയ നിമിഷത്തെ അയാൾ ശപിച്ചു. കൂരിരുട്ടിൽ ആ വിജന പ്രദേശത്തു കൂടി മൊബൈൽ ടോർച്ചിൻ്റെ വെട്ടത്തിൽ അയാൾ നടന്നു. എത്ര ദൂരം നടന്നുവെന്നറിയില്ല. മൊബൈലിൻ്റെ ചാർജും തീർന്ന് ഓഫായിപ്പോയി. ദൂരെ നിന്നും ഒരു ചിറകടി ശബ്ദം അടുത്ത് വരുന്നതായി തോന്നി. അവ അടുത്തേക്ക് വന്നു. ഒരു കൂട്ടം വവ്വാലുകളായിരുന്നു അത്. അവ അയാളെ ആക്രമിക്കാൻ തുടങ്ങി. അയാൾ അവിടെ കിടന്നൊരു വടിയെടുത്ത് അവയെ ആട്ടിയകറ്റാൻ ശ്രമിച്ചു. അയാളുടെ ശരീരത്തിൽ ഒരുപാട് മുറിവുകളുണ്ടായി. രക്തത്തുള്ളികൾ നിലത്തേക്ക് വീണതും അവിടെ ആ അമാനുഷികനായ മനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. അയാളെ കണ്ടതും ഭയന്ന മട്ടിൽ വവ്വാലുകൾ വെപ്രാളപ്പെട്ട് തിരികെ പറന്നുപോയി. അയാൾ മാധവനെ നോക്കി ചിരിച്ചു. അയാളുടെ ആ കൂർത്ത പല്ലുകൾ തിളങ്ങി. വായുടെ ഇരു സൈഡിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. അയാൾ മാധവൻ നമ്പൂതിരിയെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ട് കോട്ട ലക്ഷ്യമാക്കി നടന്നു. എൻ്റെ ദേവിയെ! അയാൾ ഉറക്കെ അലറി വിളിച്ചു. തൻ്റെ ശരീരമാകെ പൊള്ളുന്ന പോലെ തോന്നിയ ഹാർവി അയാളെ ശക്തിയായി കോട്ടയ്ക്കുള്ളിലേക്ക് വലിച്ചെറിഞ്ഞു. കോട്ടയ്ക്കുള്ളിലേക്ക് വന്നു വീണ അയാൾ അത്ഭുതപ്പെട്ടു. തനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ആരുടെയോ കൈകളിലാണ് താൻ കിടക്കുന്നത്. അയാൾ തന്നെ സുരക്ഷിതമായി പൊതിഞ്ഞു വച്ചിട്ടുണ്ട്. ആ രൂപം അയാളെ നിലത്തേക്ക് വെച്ചു. അതിസുന്ദരിയായ ഒരു സ്ത്രീ. അവൾ അയാളെ നോക്കി പുഞ്ചിരിച്ചു. മറുത! അയാൾ ഉരുവിട്ടു. അമ്മേ, രക്ഷിക്കണേ! വസൂരി പിടിച്ചു മരിച്ച അയാളുടെ മൂത്ത സഹോദരിയുടെ ആത്മാവായിരുന്നു അത്. ദുർമരണം സംഭവിച്ച സ്ത്രീകളാണ് മറുതിയായി മാറുന്നത്. ഉഗ്രരൂപിണിയാണവൾ. അതയാളെ സുരക്ഷിതമായി ഒരു സ്ഥാനത്ത് നിർത്തി. എന്നിട്ട് ഹാർവിയുടെ നേരെ തിരിഞ്ഞു. അതിൻ്റെ രൂപം ഭീകരമാകാൻ തുടങ്ങി. ദേഹമാസകലം വസൂരി കുത്തുകൾ വീണ് ചലമൊലിക്കുന്ന വ്രണങ്ങളായി ഭീകരരൂപം. അത് ഹാർവിക്ക് നേരെ എടുത്തു. തൻ്റെ നേരെ പാഞ്ഞെടുത്ത പിശാച്ചുകളെ അത് ദൂരേക്ക് തെറിപ്പിച്ചു. അതിൻ്റെ അടിയേറ്റ് വവ്വാലുകൾ നിലത്തേക്ക് വീണ് പിടഞ്ഞു. അത് ഹാർവിയുടെ സമീപം എത്തി ഉറക്കെ അലറി. ഹാർവി അതിനെ രൂക്ഷമായി നോക്കി.
അതിനെ കയ്യിലെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം മാധവന്റെ നേർക്ക് തിരിഞ്ഞു. ഈ ട്രാക്കുളക്കോട്ടയിൽ ഹാർവി അല്ലാതെ മറ്റൊരു പിശാചിനും ഇവിടെ ആധിപത്യം ലഭിക്കില്ല. ഇവിടെ ഞാനാണ് രാജാവ്, മറ്റുള്ളവർ വെറും അടിമകൾ മാത്രം. അയാൾ ഹാർവിയെ പേടിയോടെ നോക്കി. ഹാർവി അയാളെ പൊക്കിയെടുത്ത് ചുണ്ടുകൾ അയാളുടെ കഴുത്തിലമർത്തി. ശേഷം നിശ്ചലമായ അയാളുടെ ശരീരം പിശാചുകൾക്ക് എറിഞ്ഞു കൊടുത്തു. വളരെ നേരം കാത്തിരുന്നിട്ടും ചങ്ങാതിയെ കാണാഞ്ഞ് അച്ഛൻ അയാളെ ഫോൺ വിളിച്ചു നോക്കി പലതവണ. ഒടുവിൽ അയാളുടെ ജ്യേഷ്ഠനെ വിളിച്ചു. വിശ്വനാഥൻ നമ്പൂതിരി അപ്പോൾ ഒരു മാന്ത്രിക കർമ്മത്തിലായതിനാൽ അപ്പോൾ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. അറിയപ്പെടുന്ന ഒരു മാന്ത്രികനാണ് തെക്കേപ്പാട്ട് വിശ്വനാഥൻ നമ്പൂതിരി. സ്വാത്വിക കർമ്മങ്ങൾ ചെയ്യുന്ന അദ്ദേഹം ഇതിനകം നാട് വിറപ്പിച്ച പല ആത്മാക്കളെയും ഉച്ചാടനം ചെയ്തിട്ടുണ്ട്. ഇല്ലത്തെ കാവിൽ കാവൽ നിൽക്കുന്നത് തന്നെ യക്ഷിയും മാടനും ഗന്ധർവനും മറുതയും ഒക്കെയാണ്. ദേവിപ്രീതി വേണ്ടുവോളമുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കർമ്മങ്ങളും പരാജയപ്പെട്ടിട്ടില്ല. ഒരു അറുകൊലയുടെ ഉച്ചാടന കർമ്മമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം ആവാഹനക്കളത്തിന് മുന്നിലിരുന്ന് ഹോമകുണ്ടത്തിലേക്ക് നെയ്യ് കോരിയൊഴിച്ചു. ആവാഹന മന്ത്രങ്ങൾ ഉച്ചത്തിൽ ചൊല്ലി. അന്തരീക്ഷമാകെ കറുക്കാൻ തുടങ്ങി. ആ വലിയ തീഗോളം പടിപ്പുരയുടെ മുകളിൽ വന്ന് പതിച്ചു. പടിപ്പുര നിന്ന് കത്താൻ തുടങ്ങി. ഒപ്പം ശക്തിയായി ചങ്ങല വലിക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി. കർണപുടം പൊട്ടുമാർ ഉച്ചത്തിലുള്ള കൂവൽ കേൾക്കാൻ തുടങ്ങി. ചങ്ങലകിലുക്കം അടുത്തേക്ക് വന്നു. അന്തരീക്ഷത്തിലൂടെ ഒരു തീഗോളം പാഞ്ഞു വന്നു. അതിന് പിന്നിലായി കുറെ തലയോടുകളും ഒപ്പം ചങ്ങലയിൽ കുരുത്ത കുറെ ആത്മാക്കളും. അവ ഇല്ലത്തിന് ചുറ്റും വട്ടമിട്ട് പറക്കാൻ തുടങ്ങി. തിരുമേനി തൻ്റെ മാതൃക ദണ്ഡെടുത്ത് വീശി. കൂവൽ വീണ്ടും ശക്തമാകാൻ തുടങ്ങി. ഏറെ നേരത്തെ ശ്രമത്തിന്റെ ഒടുവിൽ അറുകുലയെ ആവാഹന കളത്തിലേക്ക് എത്തിച്ചു. ഉഗ്രരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അത് തിരുമേനിയെ തുറച്ചു നോക്കി. എന്നിട്ട് ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. തിരുമേനി അറുകുലയെ നോക്കി. നാം നിന്നെ ബന്ധിക്കാൻ പോവുകയാണ്. ഇവരെ എനിക്ക് നിന്നിൽ നിന്നും രക്ഷിച്ചേ തീരൂ. ബന്ധിക്കും. അതിന് തക്കവണ്ണം നീ വളർന്നിട്ടില്ല. സ്വന്തം അനുജനെ രക്ഷിക്കാൻ കഴിയാത്തവനാ ഇവരെ രക്ഷിക്കുന്നത്. അറുകുല പുച്ഛിച്ചു. എൻ്റെ അനുജൻ ആപത്തിലല്ല, അവൻ സുഹൃത്തിനെ കാണാൻ പോയിരിക്കുക. നീ വെറുതെ എന്നെ ഭ്രമിപ്പിച്ച് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. എൻ്റെ രക്ഷ നോക്കാൻ എനിക്കറിയാം. അറുകുല മുരണ്ടു. അതിൻ്റെ കൂവൽ ഉച്ചത്തിലായി. ഹോമകുണ്ടം മാളിക്കത്താൻ തുടങ്ങി. ഇല്ലത്തിൻ്റെ മുകളിലായി അനേകം വലിയ തീഗോളങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി. ഇല്ലത്തെ മൊത്തത്തിൽ അഗ്നി വിഴുങ്ങി. അദ്ദേഹം വരുണദേവന്റെ മന്ത്രങ്ങൾ ഉരുവിട്ടു. ഇല്ലത്തിന് മുകളിൽ ശക്തിയായി മഴ പെയ്യാൻ തുടങ്ങി. മഴയിൽ അഗ്നിഗോളങ്ങൾ കെട്ടുപോയി. തിരുമേനി വരുണദേവനെ ആവാഹിക്കാൻ തുടങ്ങി. കയ്യിൽ രക്തം പതിച്ച കുംഭവുമേന്തി വെള്ള വസ്ത്രധാരിയായി വരുൺദേവൻ പ്രത്യക്ഷപ്പെട്ടു. ആ കുംഭത്തിൽ നിറയെ കടൽ ജലമാണ്. അദ്ദേഹം അത് തിരുമേനിക്ക് നൽകി. കൈ ഉയർത്തി അനുഗ്രഹിച്ച ശേഷം അപ്രത്യക്ഷനായി. ആ കടൽ ജലം വരുണമന്ത്രോച്ചാരണത്തോടെ തിരുമേനി അറുകൊലയുടെ ദേഹത്തേക്ക് കമഴ്ത്തി. ശക്തി നശിച്ച് തിളക്കം നഷ്ടപ്പെട്ട് അതിനെ തിരുമേനി ഹോമകുണ്ടത്തിലേക്ക് ആവാഹിച്ചു. ശക്തമായ മന്ത്രങ്ങളുടെ ശക്തിയിൽ ഉച്ചാടന കർമ്മം നിർവഹിച്ച് ദക്ഷിണയും വാങ്ങി അദ്ദേഹം നിലവറയിൽ നിന്നും പൂമുഖത്തേക്ക് വന്നു. അങ്ങയുടെ ഫോൺ കുറേ നേരമായി റിങ് ചെയ്യുന്നു. അന്തർജനം അടുത്തേക്ക് വന്നു. എടുക്കാമായിരുന്നില്ലേ? അത് വല്ല പൂജയോ മറ്റോ സംബന്ധിച്ചുള്ളതാണെന്ന് കരുതി എടുത്തില്ല. പരിചയമില്ലാത്ത നമ്പറായിരുന്നു. തിരുമേനി ഫോൺ എടുത്ത് നോക്കി. സേവ് ചെയ്യാത്ത ഏതോ നമ്പറിൽ നിന്നും കുറേയേറെ മിസ് കോളുകൾ. തിരുമേനി തിരിച്ചു വിളിച്ചു. ഹലോ, ഇതാരാണ്? ഞാൻ ഫാദർ വിൻസെന്റ്, അങ്ങയുടെ അനുജന്റെ ഫ്രണ്ട്. അവൻ ഇന്ന് എന്നെ കാണാൻ വരുമെന്ന് പറഞ്ഞതാ. ഇതുവരെ കണ്ടില്ല. ഫോണിൽ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. മറുതലക്കിൽ നിന്നും മറുപടി വന്നു. ആര്? മാധവനോ? അവൻ രാവിലെ ഇറങ്ങിയല്ലോ. ഞാനൊരു പൂജയുടെ തിരക്കിലായിരുന്നു, അതാ ഫോൺ എടുക്കാഞ്ഞ്. പിന്നെ എവിടെ പോയി? ഫാദർ ചോദിച്ചു. ഞാനൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് തിരിച്ചു വിളിക്കാം. അദ്ദേഹം അനുജനെ വിളിക്കാനായി ഫോണുമായി പൂമുഖത്തേക്ക് നടന്നു. പെട്ടെന്നാണ് വായുവിലൂടെ എന്തോ ഒരു സാധനം പറന്നു വന്ന് കാൽച്ചുവട്ടിൽ വീണത്. കാവിലെ മറുതയല്ലേ ഇത്? അതിനിപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം ആത്മകഥ നടത്തി. തിരുമേനി പൊറുക്കണം, അവിടുത്തെ അനിയൻ. അദ്ദേഹത്തെ രക്ഷിക്കാൻ എനിക്കായില്ല. അവൻ എന്ത് സംഭവിച്ചു? അത് ഒരു ചെകുത്താൻ, ഹാർവി. അദ്ദേഹത്തെ കൊലപ്പെടുത്തി. മറുത നടന്നതെല്ലാം തിരുമേനിയോട് പറഞ്ഞു. തിരുമേനി ഫോണെടുത്ത് വിൻസെന്റ് അച്ഛനെ വിളിച്ചു. ആരാ ഈ ഹാർവി? തിരുമേനി ചോദിച്ചു. ഹാർവി ഈ തേയിലക്കാടിൻ്റെ പേടി സ്വപ്നം. അവൻ മൂലം കൊല്ലപ്പെട്ടവർ അനവധി. അച്ഛൻ ഹാർവിയുടെ കഥ പറഞ്ഞു. തൻ്റെ അനുജൻ്റെ അനുഭവത്തെക്കുറിച്ച് വിശ്വനാഥൻ നമ്പൂതിരിയും പറഞ്ഞു. ഞാൻ അവിടേക്ക് വരുന്നുണ്ട് ആ പിശാചിൻ്റെ അന്ത്യം കുറിക്കാൻ. എൻ്റെ അനുജൻ്റെ മരണാനന്തര ചടങ്ങുകളൊന്ന് കഴിഞ്ഞോട്ടെ. കർമ്മം ചെയ്യാൻ ഒന്നും തന്നെ ബാക്കി വയ്ക്കാതെ ആ പിശാചിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ തിരുമേനി പറഞ്ഞു. അദ്ദേഹം അല്പനേരം ധ്യാനനിരതനായി. അതിനുശേഷം പറഞ്ഞു, അവൻ കൊല്ലുന്നവരൊക്കെ അവനെപ്പോലെ പിശാചുക്കളായി മാറുന്നു. അവരുടെ പാതിശക്തി അവന് ലഭിക്കും. അതിനാൽ ഇനി അവൻ്റെ കൈകൊണ്ട് ആരും മരിക്കാൻ പാടില്ല. അതിനുവേണ്ടി ഇനിയുള്ള ദിവസങ്ങളിൽ അവിടെ ലയങ്ങളിലുള്ള എല്ലാവരും ഇരുട്ടു മുമ്പ് പള്ളിയിലെത്താൻ പറയണം. രാത്രിയുടെ പ്രാർത്ഥനാ സ്ഥലത്ത് ആൾത്താരയ്ക്ക് മുന്നിൽ തന്നെ കഴിയണം. പ്രകാശം പരക്കും വരെ അങ്ങനെ ചെയ്യണം. അതിനുശേഷമേ പുറത്തേക്ക് ഇറങ്ങാവൂ. ജാതി മത ഭേദമില്ലാതെ എല്ലാവരും അത് ചെയ്യണം. അതേയുള്ളൂ ഞാൻ വരും വരെ അവരെ രക്ഷിക്കാൻ ഏക വഴി. അവൻ്റെ ചടങ്ങുകൾ കഴിഞ്ഞ് ഞാൻ എത്തും. അവൻ്റെ അന്ത്യം കുറിക്കാൻ, ആ പിശാചിനെ അവസാനിപ്പിക്കാൻ. അദ്ദേഹത്തിൻ്റെ തൊണ്ടയിടറി. അച്ഛൻ രാവിലെ ലയങ്ങളിലേക്ക് ചെന്നു. തിരുമേനി പറഞ്ഞ കാര്യങ്ങൾ അവരോട് പറഞ്ഞു.
രാത്രി തങ്ങാൻ ജാതിമത ഭേദമില്ലാതെ എല്ലാവരും പള്ളിമേടയിൽ എത്തണമെന്നും ആവശ്യപ്പെട്ടു. അന്നു മുതൽ എല്ലാവരും പള്ളിമേടയിൽ അന്തിയുറങ്ങാൻ തുടങ്ങി. പറഞ്ഞ സമയത്ത് തന്നെ വിശ്വനാഥൻ നമ്പൂതിരി എത്തിച്ചേർന്നു. അച്ഛൻ അദ്ദേഹത്തെ സ്വീകരിച്ചു. അച്ഛനിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമായി അദ്ദേഹം കാര്യങ്ങൾ മനസ്സിലാക്കി. കവടി നിരത്തി സ്ഥിതിഗതികൾ മനസ്സിലാക്കി. അങ്ങേക്ക് ഞാൻ പാർസനേജിൽ താമസ സൗകര്യം ഒരുക്കട്ടെ? അച്ഛൻ ചോദിച്ചു. അത് കുഴപ്പമില്ല, പക്ഷേ പൂജയ്ക്കുള്ള സൗകര്യം കൂടി വേണമായിരുന്നു. അതിനെന്താ, അവിടെ ഒരു മുറി ഉപയോഗിച്ചോളൂ. അദ്ദേഹം തൻ്റെ പൂജാ സാധനങ്ങൾ വെച്ച് ഒരു മുറി റെഡിയാക്കി. അവിടെ താൽക്കാലിക ഹോമകുണ്ഡം ഒരുക്കി പൂജ ആരംഭിച്ചു. രക്തചാമുണ്ഡി ദേവിയെ സങ്കല്പിച്ച് പൂജ തുടങ്ങി. പൂജയുടെ ഒടുവിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു. മകനെ, നമുക്ക് നിന്റെ ഉദ്ദേശം മനസ്സിലായി. അത് അനിവാര്യമാണ്, പക്ഷേ വിചാരിക്കുന്ന അത്ര എളുപ്പമല്ല. നീ ക്ഷമയോടെ മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. നീ വിചാരിക്കുന്നതിനേക്കാൾ കരുത്തനാണ് ഹാർവി. ജീവിച്ചിരുന്നപ്പോൾ തന്നെ പൈശാചിക ശക്തികൾ സ്വന്തമാക്കിയ ആളാണവൻ. മരണശേഷം അത് എത്രയോ തവണ ഇരട്ടിയായി. അവൻ്റെ ഭൗതിക ശരീരം ആ കോട്ടയിൽ തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആദ്യം അത് കണ്ടെത്തി നശിപ്പിക്കണം. ആ കോട്ടയ്ക്ക് കാവലായി ധാരാളം പിശാചുകളുണ്ട്. അവയുടെ കണ്ണ് വെട്ടിച്ച് അവിടെ എത്താൻ പ്രയാസമാണ്. ഹാർവി അറിയാതെ അവിടെ എത്തുക വളരെ ദുഷ്കരമാണ്. പക്ഷേ അവിടെ എത്താൻ നിങ്ങളെ സഹായിക്കാൻ ഇവിടെയുള്ള ഒരു കുട്ടിക്ക് കഴിയും. ഒരിക്കൽ ഹാർവിയുടെ പിതാവിൻ്റെ സഹായത്തോടെ അവനിൽ നിന്നും രക്ഷപ്പെട്ടതാണ് ആ കുട്ടി. ആർക്കെങ്കിലും ഹാർവിയെ നശിപ്പിക്കാൻ ആ കോട്ടയ്ക്ക് പോകേണ്ടി വന്നാൽ ആ കുട്ടിക്ക് അദ്ദേഹം നൽകിയ സമ്മാനം ഉപയോഗപ്പെടും. പിന്നെ ഏറ്റവും പ്രധാന കാര്യം, ഹാർവിയുടെ കോട്ടയിലോ പരിസരത്തോ ആരുടെയും ഒരു തുള്ളി രക്തം പോലും വീഴാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഏറ്റവും വലിയ അപകടമായി മാറും. ഹാർവി മാത്രമല്ല, അവിടെയുള്ള എല്ലാ പിശാചുകളും ഉണരും. അതിനാൽ നാം ഒരു ദിവ്യജലം തരാം. അവിടേക്ക് പോകുന്നവർ അത് സേവിക്കുക. അപ്പോൾ ശരീരത്തിൽ നിന്നും രക്തം വന്നാലും അത് പുറത്തെത്തിയ ഉടൻ പച്ചവെള്ളമായി മാറും. ദേവി അദ്ദേഹത്തിന് ഒരു അടപ്പുള്ള പാത്രം നൽകി. ആവശ്യമുള്ളപ്പോൾ ഈ പാത്രം എടുത്ത് എന്നെ സ്മരിച്ചാൽ അതിൽ വെള്ളം നിറഞ്ഞു വരും. ദേവി അനുഗ്രഹം നൽകി അപ്രത്യക്ഷനായി. വിശ്വനാഥൻ നമ്പൂതിരി ഈ വിവരങ്ങൾ അച്ഛനോട് പറഞ്ഞു. ആ കുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണം, അദ്ദേഹം പറഞ്ഞു. അതിന്ന് വൈകുന്നേരം ഇവിടെ വരുന്നവരോട് അന്വേഷിക്കാം, അച്ഛൻ പറഞ്ഞു. രാത്രി എല്ലാവരും എത്തിച്ചേർന്നു. അച്ഛൻ തിരുമേനിയെ അവർക്ക് പരിചയപ്പെടുത്തി. അവർ അദ്ദേഹത്തെ ബഹുമാനത്തോടെ തൊഴുതു. തിരുമേനി അവരോടായി പറഞ്ഞു, ഹാർവിക്കെതിരെ എന്ത് തീരുമാനമെടുത്താലും അത് ഒരു ദൈവികമായ സ്ഥലത്ത് വെച്ചാകണം. അമ്പലം, പള്ളി, പൂജാമുറി. അങ്ങനെയല്ലെങ്കിൽ അതവൻ അറിയാനിടയാകും. ഈ കൂട്ടത്തിൽ നിന്നും ഹാർവിയിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? തിരുമേനി ചോദിച്ചു. ചെകുത്താന്റെ മുന്നിൽ പെടുന്ന ആരെയും അവൻ ജീവനോടെ വയ്ക്കാറില്ല, അവർ പറഞ്ഞു. പിന്നെ ആ മാരിമുത്തുവിൻ്റെ ഭാര്യ മരതകവും മോനും ഉണ്ട്. ഹാർവിയുടെ കയ്യിൽ നിന്നും വില്യംസ് സാഹിബ് രക്ഷിച്ചു എന്നാണ് മരതകം പറയുന്നത്. ഈ മരതകവും മോനും ഇപ്പോൾ ഇവിടെയുണ്ടോ? ഒരു സ്ത്രീയും കുട്ടിയും മുന്നോട്ട് വന്നു. ആമ സാർ, എങ്ങളാണ് മരതകവും മോനും. എന്നെ പ്രചനം സാർ, എൻ്റെ കെട്ടിയവനെ കൂടി അന്ത പിശാച് മട്ടം കൊണ്ടുപോയാച്ച് സാർ. അവങ്ങളെ പിടിക്കാൻ ഞാൻ എന്ത് സഹായം മട്ടം തരയും, അവൾ പറഞ്ഞു. തിരുമേനി കുട്ടിയെ നോക്കി. 5 വയസ്സുള്ള ഒരു ആൺകുട്ടി. കഴുത്തിൽ വൃത്താകൃതിയിൽ ഒരു വലിയ ലോക്കറ്റുള്ള വെള്ളിയിൽ തീർത്ത മാല. ഇതെവിടുന്നാ? ഇതോ അന്ന് രക്ഷിച്ച് അന്ത സായിപ്പ് കൊടുത്തതാ. ഒരിക്കലും ഊരരുതെന്ന് പറഞ്ഞു. പിന്നീട് ആവശ്യം വരുമെന്നും. ആ മാലയൊന്ന് തരാമോ? തിരുമേനി ചോദിച്ചു. കുട്ടി മാല ഊരി നൽകി. തിരുമേനി അത് വാങ്ങി നോക്കി. 2ആയി തുറക്കാവുന്ന ലോക്കറ്റ്, പുറമെ യേശുക്രിസ്തുവിൻ്റെ ചിത്രം. അദ്ദേഹം അത് തുറന്നു. ഒരു ഭാഗം തുറന്നപ്പോൾ അകത്തൊരു ചെറിയ ഡെപ്പി പോലെ കണ്ടു. അദ്ദേഹം അതിൽ നിന്നും പലതായി മടക്കിയ ഒരു പ്ലാസ്റ്റിക് കടലാസ് പുറത്തെടുത്തു. സൂക്ഷ്മതയോടെ അത് നിവർത്തി. ഒരു കോട്ടയുടെയും പരിസരത്തിൻ്റെയും ബ്ലൂ പ്രിന്റ്. ഹാർവീസ് ഫോർട്ട്. അതിൻ്റെ മുകളിലായി ഇങ്ങനെ എഴുതിയിരുന്നു. തിരുമേനിയുടെ കണ്ണുകൾ തിളങ്ങി. ചെകുത്താനെ നശിപ്പിക്കാൻ വഴി കിട്ടിയിരിക്കുന്നു, അദ്ദേഹം പുഞ്ചിരിച്ചു. രോഹിത്, അല്പം സ്പീഡ് കുറയ്ക്കടാ, ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെ എത്താനാ? രാജേന്ദ്രൻ പറഞ്ഞു. സോറി അങ്കിൾ, ഓരോന്നോർത്ത് വണ്ടി ഓടിച്ചപ്പോൾ അറിയാതെ കൂടിപ്പോയതാ, രോഹിത് പറഞ്ഞു. ഹാർവിയാൽ കൊല്ലപ്പെട്ട രാഹുലിൻ്റെ അനിയനാണ് രോഹിത്. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറാണവൻ. അവരുടെ അമ്മ പത്മാവതിയുടെ അനുജനാണ് രാജേന്ദ്രൻ. അയാളുടെ വീട്ടിലേക്ക് വിരുന്നു പോകുന്ന വഴിക്കാണ് രാഹുലിനെയും രേഷ്മയെയും കാണാതാകുന്നത്. ഫോറസ്റ്റിലേക്ക് തിരിയുന്നിടത്ത് CCTV ക്യാമറയിലാണ് അവരുടെ കാർ അവസാനമായി പതിഞ്ഞത്. പിന്നീട് ആരും അവരെ കണ്ടിട്ടില്ല. അവരെ അന്വേഷിച്ചിറങ്ങിയതാണ് രോഹിത്തും രാജേന്ദ്രനും. ഇതിലെയാണ് അങ്കിളിൻ്റെ വീട്ടിലേക്കുള്ള വഴിയല്ലേ? അതെ, നേരെ പോകണം. അവർ കുറച്ചു ദൂരം പോയി. അവിടെ ഒരു വഴി 2ആയി പിരിയുന്നു. ഇനി എങ്ങോട്ടാ? രോഹിത്ത് ചോദിച്ചു. നേരെ പോകണം. അവർ പക്ഷെ അതിലേ പോയിട്ടില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ ആരും അവരുടെ കാർ കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ വച്ചാണ് അവർക്ക് വഴി തെറ്റിയത്, രോഹിത്ത് പറഞ്ഞു. അപ്പോൾ അങ്കിളേ, ഇത് ഏത് വഴിയാണ്? അതോ, അത് ഗവൺമെൻറ് വക ടീ എസ്റ്റേറ്റിലേക്കുള്ള വഴിയാണ്. എന്നാൽ നമുക്ക് അങ്ങോട്ട് പോകാം. രോഹിത്ത് കാർ അങ്ങോട്ട് ഓടിച്ചു. മുന്നോട്ട് ചെല്ലുന്തോറും കാടിൻ്റെ ഭീകരത കൂടിക്കൂടി വന്നു. വഴി വിജനമാകാനും തുടങ്ങി. കാർ എസ്റ്റേറ്റ് റോഡിൽ നിന്നും ഒരു വിശാലമായ റോഡിലേക്ക് പ്രവേശിച്ചു. കുറച്ചു ദൂരം ചെന്നപ്പോൾ മുന്നിൽ അകലെയായി ഒരു കാർ കിടക്കുന്നത് കണ്ടു. ആരാണ് ഈ കാട്ടിൽ കാർ കൊണ്ടിട്ടത്? അവൻ അങ്ങോട്ട് കാർ ഓടിച്ചു ചെന്നു. അയ്യോ, ഇത് രാഹുലിൻ്റെ കാറല്ലേ? രാജേന്ദ്രൻ നിലവിളിച്ചു. അവർ അടുത്തേക്ക് ചെന്നു. അവിടെയും ആരുമില്ല. രോഹിത്ത് കാറ് കിടക്കുന്ന ഇടവും സമീപ സ്ഥലങ്ങളും പരിശോധിച്ചു. അവിടെയെങ്ങും അപകടം നടന്നതിൻ്റെ തെളിവൊന്നും കിട്ടിയില്ല. അവർ മുന്നോട്ട് നടന്നു. അന്തരീക്ഷം ഇരുട്ടി വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. വനത്തിൽ അവിടെ ഇവിടെയായി ചെന്നായ്ക്കളുടെ ഊരിയിടൽ കേട്ടു തുടങ്ങി. കുറേ വവ്വാലുകളുടെ ചിറകടി കേട്ടു. ആ ചിറകടി അടുത്തടുത്ത് വന്നു.
ഒന്നും അറിയാതെ അവർ അവിടെ തന്നെ നിന്നു. മരണത്തിൻ്റെ മണമുള്ള കാറ്റവിടെ വീശാൻ തുടങ്ങി. മരണമറിയിച്ചുകൊണ്ട് കാലംകോഴി കൂവി. ഹാർവിയുടെ കോട്ടവാതിൽ തുറക്കപ്പെട്ടു. രാജേന്ദ്രൻ കാറിൻ്റെ ഡോർ തുറന്ന് ഉള്ളിൽ പരിശോധിച്ചു. രക്തക്കറയോ അങ്ങനെ ഒന്നും കണ്ടില്ല. അയാൾ പുറത്തിറങ്ങി. പെട്ടെന്നാണ് ഒരു കൂട്ടം കടവാവലുകൾ അയാളെ ആക്രമിച്ചത്. അയാൾ തടയാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. അയാൾ ഉറക്കെ നിലവിളിച്ചു. നിലവിളി കേട്ട് രോഹിത്ത് ഓടിയെത്തി. എന്തു പറ്റി അങ്കിൾ? ഈ വവ്വാലുകൾ അതെന്നെ ശല്യം ചെയ്യുന്നു. രോഹിത്ത് ഒരു കമ്പെടുത്ത് അവയെ ഓടിക്കാൻ ശ്രമിച്ചു. പക്ഷേ ശ്രമം വിഫലമായി. അകലെ നിന്നും ചെന്നായ്ക്കളുടെ ഊരിയിടൽ അടുത്തെത്തി. അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു പറ്റം ചെന്നായ്ക്കളെ നിയന്ത്രിച്ചുകൊണ്ട് ഒരു ഭീമാകാരനായ മനുഷ്യൻ തങ്ങൾക്ക് നേരെ വരുന്നു. അയാൾ അവർക്ക് അടുത്ത് ചെന്ന് കയ്യിലെ ചാട്ട ഉറക്കെ വീശി. ചെന്നായ്ക്കൾ അനുസരണയോടെ അയാൾക്ക് പിന്നിൽ നിന്നു. വല്ല കാട്ടുവാസിയുമായിരിക്കും അവർ വിചാരിച്ചു. നിങ്ങളിവിടെ എന്ത് ചെയ്യുക? അയാൾ ചോദിച്ചു. എൻ്റെ കാണാതായ ഏട്ടനെയും ഭാര്യയെയും തിരയുകയാണ്. ഈ കിടക്കുന്നത് അവരുടെ കാറാണ്. അവരെന്തിനാ ഇവിടേക്ക് വന്നത്? അങ്കിളിൻ്റെ വീട്ടിൽ പോകുന്ന വഴി തെറ്റിയതാ. പിന്നെ നിങ്ങൾ ആ ടീ എസ്റ്റേറ്റിലെ മാനേജറായിരിക്കുമല്ലേ? നിങ്ങളുടേതാണോ ഈ പട്ടികൾ? കണ്ടിട്ട് ചെന്നായ്ക്കളെ പോലെ തന്നെയുണ്ട്, രോഹിത്ത് പറഞ്ഞു. ഏട്ടനെ പോലെ ഇവനും ഒരു മണ്ടനാണെന്ന് തോന്നുന്നു, ഹാർവി ഉള്ളിൽ ചിരിച്ചു. പിന്നെ മാനേജറോ ഞാനോ? ഞാനൊരു കാലത്ത് ഈ എസ്റ്റേറ്റിൻ്റെ ഉടമയായിരുന്നു. അവ പട്ടികളൊന്നുമല്ല, ഒറിജിനൽ ചെന്നായ്ക്കളാ, ഹാർവി ചിരിച്ചു. ഹാർവി സാഹിബ്, രാജേന്ദ്രൻ നിലവിളിച്ചു. അയാൾ രോഹിത്തിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. രോഹിത്ത് ഒന്നും അറിയാതെ എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടേയിരുന്നു. പ്രേതം, ഹാർവി പ്രേതം, സാഹിബിൻ്റെ പ്രേതം, രാജേന്ദ്രൻ അലറി. ഹാർവിയുടെ ഒരു കൈ നീണ്ടുവന്ന് രാജേന്ദ്രനെ തൂക്കിയെടുത്തു. രോഹിത്ത് തൻ്റെ സർവീസ് റിവോൾവർ എടുത്ത് ഹാർവിക്ക് നേരെ വെടിയുതിർത്തു. ഹാർവി പൊട്ടിച്ചിരിച്ചു. ഒരിക്കൽ ഇതുപോലെ ഒരു സാധനം കൊണ്ടാണ് എൻ്റെ പപ്പ എന്നെ കൊന്നത്. ഇനി ഈ സാധനം എനിക്കെതിരെ ആർക്കും ഉപകാരപ്പെടില്ല. അയാൾ രാജേന്ദ്രനെ തോളിലേക്കിട്ടു. എന്നിട്ട് രോഹിത്തിൻ്റെ നേരെ തിരിഞ്ഞു. നിന്റെ ഏട്ടനെയും ഏട്ടത്തെയും കൊന്നത് ഞാനാണ്. ഇനി നിന്നെയും അമ്മാവനെയും കൊല്ലാൻ പോകുന്നു. ഹാർവി അവന് നേരെ കൈ നീട്ടി. പെട്ടെന്ന് പൊള്ളിയ പോലെ അലറിക്കൊണ്ട് ദൂരേക്ക് തെറിച്ചുപോയി. നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല. എൻ്റെ മുന്നിൽ എത്തിയവരാരും ജീവനോട് തിരിച്ചു പോയിട്ടില്ല. അയാൾ ദേഷ്യത്തോടെ അവിടെ നിന്നിരുന്ന് ഒരു മരത്തിൻ്റെ വലിയൊരു ചില്ല, ഒരു വലിയ കൊമ്പ് പറിച്ചെടുത്ത് രോഹിത്തിന് നേരെ എറിഞ്ഞു. എന്നിട്ട് രാജേന്ദ്രനെയും കൊണ്ട് ഇരുളിൽ മറഞ്ഞു. ആ വലിയ ശിഖരത്തിൻ്റെ ആ ഒരു ഭാഗം രോഹിത്തിൻ്റെ തലയിൽ കൊണ്ട് അവൻ ബോധരഹിതനായി നിലം പതിച്ചു. പിറ്റേന്ന് രാവിലെ തോട്ടം തൊഴിലാളികളാണത് കണ്ടത്. ഹാർവിയുടെ കോട്ടയിലേക്ക് പോകുന്ന റോഡിൽ ഒരാൾ ബോധമറ്റ് കിടക്കുന്നു. കുറച്ചു മുന്നിലായി ഒരു കാറുമുണ്ട്. അവർ അയാളെ എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുപോയി. വിശ്വനാഥൻ നമ്പൂതിരി തൻ്റെ ബാഗിൽ നിന്നും എന്തോ ഒരു സാധനം എടുത്ത് അയാളെ മണപ്പിച്ചു. അയാൾ കണ്ണു തുറന്നു. അയാൾ ചുറ്റും നോക്കി. അങ്കിളെവിടെ? എൻ്റെ അങ്കിളെവിടെ? അവൻ ചോദിച്ചു. അങ്കിളോ? കാട്ടിൽ നിന്നും കൊണ്ടുവരുമ്പോൾ താങ്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ആരാ? എങ്ങനെ ഈ കാട്ടിൽ വന്നത്? വിൻസെൻ്റ് അച്ഛൻ ചോദിച്ചു. ഞാൻ രോഹിത്ത്, അസിസ്റ്റൻ്റ് പോലീസ് കമ്മീഷണറാ. കാണാതായ എൻ്റെ ഏട്ടനെ കുറിച്ച് അന്വേഷിക്കാനാണ് ഞാൻ വന്നത്. രോഹിത്ത് തൻ്റെ കഥ പറഞ്ഞു. എൻ്റെ അങ്കിളിനെ അയാൾ കൊന്നു. പിന്നെ എന്നെ കൊല്ലാത്തതെന്താ? എനിക്ക് ദൈവിക ശക്തിയൊന്നും ഇല്ലല്ലോ, രോഹിത്ത് പറഞ്ഞു. ഇല്ലെന്ന് ആരാ പറഞ്ഞത്? കുട്ടി ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടിരിക്കുമല്ലേ. സാക്ഷാൽ സ്വാമി അയ്യപ്പനാ കുട്ടിയെ രക്ഷിച്ചത്, തിരുമേനി പറഞ്ഞു. രോഹിത്ത് തൻ്റെ കഴുത്തിലേക്ക് നോക്കി. വൃശ്ചികത്തിൽ മല ചവിട്ടാൻ മാല ഇട്ടതാ. പക്ഷെ ഇപ്പോൾ മരണങ്ങൾ നടന്നുകൊണ്ട് പറ്റില്ലല്ലോ. അമ്പലത്തിൽ പോയിട്ട് ഈ അയ്യപ്പൻ്റെ ലോക്കറ്റുള്ള ഈ രുദ്രാക്ഷമാല അതിൻ്റെ ദൈവിക ശക്തി അങ്ങനെയൊന്നും പോകില്ല, തിരുമേനി പറഞ്ഞു. രാഹുലിൻ്റെയും രേഷ്മയുടെയും കഥ കേട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വിഷമമായി. അച്ഛനും തിരുമേനിയും രോഹിത്തിനെ സമാധാനിപ്പിച്ച് തിരിച്ചയക്കാൻ ശ്രമിച്ചു. എൻ്റെ ഏട്ടനെ കൊന്നവൻ്റെ അവസാനം കാണാതെ ഞാനിവിടുന്ന് പോകില്ല, രോഹിത്ത് പറഞ്ഞു. അവനിപ്പോൾ ഒരു ആത്മാവാണ്. അവനെ ഇല്ലാതാക്കാൻ സാധാരണക്കാർക്ക് കഴിയില്ല, തിരുമേനി പറഞ്ഞു. മോനിപ്പോൾ പോകുന്നതാ നല്ലത്. നിനക്കവനെ ഒന്നും ചെയ്യാനാകില്ല, അച്ഛൻ പറഞ്ഞു. ഞങ്ങളവനെ അവസാനിപ്പിക്കാൻ വഴിയുണ്ടാക്കാൻ ശ്രമിക്കുക. അധികം വൈകാതെ അവനെ നശിപ്പിക്കാൻ സാധിക്കും. മോൻ ധൈര്യമായി പോയിക്കോളൂ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനും പങ്കാളിയാകാം, രോഹിത്ത് പറഞ്ഞു. അത് അപകടം പിടിച്ച പണിയാ കുട്ടി, പോയിക്കോളൂ, തിരുമേനി പറഞ്ഞു. ഇല്ല, ഞാൻ പോകില്ല. നിങ്ങൾ കൂട്ടിയില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോകും, രോഹിത്ത് പറഞ്ഞു. ഗത്യന്തരമില്ലാതെ അവർ രോഹിത്തിനെ കൂട്ടാൻ സമ്മതിച്ചു. ഒരു പോലീസുകാരൻ കൂടെയുള്ളത് നല്ലതാ, അച്ഛൻ പറഞ്ഞു. ആരൊക്കെയാ പോണേ? രോഹിത്ത് ചോദിച്ചു. ഞാനും വിൻസെൻ്റ് അച്ഛനും, ഇപ്പോൾ താങ്കളും, തിരുമേനി പറഞ്ഞു. തിരുമേനി ആ കോട്ടയുടെ ബ്ലൂ പ്രിൻ്റ് എടുത്ത് മുന്നിൽ വെച്ചു. നമുക്ക് ഹാർവി അറിയാതെ ആ കോട്ട എങ്ങനെയെങ്കിലും കയറാനുള്ള വഴിയാണ് കണ്ടെത്തേണ്ടത്, തിരുമേനി പറഞ്ഞു. അവിടെ അവൻ മാത്രമല്ല, ധാരാളം പിശാചുകൾ കാവലുണ്ട്. തിരുമേനി അവരോട് രക്തചാമുണ്ഡി ദേവിയുടെ അനുഗ്രഹത്താൽ താൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു. അവിടുത്തെ പ്രത്യേകതകൾ ആ ബ്ലൂ പ്രിന്റിന്റെ സഹായത്തോടെ കാര്യങ്ങൾ വിശദീകരിച്ചു. അവിടെ എത്തി ഹാർവിയുടെ ശരീരം കണ്ടെത്തി. അത് നശിപ്പിക്കണം. പിന്നെ അവിടുത്തെ പിശാചുകളെയും. ഏറ്റവും അവസാനം ആ കോട്ട ചുമക്കുന്ന പിശാചുകളെയും നശിപ്പിക്കണം. അതോടെ എല്ലാം അവസാനിക്കും. കോട്ട ചുമക്കുന്ന പിശാചുകളെ ആദ്യം വകവരുത്തിയാൽ നമുക്ക് ആ കോട്ടയിൽ കയറാൻ എളുപ്പമാകില്ലേ, രോഹിത്ത് ചോദിച്ചു. പാടില്ല. അവരെ ഏറ്റവും അവസാനമേ കൈവയ്ക്കാൻ കഴിയൂ. കാരണം അവർ നശിച്ചാൽ ആ കോട്ട മണ്ണിൻ്റെ അടിയിൽ താഴ്ന്നു പോകും. പിന്നെ ഹാർവിയുടെ ശരീരം ഒരിക്കലും കിട്ടില്ല. കുറച്ചു നാൾ കഴിഞ്ഞാൽ ഹാർവി തിരിച്ചു വരും.
അവനെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, തിരുമേനി പറഞ്ഞു. അപ്പോൾ ആരും അറിയാതെ കോട്ടയിലേക്ക് കയറാനുള്ള രഹസ്യവാതിൽ കണ്ടെത്തണം അല്ലേ, രോഹിത് പറഞ്ഞു. ഏതിലേ കയറിയാലും ഹാർവി അറിയും. അത് ഒഴിവാക്കാൻ ചില മാന്ത്രിക കർമ്മങ്ങൾക്ക് കഴിയും. പക്ഷെ നേരായ വഴിയിലൂടെ കയറാൻ ഹാർവിയുടെ സഹായം വേണ്ടിവരും. അങ്ങനെയാണ് ആ കോട്ട പണിതിരിക്കുന്നത്. ഈ അവസ്ഥയിൽ അവനെ കൊല്ലാൻ അവൻ സഹായിച്ചില്ലെങ്കിലോ? അതാ രഹസ്യ വഴി അന്വേഷിച്ചത്, തിരുമേനി ചിരിച്ചു. അവർ ആ ബ്ലൂ പ്രിന്റ് പരിശോധിക്കാൻ തുടങ്ങി. അവർ ഒടുവിൽ അത് കണ്ടെത്തുക തന്നെ ചെയ്തു. അങ്ങനെ അവർ 3 പേരും ഹാർവിയുടെ ട്രാക്കുള കോട്ടയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അടുത്ത ദിവസങ്ങളിൽ അവർ തിരക്കിലായിരുന്നു. അച്ഛനും തിരുമേനിയും പ്രത്യേക പ്രാർത്ഥനയും പൂജയും ഒക്കെ നടത്തി. രോഹിത് അവർക്ക് കൊണ്ടുപോകേണ്ട ചില സാധനങ്ങൾ ശേഖരിച്ചു. തിരുമേനി രോഹിത്തിന് ദേഹരക്ഷയ്ക്കായി സുദർശന യന്ത്രം പൂജിച്ചു നൽകി. അങ്ങനെ പോകേണ്ട ദിവസം വന്നു. തേയിലക്കാടിൻ്റെ അപ്പുറത്ത് ചന്ദനവും തേക്കും വീട്ടിയും ഒക്കെ നിറഞ്ഞ് ഒരു നിബിഡമായ വനമുണ്ട്. തിരുമേനി നൽകിയ മാന്ത്രിക ജലം പാനം ചെയ്ത ശേഷം അവർ ആ വനത്തിലേക്ക് തിരിച്ചു. അവിടെ ഒരു വിശാലമായ അരുവി ഒഴുകുന്നുണ്ട്. അവർ അതിൻ്റെ കരയിൽ പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു വീട്ടിമരത്തിൻ്റെ ചുവട്ടിലേക്ക് വന്നു. ഇത് തന്നെ സ്ഥലം. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം അവിടെ അരുവിയുടെ ഒരറ്റത്ത് മണ്ണ് മാറ്റി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പാറ കൊണ്ട് അടച്ചൊരു തുരങ്കം ദൃശ്യമായി. ചുറ്റുമൊന്ന് പരിശോധിച്ച ശേഷം അവർ അതിനകത്ത് കയറി. അതിനകം ഇരുട്ടായിരുന്നു. ശക്തിയേറിയ ടോർച്ചിൻ്റെ സഹായത്തോടെ അവർ മുന്നോട്ട് നടന്നു. തുരങ്കത്തിൻ്റെ അവിടെ ഇവിടെയായി ഇരുന്ന് പല്ലിടിച്ച വവ്വാലുകളെ ഇലക്ട്രിസിറ്റി പുറപ്പെടുവിക്കുന്ന ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് രോഹിത് ഓടിച്ചു. കുറേ നടന്നപ്പോൾ വീണ്ടും പാറ കൊണ്ടടിച്ചൊരു വാതിൽ കണ്ടു. അത് തുറന്നപ്പോൾ ബോക്സ് പോലെയുള്ളൊരു മുറിയിൽ എത്തിച്ചേർന്നു. അതിന് പുറത്തേക്കൊരു വാതിലുണ്ടായിരുന്നു. അതിലൂടെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അതൊരു കല്ലറയായിരുന്നു. ഹാർവിയുടെ തന്ത്രം കൊള്ളാം. ഒറ്റ നോട്ടത്തിൽ ഇതൊരു കല്ലറയാണെന്ന് എല്ലാവരും പറയും. അതിനാൽ ആരും ഇതിലെ രക്ഷപ്പെടാൻ ശ്രമിക്കില്ല, അച്ഛൻ പറഞ്ഞു. അങ്ങനെ വിചാരിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇത് ശരിക്കും ഒരു ശ്മശാനമാണ്. പിന്നെ ഇത്രയും കല്ലറകൾ നിറഞ്ഞു കിടക്കുമ്പോൾ അതിലൊരെണ്ണം പുറത്തേക്കുള്ള വഴിയാണെന്ന് ആരറിയാൻ, അച്ഛൻ പറഞ്ഞു. അവർ ആ കല്ലറകൾ പരിശോധിച്ചു. അതിലെ മണ്ണ് പരിശോധിച്ച തിരുമേനി പറഞ്ഞു, ഈ മണ്ണിന് പോലും പൈശാചിക ശക്തിയുണ്ട്. ഈ കാണുന്ന ശാന്തത പകൽ മാത്രമേ ഉള്ളൂ. ഈ മണ്ണ് പോലും രക്തം കുടിക്കും. മണ്ണ് രക്തം കുടിക്കേ? അതെങ്ങനെ? രോഹിത് ചോദിച്ചു. അത് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല. നേരിട്ട് കാണാൻ ഒരു അവസരം വരും, അപ്പോൾ മനസ്സിലാക്കാം, തിരുമേനി പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് തൻ്റെ കൈ മുറിച്ച് അതിൽ ചോര വീഴ്ത്താൻ ശ്രമിച്ചു. ശരിക്കും രോഹിത് അത്ഭുതപ്പെട്ടു. വിരൽ വഴി വന്ന രക്തം താഴെ വീഴും മുമ്പേ അത് പച്ചവെള്ളമായി മാറി. അത് കണ്ട തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നൽകിയ രക്തചാമുണ്ഡി ദേവി നൽകിയ പ്രസാദജലത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത് സംഭവിച്ചത്. അദ്ദേഹം തൻ്റെ ബാഗിൽ നിന്നും ഒരു കുപ്പിയെടുത്തു. അതെന്താ, അച്ഛൻ ചോദിച്ചു. അത് ഞാൻ ബ്ലഡ് ബാങ്കിൽ നിന്ന് സംഘടിപ്പിച്ച രക്തമാണ്. തിരുമേനി അതിൽ നിന്നും അല്പം ആ കല്ലറയിലെ മണ്ണിലൊഴിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ മണ്ണിൽ നിന്നും ഒരു നാവ് പൊന്തി വന്ന ആ രക്തം നക്കിയെടുത്തു. പെട്ടെന്ന് അന്തരീക്ഷം കറുക്കാൻ തുടങ്ങി. സന്ധ്യയാകാൻ തുടങ്ങിയിരിക്കുന്നു, തിരുമേനി പറഞ്ഞു. എല്ലാവരും പേടിയോടെ അന്തരീക്ഷത്തിലേക്ക് നോക്കി. വിശ്വനാഥൻ തിരുമേനി നിലത്തിരുന്ന് പൂജയ്ക്കുള്ള കോപ്പ് കൂട്ടാൻ തുടങ്ങി. ഈ ശ്മശാനത്തിലേക്ക് ചുടല ഭദ്രകാളിയെ ആവാഹിക്കുന്നതായിരിക്കും നല്ലത്. അദ്ദേഹം മന്ത്രം ചൊല്ലി തുടങ്ങി. അവിടെയാകെ കറുത്ത പുക പ്രത്യക്ഷപ്പെട്ടു. അതിൻ്റെ ഉള്ളിൽ ചുടല ഭദ്രകാളിയുടെ ഭീകര രൂപം ദൃശ്യമായി. വാളും ചിലമ്പുമണിഞ്ഞ് രക്തമൊലിക്കുന്ന നാവ് നീട്ടി, കഴുത്തിൽ തലയോട്ടിമാലയും മനുഷ്യഭുജങ്ങൾ തൂക്കിയിട്ട വസ്ത്രവും പാറിപ്പറന്ന മുടിയും, ആകെ ഒരു ഭീകര രൂപം. അവർ ദേവിയെ തൊഴുതു നിന്നു. ദേവി അവർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. അപ്പോഴേക്കും ആ കല്ലറകളിൽ നിന്നും ഓരോ പിശാചുക്കളായി എഴുന്നേറ്റ് തുടങ്ങിയിരുന്നു. അവ അവർക്ക് നേരെ അലറിക്കൊണ്ട് പാഞ്ഞെടുത്തു. ഞങ്ങൾക്ക് രക്തം തരൂ, ഞങ്ങൾക്ക് രക്തം വേണം. അവ അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു. തിരുമേനി പറഞ്ഞു, ഈ പിശാചുകൾക്കൊരു അന്ത്യം വരുത്തണേ ദേവി. ദേവി തൻ്റെ തൃക്കരത്തിലെ വാളുയർത്തി ആത്മാക്കൾക്ക് നേരെ വീശി. അവ ദൂരേക്ക് തെറിച്ചുപോയി. പെട്ടെന്ന് അവിടെയാകെ ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. ആ കാറ്റിൽ മണ്ണും പൊടിപടലങ്ങളും ഉയർന്നു പൊങ്ങി. അവ ആ ശ്മശാനത്തെ വലം വെച്ച് കറങ്ങാൻ തുടങ്ങി. ആ കാറ്റിൽപ്പെട്ട ആത്മാക്കൾ അലറി വിളിച്ചു. ദേവി അവരെയെല്ലാം തന്നിലേക്ക് ആവാഹിച്ചു. അവിടം ശാന്തമായി. ദേവി അപ്രത്യക്ഷയായി. അവർ മുന്നോട്ട് നടന്നു. മുന്നിൽ ഭിത്തിയിലായി ഒരു തുരങ്കം കണ്ടു. രാഹുലും രേഷ്മയും സെമിത്തേരിയിലെത്തിയ വഴിയായിരുന്നു അത്. അവർ മുന്നോട്ട് നടന്നു. അപ്പോൾ ആ വഴിയുടെ സൈഡിലൂടെ ഒരു അരുവി ഒഴുകുന്നത് കണ്ടു. അകത്തേക്ക് പോകുന്തോറും വെളിച്ചം കുറഞ്ഞു വന്നു. അവർ ടോർച്ച് പ്രകാശിച്ചു. ദൂരെയായി എന്തോ തിളങ്ങുന്നതായി അവർക്ക് തോന്നി. അവർ മുന്നോട്ട് വീണ്ടും നടന്നു. അവിടെ ഗുഹയുടെ മുകളിലായി തൂങ്ങിക്കിടക്കുന്ന ഒരു പറ്റം കടവാവലുകൾ, തീക്കട്ട പോലുള്ള കണ്ണുകൾ, രക്തമൊലിക്കുന്ന പല്ലുകൾ. രോഹിത് ഭയന്ന് ഒരടി പിറകോട്ട് വെച്ചു. പെട്ടെന്നാണ് ഒരു കൂട്ടം കടവാവലുകൾ അവർക്ക് നേരെ വന്നത്. അവ അവരെ ആക്രമിക്കാൻ തുടങ്ങി. തിരുമേനി വേഗം മുന്നിൽ കയറി. ഓ അഗ്നിദേവ സ്വാഹ! അദ്ദേഹം അഗ്നിദേവനെ ആവാഹിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെ ഒരു അഗ്നിഗോളം പ്രത്യക്ഷപ്പെട്ടു. അത് ആ വവ്വാലുകളെ കരിച്ചു കളഞ്ഞു. അവർ വീണ്ടും മുന്നോട്ട് നടന്നു. ഒടുവിൽ ഒരു ഭിത്തിയോട് ചേർന്ന് മരവാതലിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നു. രോഹിത് ബലം പ്രയോഗിച്ച് അത് തുറന്നു. അവർക്ക് സന്തോഷമായി. തങ്ങൾ കോട്ടയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. രോഹിത് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. തിരുമേനി അവനെ തടഞ്ഞു. ഇപ്പോൾ കെട്ടിടത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നത് അപകടമാണ്. നമുക്ക് നേരം പുലരും വരെ കാത്തിരിക്കാം. അച്ഛനും അത് അംഗീകരിച്ചു. എവിടെ? രോഹിത് ചോദിച്ചു. ഇവിടെ തന്നെ ഇരിക്കാം. ഇപ്പോൾ തന്നെ 12 മണി കഴിഞ്ഞില്ലേ? കുറച്ച് കഴിയുമ്പോൾ നേരം വെളുക്കും, അച്ഛൻ പറഞ്ഞു.
നമ്മളിവിടെ ഇരുന്നാലും ഹാർവി അറിയില്ലേ? ഇല്ല, അവൻ നമ്മെ കണ്ടുപിടിക്കാതിരിക്കാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, തിരുമേനി പറഞ്ഞു. അവർ അവിടെ കാത്തിരുന്നു. രാവിലെ നന്നായി വെളിച്ചം വീണ ശേഷം അവർ ആ വാതിൽ തുറന്ന് കോട്ടയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ ഹാർവി അവൻ്റെ കല്ലറയിൽ വിശ്രമിക്കുകയായിരിക്കും, അച്ഛൻ പറഞ്ഞു. ധാരാളം ഇടനാഴികളും ഹാളുകളും മുറികളും എല്ലാമുള്ള ആ കോട്ടയുടെ ഉള്ളിൽ പലയിടത്തും അവർ കറങ്ങി നടന്നു. ശവപ്പെട്ടികൾ സൂക്ഷിച്ച നിലവറ കണ്ടെത്തുകയായിരുന്നു ലക്ഷ്യം. അവർ വിശാലമായ ഒരു ഹാളിൻ്റെ ഇരുവശത്തുമുള്ള മുറികൾ പരിശോധിക്കാൻ തുടങ്ങി. ഓരോരുത്തരും ഓരോ മുറികളിൽ കയറി. രോഹിത് ഒരു മുറിയിൽ കയറി പരിശോധന നടത്തി. അവിടെ ആരൊക്കെയോ താമസിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു. കിടക്കയും മറ്റും വൃത്തിയാക്കി സൂക്ഷിച്ചിരിക്കുന്നു. ക്യാൻഡിൽ സ്റ്റാൻഡിൽ പകുതി കത്തിയും കത്തിത്തീർന്നതുമായ മെഴുകുതിരികൾ, ടേബിളിൽ ഒരുങ്ങാനുള്ള വസ്തുക്കൾ, വെള്ളം നിറച്ച പിച്ചള, പാത്രം, ഗ്ലാസ്. കട്ടിലിൽ ഒരു ബാഗ് കിടക്കുന്നു. അവനത് പരിശോധിച്ചു. രാഹുലിൻ്റെയും രേഷ്മയുടെയും വസ്ത്രങ്ങൾ. ഷെൽഫിലും അവരുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ അവർ ഇവിടെ വന്നിട്ടുണ്ട്, രോഹിത് ഞെട്ടലോടെ ഓർത്തു. അപ്പോൾ ആ പിശാചവരെ കൊലപ്പെടുത്തിയിരിക്കും. രോഹിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എടാ രോഹു, നീ എങ്ങനെ ഇവിടെ എത്തി? ഞങ്ങളെ കാണാത്തോണ്ട് അമ്മ അന്വേഷിക്കാൻ വിട്ടതാണോ നിന്നെ? രോഹിത് ഞെട്ടലോട് തിരിഞ്ഞു നോക്കി. രാഹുലുണ്ട്, ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. ഇപ്പോൾ കുളി കഴിഞ്ഞ പോലെ രോഹിത് അവനെ മിഴിച്ചു നോക്കി. നീ എങ്ങനെയാ ഞങ്ങളിവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയത്? ഇവിടെ എൻ്റെ ഫോണിന് റേഞ്ചില്ല, അതാ വിളിക്കാഞ്ഞ്. നീ എങ്ങനെ ഇവിടെ എത്തിയേ? അതൊക്കെ പോട്ടെ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? അങ്കിളിൻ്റെ വീട്ടിൽ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? രോഹിത് ചോദിച്ചു. അതിന് തന്നെയാണ് വന്നത്, പക്ഷെ ഇടയ്ക്ക് വഴിതെറ്റി. ചോദിക്കാനും ആരുമില്ലായിരുന്നു. ആകെ വിഷമിച്ചു. ഞങ്ങളാകെ ടയേർഡുമായിരുന്നു. അതാ ഇതിലേ വന്നപ്പോൾ റെസ്റ്റോറൻ്റാണെന്ന് കരുതി കയറിയതാണ്. അതുപോട്ടെ, നീ എങ്ങനെ ഇവിടെ എത്തി? അതെ, ഞാൻ ചേട്ടനെ അന്വേഷിച്ച് വന്നതാ. നിങ്ങൾക്ക് എന്താ പറ്റിയത്, അത് പറയൂ, രോഹിത് ചോദിച്ചു. രാഹുൽ തങ്ങളുടെ മരണത്തിന് തൊട്ടു മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അവനോട് പറഞ്ഞു. തങ്ങൾ മരിച്ച കാരണം മാത്രം മറച്ചു വെച്ചു. ചേച്ചി എവിടെ പോയി? അടുത്ത റൂമിൽ. അവളുടെ ഒരു ഫ്രണ്ടുണ്ട്, അവളുടെ അടുത്തേക്ക് പോയതാ. രാഹുൽ രോഹിത്തിനെ കെട്ടിപ്പിടിക്കാൻ കൈകൾ വിടർത്തി. തിരുമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ഏട്ടനെ കണ്ടപ്പോൾ രോഹിത് ഒക്കെ മറന്നു. അവൻ രാഹുലിൻ്റെ അടുത്തേക്ക് ചെന്നു. അവനെ സ്പർശിച്ച ഉടനെ രാഹുൽ ദൂരേക്ക് തെറിച്ചു വീണു. അവിടെ നിന്നും എഴുന്നേറ്റ് അവൻ ദേഷ്യത്തോടെ രോഹിത്തിനെ നോക്കി. ചേട്ടൻ്റെ ഇപ്പോഴത്തെ രൂപം കണ്ട് രോഹിത് ഞെട്ടിപ്പോയി. ചുവന്ന ചോരക്കണ്ണുകൾ, പിശാചിൻ്റെ പോലെ വളർന്ന ചെവികൾ, കൂർത്ത മൂക്ക്, രക്തമൊലിക്കുന്ന പല്ലുകൾ, ശരിക്കും പറഞ്ഞാൽ അറപ്പുളവാക്കുന്ന രൂപം. സുന്ദരനായ തൻ്റെ ചേട്ടനാണോ ഇത്? അവൻ ഞെട്ടി പിന്നോട്ട് മാറി. പെട്ടെന്നാണ് അവൻ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടത്. രാഹുൽ നിലത്ത് കിടന്ന് പിടയ്ക്കുന്നു. അവൻ്റെ നെഞ്ചിൽ ഒരു മരക്കുരിശ് തറച്ചിരിക്കുന്നു. വിൻസെൻ്റ് അച്ഛനാണ്. തന്നെ രക്ഷിക്കാൻ ചെയ്തതാണ്. എന്നാലും അവന് വിഷമം തോന്നി. രാഹുലിൻ്റെ രൂപം മാറാൻ തുടങ്ങി. അവൻ പഴയ പോലെയായി. അഴുകിത്തുടങ്ങിയ ആ ശരീരത്തിൽ നോക്കി രോഹിത് പൊട്ടിക്കരഞ്ഞു. ഇത്രയധികം അനുജനെ സ്നേഹിച്ച വേറൊരു ചേട്ടനുണ്ടാകില്ല. അപ്പോഴേക്കും തിരുമേനി അവിടെ എത്തി. അദ്ദേഹം രോഹിത്തിനെ ആശ്വസിപ്പിച്ചു. അദ്ദേഹം അഗ്നിദേവനെ സ്തുതിച്ചു. രാഹുലിൻ്റെ ശരീരത്തെ അഗ്നി വിഴുങ്ങി. അവൻ ഒരു പിടി ചാരമായി മാറി. തിരുമേനി കൈ നീട്ടിയപ്പോൾ അന്തരീക്ഷത്തിൽ നിന്നും ഒരു ചെറിയ മൺകുടം അദ്ദേഹത്തിൻ്റെ കയ്യിൽ വന്നു. നിലത്ത് കിടന്ന ചാരൻ തനിയെ ഉയർന്ന് കുടത്തിൽ വന്നു വീണു. ഒരു ചുവന്ന പട്ട് പറന്നു വന്നു. കുടം മൂടി. അത് മുറുക്കിയെ കെട്ടി അദ്ദേഹം രോഹിത്തിന് നൽകി. അവൻ കണ്ണീരോടെ അത് വാങ്ങി ബാഗിൽ വെച്ചു. ഇത് ഗംഗയിൽ നിമഞ്ജനം ചെയ്ത് ചേട്ടന് മോക്ഷം നേടിക്കൊടുത്തോളൂ, തിരുമേനി പറഞ്ഞു. അപ്പോൾ ഇനിയും ഇത്തരം ആത്മാക്കൾ ഇവിടെ ഉണ്ടാകില്ലേ? രോഹിത് ചോദിച്ചു. അവരുടെ എല്ലാം ശരീരങ്ങൾ ആ നിലവറയിലെ ശവപ്പെട്ടിയിൽ കാണും. അത് നശിപ്പിച്ചാൽ എല്ലാം ശരിയാകും, തിരുമേനി പറഞ്ഞു. അവർ മുന്നോട്ട് നടന്നു. ആ നിലവറ തേടി, അവിടുത്തെ ആത്മാക്കളെ തേടി. ഒരുപാട് അലഞ്ഞെങ്കിലും ഒടുവിൽ അവർ അത് കണ്ടുപിടിച്ചു. ഒരു വിശാലമായ ഇടനാഴിയുടെ അറ്റത്തായി താഴേക്കുള്ള പടവുകൾ. അവർ അതിലൂടെ താഴേക്കിറങ്ങി. അവിടെ വിശാലമായൊരു ഹാള്. അതിൻ്റെ നിലത്ത് ഒരു വശം മുതൽ നിരനിരയായി അടുക്കി വെച്ച ശവപ്പെട്ടികൾ. അവർ അവിടേക്ക് ചെന്നു. അതും പുറത്തു നേരം ഇരുട്ടി തുടങ്ങിയതറിയാതെ. ഇരുട്ട് വ്യാപിച്ചപ്പോൾ ആ ശവപ്പെട്ടികൾ തനിയെ ചലിക്കാൻ തുടങ്ങി. അവയുടെ ഓരോന്നിൻ്റെയും അടപ്പുകൾ ദൂരേക്ക് തെറിച്ചു വീണു. ഓരോ പെട്ടിയിൽ നിന്നും ഓരോ വിചിത്ര രൂപങ്ങൾ ഉയർന്നു വന്നു. മറ്റുള്ളവർ തിരുമേനിയെ നോക്കി. ഇപ്പോൾ നേരത്തേതുപോലുള്ള സാഹചര്യമല്ല. ഹാർവിയുടെ കൺമുന്നിലാണ് നമ്മൾ. അവനറിയാതെ ഈ കോട്ടയ്ക്കുള്ളിൽ ഇനി ഒന്നും നടക്കില്ല. പോരെങ്കിൽ രാത്രിയുമായി. ഇനി വരുന്നിടത്ത് വെച്ച് കാണാം, തിരുമേനി പറഞ്ഞു. ആ പിശാചുക്കൾ ശവപ്പെട്ടിയിൽ കൈകുത്തി സാവധാനം എഴുന്നേറ്റു. അവ എല്ലാവരും ഒരുമിച്ചൊരു സൈന്യത്തെ പോലെ അവർക്ക് നേരെ കുതിച്ചു. തിരുമേനി സ്തംഭനമന്ത്രം ചൊല്ലി അവയെ സ്തംഭിപ്പിച്ചു. ബാഗിൽ നിന്നും മഞ്ഞപ്പട്ടെടുത്ത് ധരിച്ച്, മരമഞ്ഞൾ മാല കഴുത്തിലണിഞ്ഞ്, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല ധരിച്ച്, മരമഞ്ഞൾ മാല കഴുത്തിലണിഞ്ഞ്, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല ധരിച്ച്, ബഹളാമുഖി യന്ത്രം വരച്ച പലക നിലത്ത് വെച്ചു. അതിൽ ബഹളാമുഖി ദേവിയുടെ പ്രതിമയും വെച്ചു. മഞ്ഞപ്പൂക്കൾ അർപ്പിച്ച് മന്ത്രം ഉരുവിട്ടു. മറ്റു രണ്ടുപേരും തൊഴുകയുമായി ഭക്തിയോടെ ഇരുന്നു. അവിടമാകെ ഒരു ദിവ്യപ്രകാശം പരക്കാൻ തുടങ്ങി. ദിവ്യ തേജസ്സോടെ മഞ്ഞവസ്ത്രം ധരിച്ചൊരു സ്ത്രീ പുഞ്ചിരിയോടെ നിൽക്കുന്നു. മഹാവിദ്യ സ്വരൂപത്തിലെ 8ാമത്തെ സ്വരൂപം ശ്രീ ബഹളാമുഖി ദേവി. തിരുമേനി ദേവിയെ വണങ്ങി നിന്നു. ദേവി അടിയങ്ങളുടെ ശത്രുക്കൾക്ക് സർവനാശം വരുത്തി അടിയങ്ങളെ സംരക്ഷിക്കണമേ. അതിലൊരു പിശാചിനെ കണ്ടപ്പോൾ അറിയാതെ രോഹിത്തിൻ്റെ കണ്ണു നിറഞ്ഞുപോയി. അതവൻ്റെ ചേട്ടത്തി രേഷ്മയായിരുന്നു.
അവളുടെ ഈ വികൃതമായ രൂപം അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ബഹളാമുഖി ദേവി ആ പിശാചുക്കൾക്ക് നേരെ തിരിഞ്ഞു. ഹാർവിയുടെ കൈകൊണ്ട് മരണപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ മാത്രം ദുരാത്മാക്കളാകപ്പെട്ടവർ, ജീവിച്ചിരുന്നപ്പോൾ അധികം ദുഷ്പ്രവൃത്തികൾ ചെയ്യാത്തവർ, ഇവർക്ക് നാം മോക്ഷം പ്രദാനം ചെയ്യും. ദേവി കൈ ഉയർത്തി. അവിടമാകെ ഒരു ദിവ്യ പ്രകാശം നിറഞ്ഞു. ആ രൂപങ്ങളൊക്കെയും സാധാരണ മനുഷ്യരൂപങ്ങളായി മാറി. അധികവും തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾ, പിന്നെ കുറിച്ച് മറ്റിടങ്ങളിൽ നിന്നും വഴിതെറ്റി വന്നവരും. ദേവി വായ തുറന്നു. അതിൽ നിന്നും വന്ന അഗ്നി അവരെ ചാമ്പലാക്കി. ദേവി ഉച്ചത്തിൽ എന്തോ പറഞ്ഞു. വെള്ളവസ്ത്രധാരിയായ ഒരു സുന്ദരിയായ യുവതി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗംഗേ, ഇവർക്ക് മോക്ഷം നൽകിയാലും ദേവി ആവശ്യപ്പെട്ടു. ഗംഗാദേവി തൻ്റെ വായ തുറന്നു. ദേവിയുടെ വായിൽ നിന്നും അവിടേക്കൊരു നദി ഒഴുകാൻ തുടങ്ങി. അതിലവിടെ ഉണ്ടായിരുന്ന ചാരം മുഴുവനും അലിഞ്ഞു ചേർന്നു. അവിടെ നിന്ന് 3 പേരും ഗംഗാജലത്തിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. നദി തിരികെ ഗംഗാദേവിയുടെ വായിലേക്ക് മടങ്ങി. തിരുമേനി ഗംഗാദേവിയെ തൊഴുതു. അമ്മേ ദേവി, അടിയനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ സഹായം ഇനിയും അടിയന് വേണ്ടിവരും. അപ്പോൾ ആഗതയാകാൻ തിരുവുള്ളം തോന്നണമേ ദേവി. തഥാസ്തു. ഗംഗാദേവി അപ്രത്യക്ഷയായി. പീതാംബരി ദേവിയായ ബഹളാമുഖി ദേവി അവരെ അനുഗ്രഹിച്ചു. നിങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഒരിക്കലും നിങ്ങൾക്ക് ജീവനാംശം സംഭവിക്കില്ല. ഇനി ഇവിടെ നിങ്ങൾക്ക് ശത്രു ഹാർവി മാത്രമല്ല, അവൻ ബന്ധിച്ചിരിക്കുന്ന 2 ദുരാത്മാക്കൾ കൂടിയാണ്. ദുർമന്ത്രവാദിയായിരുന്ന രുദ്രസിംഹനും കുടിയൻ പരമനും. അവരും ഹാർവിയിൽ കൊല്ലപ്പെട്ട ദുരാത്മാക്കളാണ്, അപകടകാരികളുമാണ്. ഹാർവിയുടെ അത്രയും വരില്ലെങ്കിലും ജീവിച്ചിരുന്നപ്പോഴേ ദുഷ്ടന്മാരായിരുന്നു അവർ. സൂക്ഷിക്കുക. ദേവി അപ്രത്യക്ഷയായി. ഇനി ഒരിക്കലും നാം മരിക്കില്ല എന്നാണോ ദേവി പറഞ്ഞത്? രോഹിത് ചോദിച്ചു. അല്ല, ശത്രുക്കളാൽ മരിക്കില്ല, പക്ഷേ സ്വാഭാവിക മരണം സംഭവിക്കാം. ആരും മരണത്തിന് അതീതരല്ല, തിരുമേനി പറഞ്ഞു. അപ്പോൾ ഈ 2 സാധനങ്ങൾ എവിടെ ചെന്ന് കണ്ടുപിടിക്കാനാ? എവിടെയാണാവോ ഇവറ്റകൾ ഒളിപ്പിച്ചിരിക്കുന്നത്? ഇത്രയും വലിയ ഈ കോട്ടയിൽ എന്ന് നോക്കി തീരാനാ? രോഹിത് സംശയിച്ചു. തിരുമേനി അവിടെ ഇരുന്ന് ശവപ്പെട്ടി മുകളിലേക്ക് നോക്കി. ഇതെല്ലാം എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, തിരുമേനി പറഞ്ഞു. എന്തിനാ നശിപ്പിക്കുന്നത്? ഇത് വെറും മണ്ണല്ലേ? വിൻസെൻ്റ് അച്ഛൻ ചോദിച്ചു. ഇത് വെറും മണ്ണല്ല, പൈശാചിക ശക്തിയുള്ള ഒരിനം മണ്ണാണത്, തിരുമേനി പറഞ്ഞു. ആദ്യം നമ്മൾ വന്നപ്പോൾ കണ്ട സെമിത്തേരി ഇല്ലേ, അവിടുത്തെ മണ്ണാണ് ഈ പെട്ടികളിൽ നിറച്ചിരിക്കുന്നത്. ആ ശ്മശാനം വർഷങ്ങൾക്ക് മുമ്പ് അവിടെ താമസിച്ചിരുന്ന പ്രത്യേക കഴിവുകളുണ്ടായിരുന്ന ആദിവാസികൾ ശ്മശാനമായി ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ അനേകം മൃതദേഹങ്ങൾ അടക്കിയിട്ടുണ്ട്. ഒരുപാട് പൂജകളും ആവാഹനങ്ങളും നരബലി ഉൾപ്പെടെ പല കർമ്മങ്ങളും അവിടെ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ഈ മണ്ണിൽ ഒരുപാട് പേരുടെ രക്തം വീണിട്ടുണ്ട്. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞാണ് ഓഗസ്റ്റ് വെയ്സ്മാൻ സാഹിബ് ഇത് സ്വന്തമാക്കുന്നത്. അദ്ദേഹവും ഈ സ്ഥലം അദ്ദേഹത്തിൻ്റെ തോട്ടം തൊഴിലാളികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെ ഇത് വീണ്ടും ശ്മശാനമായി. ഇവിടുത്തെ പള്ളിയുടെ സെമിത്തേരിയായി ആദ്യം ഉപയോഗിച്ചതും ഈ സ്ഥലമായിരുന്നു. ഈ മണ്ണിന് അങ്ങനെയാണ് പൈശാചിക ശക്തി കൈവന്നത്. ഇത് നശിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യം ആ ശ്മശാനത്തിലെത്തിയപ്പോൾ അത് നശിപ്പിക്കാത്തതെന്താ? രോഹിത് ചോദിച്ചു. അതപ്പോൾ അതിനെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ കോട്ട ചുമക്കുന്ന പിശാചുകൾ അറിയും. അങ്ങനെ വന്നാൽ ഈ പിശാചുകൾ പുറത്തു വരും. അപ്പോൾ അവയെയും ഇല്ലാതാക്കേണ്ടി വരും. അത് സംഭവിച്ചാൽ ഈ കോട്ട മണ്ണിനടിയിലേക്ക് താണുപോകും. നമ്മുടെ ശ്രമം വിഫലമാകും. അതാ ഞാൻ ആദ്യം ചെയ്യാഞ്ഞേ, തിരുമേനി പറഞ്ഞു. അദ്ദേഹം ബാഗിൽ കരുതിയിരുന്ന ഒരു എല്ലെടുത്തു. അതൊരു കോഴിയുടെ അസ്ഥിയാണ്. ഞാനിത് ഈ ശവപ്പെട്ടിയിൽ വയ്ക്കുക. അദ്ദേഹം അതൊരു പെട്ടിയിൽ വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ അതൊരു കോഴിയുടെ ശരീരമായി മാറി. അത് എഴുന്നേറ്റ് അവരെ ആക്രമിക്കാൻ വന്നു. തിരുമേനി മന്ത്രം ചൊല്ലി അതിനെ ഭസ്മമാക്കി. അത് തന്നെ ഇവിടെയും സംഭവിച്ചത്. ഹാർവി കൊല്ലുന്ന എല്ലാവരുടെയും ശരീരം ആ പിശാചുകൾ ഭക്ഷണമാക്കി ശേഷം അവരുടെ എല്ലുകൾ മാത്രമാണ് ആ ശവപ്പെട്ടിക്കുള്ളിലേക്ക് നിക്ഷേപിക്കുന്നത്. അതാണ് ശരീരമായി മാറുന്നത്, തിരുമേനി പറഞ്ഞു നിർത്തി. അദ്ദേഹം മന്ത്രജപത്തോടെ ആ ശവപ്പെട്ടികളിലേക്ക് ദിവ്യജലം തെളിയിച്ചു. അച്ഛൻ അതിലേക്ക് ഓരോ കുരിശും വെച്ച് പ്രാർത്ഥിച്ചു. ആ മണ്ണിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. ആ ശവപ്പെട്ടികൾ രക്തം കൊണ്ട് നിറയാൻ തുടങ്ങി. ഈ രക്തം പുറത്തേക്കൊഴുകി തറയിൽ വീണാൽ അപകടമാകും, തിരുമേനി പറഞ്ഞു. തിരുമേനി രക്തചാമുണ്ഡി ദേവി ആവാഹിക്കാൻ തുടങ്ങി. ദേവി അവർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. രക്തബീജ സൂര്യനിഗ്രഹം നടത്തിയ ദേവിയാണ് രക്തചാമുണ്ഡി. അമ്മേ, ഈ സമസ്യയ്ക്ക് ഒരു ഉത്തരം തരണേ. ദേവി തൻ്റെ വായ തുറന്നു. രക്തം മുഴുവനും ദേവിയുടെ വായിലേക്ക് ഒഴുകാൻ തുടങ്ങി. ഒരു തുള്ളി പോലും തറയിൽ വീഴാതെ എല്ലാം ദേവിയിൽ എത്തിച്ചേർന്നു. ദേവി കൈനീട്ടി ശവപ്പെട്ടികളിൽ സ്പർശിച്ചു. അവ വായുവിൽ അലിഞ്ഞ് അപ്രത്യക്ഷമായി. അതിനുശേഷം ദേവി അവരെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് അപ്രത്യക്ഷമായി പോയി. അവർ മുന്നോട്ട് നടന്നു. കുറച്ച് നടന്നപ്പോൾ ഒരു വിശാലമായ ഹാള് കണ്ടു. അവർ അവിടേക്ക് പ്രവേശിച്ചു. വിവിധ മൃഗങ്ങളുടെ തല അവിടെ സ്റ്റെപ്പ് ചെയ്തു വെച്ചിരിക്കുന്നു. അവിടെ ഒരു തുറന്ന ഷെൽഫിൽ വെച്ചിരുന്ന ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ചിരുന്ന വെള്ളിമൂങ്ങയുടെ ശരീരം രോഹിത്തിനെ വല്ലാതെ ആകർഷിച്ചു. അവനത് കയ്യിലെടുത്തതും കയ്യിൽ നിന്ന് നിലത്ത് വീണ് പൊട്ടി. തറയിൽ വീണ ആ മൂങ്ങ ചെറുതായി ഒന്ന് പിടഞ്ഞു. അത് കണ്ണു തുറന്നു അവരെ ഒന്ന് നോക്കി. അത് പെട്ടെന്നൊരു മനുഷ്യരൂപം പ്രാപിച്ചു. കറുത്ത നിറത്തിൽ 6 അടി പൊക്കമുള്ള ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനായി മാറി. ഞാൻ ഒടിയൻ പരമൻ. അയാൾ അവരെ നോക്കി ചിരിച്ചു. ഹാർവിയുടെ ശത്രു ആയതിനാൽ അവൻ എന്നെ ഈ കൂട്ടിൽ അടച്ചിട്ടിരിക്കുമായിരുന്നു. എന്തായാലും ഇപ്പോൾ സ്വതന്ത്രനായ സ്ഥിതിക്ക് എനിക്ക് നന്നായി വിശക്കുന്നു.
ആ പിശാച് എനിക്ക് മാത്രം ഒരു തുള്ളി ചോര പോലും തന്നിട്ടില്ല. അയാൾ നാവ് ഞൊട്ടി നുണഞ്ഞു. അയാൾ അവർക്ക് നേരെ അടുത്തു. ആദ്യം ഈ ബ്രാഹ്മണനെ തന്നെ അകത്താക്കാം. പരമൻ വിശ്വനാഥൻ നമ്പൂതിരിയുടെ നേരെ അടുത്തു. തിരുമേനി പുഞ്ചിരിയോടെ കൈകെട്ടി അയാളെ തന്നെ നോക്കി നിന്നു. ഒടിയനാണേലും എനിക്കിപ്പോൾ രൂപം മാറാൻ ഒടിമരുന്നിൻ്റെ ആവശ്യമില്ല. പരമൻ ഒരു കാളക്കൂറ്റനായി മാറി. ഒറ്റക്കൊമ്പുള്ള നല്ല ഉശിരുള്ള ഒരു കാള. ആ കാളക്കൂറ്റൻ തിരുമേനിയുടെ നേരെ കുതിച്ചു. എനിക്ക് രൂപം മാറാൻ ഒടിമരുന്നിൻ്റെ ആവശ്യമില്ല. തിരുമേനി തൻ്റെ വലത് കൈ നെഞ്ചിന് നേരെ പിടിച്ച് ഒരു മന്ത്രം ചൊല്ലി മുട്ടുമടക്കി നിലത്തേക്കിരുന്നു. അദ്ദേഹം ഒരു സിംഹമായി മാറി. ആ സിംഹം കാളക്കൂറ്റിൻ്റെ നേർക്ക് കുതിച്ചു. അതിശക്തമായ ആക്രമണങ്ങൾക്ക് ശേഷം സിംഹം കാളക്കൂറ്റിനെ ദൂരേക്ക് തെറിപ്പിച്ചു. കാളക്കൂറ്റൻ വീണ്ടും മുടിയൻ പരമനായി. പരമന്റെ കയ്യിൽ നഖങ്ങൾ വളർന്നിറങ്ങാൻ തുടങ്ങി. അതുപയോഗിച്ച് തിരുമേനിയുടെ ശരീരം വലിച്ചു കയറാൻ അവനൊരു ശ്രമം നടത്തി. അവന്റെ വിരലുകൾ തിരുമേനിയുടെ ശരീരത്തിൽ തുളച്ചു കയറി. പെട്ടെന്നുണ്ടായ വൈദ്യുത ഷോക്കിൽ പരമൻ ഞെട്ടിവിറച്ചു. അവൻ കൈകൾ വലിച്ചൂരിയെടുത്തു. അത്രയും ഭാഗം ദ്രവിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. തിരുമേനിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൻ ഉച്ചത്തിൽ അലറിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞെടുത്തു. തിരുമേനി മന്ത്രം ജപിച്ച് കൈ ഉയർത്തിയതും ഒരു അഗ്നിഗോളം വന്ന് പരമൂനെ മൂടി. അവൻ അതിൽ അലിഞ്ഞു ചേർന്ന് ഒരു പിടി ചാരമായി മാറി. അപ്പോൾ വീശിയ ശക്തമായ കാറ്റ് ചാരത്തെ അവിടെ നിന്ന് പറത്തിക്കൊണ്ടുപോയി. അവർ വീണ്ടും മുന്നോട്ട് നടന്നു, അടുത്ത പ്രതിബന്ധവും കാത്ത്. രുദ്രസിംഹൻ വളരെ ക്രൂരനായ ഒരുവനാണ്. പണത്തിനു വേണ്ടി എന്ത് ദുഷ്ടതയും കാണിക്കാൻ മടിക്കാത്തവൻ. പലതവണ അവൻ കയറ്റിവിട്ട ദുർശക്തികളെ എനിക്ക് പലരിൽ നിന്നും ഒഴിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. തിരുമേനി പറഞ്ഞു, ഈ വിശാലമായ കോട്ടയിൽ രുദ്രസിംഹനെ തേടി അലയുന്നത് അത്ര എളുപ്പമല്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. തിരുമേനി ബാഗിൽ നിന്നും വെറ്റിലയും മഷിയും എടുത്തു. പ്രത്യേക ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ആ മഷി വെറ്റിലയിൽ തേച്ച് പിടിപ്പിച്ചു. അല്പനേരത്തെ ധ്യാനത്തിന് ശേഷം വെറ്റിലയിലേക്ക് നോക്കി. ഇടനാഴിയുടെ അങ്ങേ അറ്റത്തായി താഴേക്ക് പടവുകൾ, അവയ്ക്ക് താഴെ വിശാലമായ ഹാള്. അതിന് താഴെയുള്ള ഒരു നിലവറയിൽ മണ്ണ് നിറച്ച ഒരു ശവപ്പെട്ടിയിൽ ഉറങ്ങുന്ന രുദ്രസിംഹൻ. അവർ അങ്ങോട്ട് ചെന്നു. അവർ നിലവറയുടെ വാതിക്കലെത്തിയതും രുദ്രസിംഹന്റെ ശവപ്പെട്ടിയുടെ മൂടി ആരും എടുത്തെറിഞ്ഞ പോലെ വായുവിലേക്ക് ഉയർന്നു. രുദ്രസിംഹൻ എഴുന്നേറ്റ് വായുവിൽ ഉയർന്നു നിന്നു. വിശ്വനാഥൻ നമ്പൂതിരിക്കും സംഘത്തിനും സ്വാഗതം. ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തിൽ രുദ്രസിംഹൻ അലറി. പലതവണ നമ്മൾ കൊമ്പ് കോർത്തിട്ടുണ്ട്. അപ്പോഴെല്ലാം അന്തിമ വിജയം അങ്ങേക്കായിരുന്നു. ഇപ്പോൾ നമുക്ക് നേരിട്ട് ഒന്നുകൂടി മുട്ടി നോക്കാം. ഇപ്പോൾ എനിക്ക് പ്രേതശക്തി കൂടി കൈവന്നിരിക്കുന്നു. മരണത്തെ വരെ ജയിച്ചിരിക്കുന്നു. തിരുമേനി അയാളെ പുഞ്ചിരിയോടെ നോക്കി നിന്നു. അയാളുടെ രൂപം ഭീകരമായി വളരാൻ തുടങ്ങി. അയാൾ അവിടെ ഉണ്ടായിരുന്ന മരത്തിൽ തീർത്തൊരു വലിയ അലമാര ഉയർത്തി അവരുടെ നേരെ എറിഞ്ഞു. അത് നിലത്ത് വീണ് പല കഷ്ണങ്ങളായി ചിതറി. അതിലൊരു കഷ്ണം രോഹിത്തിന്റെ കഴുത്തിൽ കൊണ്ടു. കഴുത്തിൽ ചരടിൽ കോർത്തിട്ടിരിക്കുന്ന സുദർശന യന്ത്രം പൊട്ടി താഴെ വീണു. തിരുമേനി അല്പം ഭസ്മം ജപിച്ച് രുദ്രസിംഹന്റെ നേരെ എറിഞ്ഞു. പുള്ളിയെ പോലെ അലറിക്കൊണ്ട് അയാൾ പിന്നോട്ട് ചാടി. രുദ്രസിംഹൻ സാധാരണ രൂപത്തിലെത്തി. അയാൾ വായുവിലൂടെ പറന്നു വന്ന് രോഹിത്തിനെയും എടുത്തുകൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു. വായുദേവ മന്ത്രം ജപിച്ചുകൊണ്ട് തിരുമേനിയും കൈയുയർത്തി അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു. വിൻസെന്റ് അച്ഛൻ കൊന്തെടുത്ത് പ്രാർത്ഥിച്ചു. ആകാശത്തേക്ക് ഉയർന്ന രുദ്രസിംഹൻ കോട്ടയുടെ മറ്റൊരു ഭാഗത്താണ് ചെന്ന് നിന്നത്. വിശാലമായൊരു മുറിയിൽ രോഹിത്തിനെ അവിടെ കട്ടിലിലേക്ക് വച്ചു. അവിടെ നിന്നും ഇറങ്ങി ഓടണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവന് പക്ഷെ അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. രുദ്രസിംഹന്റെ ഭാവം മാറാൻ തുടങ്ങി. ചുവന്നു തൊടുത്ത ചോരക്കട്ട പോലെയുള്ള കണ്ണുകൾ, പുറത്തേക്ക് തള്ളിയ നീണ്ട നാവിൽ നിന്നും രക്തമൊലിക്കുന്നു. നാവിൻ്റെ ഇരുവശങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ദ്രംഷ്ടകൾ. അഴുകിയ മാംസത്തിന്റെ ഗന്ധം അവനിൽ മനംപുരട്ടിലുണ്ടാക്കി. അയാൾ തൻ്റെ കൂർത്ത നഖങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ മുഖത്ത് വരഞ്ഞു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. അവൻ്റെ ശരീരമാസകലം മീൻ പൊരിക്കാൻ വരയുന്ന പോലെ നഖം കൊണ്ട് വരഞ്ഞു. അവൻ ഉച്ചത്തിൽ നിലവിളിച്ചു. തൻ്റെ മരണസമയം അടുത്തെന്ന് അവന് തോന്നി. ആകെ തളർന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ രക്തത്തിൽ കുളിച്ചവൻ മരണം കാത്തുകിടന്നു. അത് കണ്ടുകൊണ്ടാണ് തിരുമേനി അങ്ങോട്ട് വന്നത്. അദ്ദേഹം മഹാസുദർശന ചക്രത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വിഷ്ണുസ്തുതികൾ ചൊല്ലാൻ തുടങ്ങി. അവിടമാകെ ഒരു ദിവ്യപ്രകാശം നിറഞ്ഞു. അഭൗമമായ വെളിച്ചത്തിൽ നിന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. കുറച്ചു ദൂരെയായി നിന്ന് അച്ഛനും കണ്ടു ആ അത്ഭുത തേജസ്സിനെ. അച്ഛൻ വേഗം അവിടേക്ക് ഓടി. ആ പ്രകാശത്തിന്റെ നടുവിൽ വൃത്താകൃതിയിൽ ഭ്രമണം ചെയ്തുകൊണ്ട് സുദർശന ചക്രം അത് രുദ്രസിംഹനെ ലക്ഷ്യമാക്കി പാഞ്ഞു. രുദ്രസിംഹന്റെ തലയിലൂടെ കയറി ആ ചക്രം അയാളുടെ ശരീരത്തെ രണ്ടായി കീറിമുറിച്ചുകൊണ്ട് പുറത്തു വന്നു. നിലത്ത് വീണ ശരീരം തനിയെ കത്താൻ തുടങ്ങി. സുദർശന ചക്രം തിരികെ പോയി. അച്ഛൻ അതിവേഗം അവിടേക്ക് ഓടിയെത്തി. അവിടുത്തെ കാഴ്ച കണ്ട അദ്ദേഹം തകർന്നുപോയി. കട്ടിലിൽ രക്തത്തിൽ കുളിച്ച് ബോധരഹിതനായി കിടക്കുന്ന രോഹിത്, നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ധ്യാനിക്കുന്ന തിരുമേനി, കട്ടിലിന്റെ താഴെയായി കത്തിക്കരിഞ്ഞ ഒരു മനുഷ്യ ശരീരം. രോഹിത്, രോഹിത്! അച്ഛൻ അവനെ ഉണർത്താൻ ശ്രമിച്ചു. പക്ഷെ അവൻ ചെറുതായി ഒന്ന് അനങ്ങിയ പോലുമില്ല. മൂക്കിൽ വിരൽ വെച്ച് നോക്കി, ശ്വാസമെടുക്കുന്നില്ല. അദ്ദേഹം തിരുമേനിയെ വിളിച്ചു. അദ്ദേഹവും അനങ്ങുന്നില്ല. കഠിന ധ്യാനത്തിലാണ് അദ്ദേഹം. അച്ഛൻ ഭയത്തോടെ രോഹിത്തിന്റെ നാടിമിടിപ്പ് പരിശോധിച്ചു. പൾസ് കിട്ടുന്നില്ല. അപ്പോൾ അവൻ അച്ഛൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. രോഹിത്, പൊന്നുമോനെ! അദ്ദേഹം ഉച്ചത്തിൽ അലറി.
അച്ഛൻ്റെ അലർച്ച കേട്ടാണ് തിരുമേനി ധ്യാനത്തിൽ നിന്ന് ഉണർന്നത്. എന്ത് പറ്റി? എന്താ അച്ഛനിങ്ങനെ പെരുമാറുന്നേ? തിരുമേനി പുഞ്ചിരിയോട് ചോദിച്ചു. നമ്മുടെ രോഹിത്ത്. അച്ഛൻ വിക്കി. രോഹിത്തിന് എന്ത് സംഭവിച്ചു? തിരുമേനി അവൻ്റെ അടുത്തേക്ക് വന്നു. ആ കിടപ്പ് കണ്ട് അദ്ദേഹം വല്ലാതെയായി. എന്നാലും സംയമനം കൈവിടാതെ അദ്ദേഹം അവൻ്റെ കയ്യിൽ പിടിച്ച് പൾസ് അറിയാൻ ശ്രമിച്ചു. ഒരു നേരിയ അനക്കം മാത്രമേ ഉള്ളൂ. അദ്ദേഹം ആശ്വാസത്തോടെ അച്ഛനെ നോക്കി. പൂർണ്ണമായും ജീവൻ വിട്ടു പോയിട്ടില്ല, ഇനിയും അവസരമുണ്ട്. അദ്ദേഹം ബാഗിൽ നിന്നും ദേവി നൽകിയ ജലം നിറച്ച പാത്രം കയ്യിലെടുത്ത് അതിൽ നിന്നും കുറേശ്ശെയായി എടുത്ത് അവൻ്റെ ശരീരത്തിൽ മുഴുവനും തളിച്ചു. അവൻ്റെ വായ ചെറുതായി തുറന്ന് ആ വെള്ളം കുറേശ്ശെയായി ഒഴിച്ചു കൊടുത്തു. തൊണ്ടയിലൂടെ സാവധാനം വെള്ളം ഇറങ്ങുന്നത് അത്ഭുതത്തോടെ അച്ഛൻ നോക്കി നിന്നു. തിരുമേനി പതിയെ രോഹിത്തിൻ്റെ കവിളിൽ തല്ലി. അവൻ ഇമകൾ ചലിപ്പിച്ചു. സാവധാനം കണ്ണു തുറന്നു. അച്ഛൻ സന്തോഷത്തോടെ അവൻ്റെ കവിളിൽ തലോടി. അത്ഭുതമെന്നല്ലാതെ എന്തു പറയാനാ? രോഹിത്തിൻ്റെ ദേഹത്തെ മുറിവെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. അവൻ വിശ്വാസം വരാതെ തൻ്റെ ദേഹം മുഴുവനും പരിശോധിച്ചു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൻ ചാടി എഴുന്നേറ്റു. അച്ഛനെ എന്നിട്ട് കെട്ടിപ്പിടിച്ചു. തിരുമേനിയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി. അച്ഛൻ സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. സ്നേഹപ്രകടനമൊക്കെ മതി, വേഗം ഇറങ്ങിക്കോ, നമ്മുടെ ജോലി ഇനിയും തീർന്നിട്ടില്ല. തിരുമേനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാരാ? അച്ഛൻ തിരുമേനിയോട് ചോദിച്ചു. രുദ്രസിംഹൻ. തിരുമേനി അല്പം ജലം ആ ശരീരത്തിലേക്ക് തളിച്ചു. ആ ശരീരം വായുവിൽ അലിഞ്ഞില്ലാതെയായി. അവർ ആദ്യം നിന്ന റൂമിലെത്തി. അവിടെ നിലത്ത് കിടന്നിരുന്ന അച്ഛൻ്റെയും രോഹിത്തിൻ്റെയും ബാഗുകൾ കയ്യിലെടുത്തു. ഇനി ഹാർവിയുടെയും മാതാപിതാക്കളുടെയും കല്ലറകൾ കണ്ടെത്തണം. അവൻ്റെ മാതാപിതാക്കൾക്ക് മോക്ഷം നൽകണം. പിന്നെ അവനെയും അടക്കണം, തിരുമേനി പറഞ്ഞു. അത് എളുപ്പമല്ലേ, അങ്ങ് വേഗം മഷിനോട്ടം നടത്തിയാലും. രോഹിത്ത് തിരുമേനിയോടായി പറഞ്ഞു. അതത്ര എളുപ്പമല്ല. അവൻ നമുക്ക് മുന്നിൽ അങ്ങനെയൊന്നും പിടിതരില്ല. അത് ഇവിടെ വെച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മളല്ലാതെ തന്നെ കണ്ടെത്തേണ്ടി വരും. അവർ ചുറ്റും പരിശോധന നടത്തി. കോട്ടയ്ക്കുള്ളിലെ പല സ്ഥലങ്ങളും തിരഞ്ഞു. ഒടുവിൽ അവർ അത് കണ്ടെത്തി. കെട്ടിടത്തിൻ്റെ പിൻമുറ്റത്തായി കാട് പിടിച്ചു കിടക്കുന്ന കുറച്ച് സ്ഥലം. ആ കാടിൻ്റെ ഉള്ളിൽ ആരും ശ്രദ്ധിക്കാത്ത നിലയിൽ അടുത്തടുത്തായി 3 കല്ലറകൾ. കരിയില വീണ് മൂടിക്കിടന്ന ആ കല്ലറയുടെ മുകളിലുള്ള കരിയിലകൾ അവർ തൂത്ത് വൃത്തിയാക്കി. അവർ അതിലെ പേരുകൾ വായിച്ചു. വില്യം വെയ്സ്മാൻ, മേരി അഗസ്റ്റ്, ഹാർവി വില്യം. അവർ സന്തോഷത്തോടെ പരസ്പരം നോക്കി. അച്ഛനൊരു വെഞ്ചരിച്ച കൊന്തെടുത്ത് ഹാർവിയുടെ കല്ലറയുടെ മേൽ വെച്ചു. അവർ മൂവരും ചേർന്ന് മറ്റു 2 പേരുടെയും കല്ലറകളുടെ സ്ലാബുകൾ മാറ്റി. ഹാർവിയുടെ സ്വഭാവം കാരണം ഇവരെ പള്ളിയിൽ അടക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞു. വില്യം സാഹിബിൻ്റെ ശരീരം സാവധാനം കല്ലറയിൽ നിന്ന് എഴുന്നേറ്റ് അച്ഛനെ വണങ്ങി. എന്നോട് ക്ഷമിക്കണം അച്ചോ, ഞാൻ കാരണമല്ലേ ഈ പ്രശ്നങ്ങളുണ്ടായത്. അവൻ്റെ ക്രൂരതയിൽ നിന്ന് നാട്ടുകാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ഏക മകനെ കൊന്നത്. എന്നിട്ടും അവൻ മൂലം ശല്യം കൂടുകയല്ലേ ചെയ്ത്. അച്ഛൻ ഞങ്ങളുടെ ആത്മാവിനെ കർത്താവിലെത്തിക്കണം. ഒപ്പം അവൻ്റെ തേർവാഴ്ച അവസാനിപ്പിക്കുകയും വേണം. അദ്ദേഹം തൻ്റെ കല്ലറയിലേക്ക് തിരിച്ചുപോയി. അച്ഛൻ ആ അഴുകാത്ത ശവശരീരങ്ങളിൽ ഹോളി വാട്ടർ തളിച്ചു. പ്രാർത്ഥനയോടെ അവയുടെ മുകളിൽ ഓരോ വെഞ്ചരിച്ച ജപമാലയും വെച്ചു. അവർക്കായി എന്നിട്ട് പ്രാർത്ഥിച്ചു. ആ ശരീരങ്ങൾ അഴുകാൻ തുടങ്ങി. അവർ കല്ലറകൾ അടച്ചു. ആ ശരീരങ്ങൾ അഴുകി മണ്ണോട് ചേർന്നു. ഇനി ഹാർവി. അച്ഛൻ, ഇനി ആ ജപമാല എടുത്തോളൂ, തിരുമേനി പറഞ്ഞു. അച്ഛൻ കൊന്തെടുത്തതും ആരും എടുത്തെറിഞ്ഞ മാതിരി ഹാർവിയുടെ കല്ലറയുടെ സ്ലാബ് പുറത്തേക്ക് തെറിച്ചുപോയി. കല്ലറയുടെ ഒരു വശത്ത് പിടിച്ചുകൊണ്ട് ഹാർവി മെല്ലെ എഴുന്നേറ്റു. അവരെ നോക്കി ചിരിച്ചു. ഹാർവിയുടെ ട്രാക്ലോക്കോട്ടയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓ, നിങ്ങൾ വന്നിട്ട് 2 ദിവസമായില്ലേ? എല്ലാം ഞാൻ അറിയുന്നുണ്ട്. അറിയാൻ തുടങ്ങിയപ്പോൾ അല്പം വൈകി എന്ന് മാത്രം. എങ്ങനെ, ഇവിടമെല്ലാം ഇഷ്ടമായോ? ഇനി ഞാനും കോട്ട ചുമക്കുന്ന പിശാചുകളും മാത്രമേ അവശേഷിക്കുന്നുള്ളൂ അല്ലേ? ഇത്രയൊക്കെ ആയില്ലേ? ഇനി തിരിച്ചയക്കുന്നത് ശരിയല്ലല്ലോ. അല്ലെങ്കിലും ഇവിടെ വന്നവരാരും ജീവനോടെ പുറത്തു പോയിട്ടില്ല. നിങ്ങൾക്കും ആ വിധി തന്നെ. ഹാർവി ഉച്ചത്തിൽ ചിരിച്ചു. ഒരു കൂട്ടം കടവാവലുകൾ അവർക്ക് നേരെ പറന്നു വന്നു. അവ അവരെ ആക്രമിക്കാൻ തുടങ്ങി. തിരുമേനിയുടെ മന്ത്രജപത്താൽ വരുത്തിയ അഗ്നി അവയെ കരിച്ചു കളഞ്ഞു. ഹാർവി അകലേക്ക് നോക്കി. അവിടെ നിന്നും കുറേ ചുവന്ന പ്രകാശം അടുത്തേക്ക് വന്നു. കുറേ ചെന്നായ്ക്കളായിരുന്നു അവ. ചോരക്കണ്ണുകളും രക്തമൊലിക്കുന്ന പല്ലുകളും അവ അവർക്ക് നേരെ പാഞ്ഞെടുത്തു. കുതിച്ചു ചാടാൻ തുടങ്ങി അവയ്ക്ക് നേരെ തിരുമേനി ഒന്ന് നോക്കി. അവ അനുസരണയുള്ള നായ്ക്കളെപ്പോലെ തല താഴ്ത്തി നിന്നു. ഹാർവി അവരുടെ നേരെ തിരിഞ്ഞു. അയാളുടെ കണ്ണിൽ നിന്നും ഒരു ചുവന്ന പ്രകാശം അവയുടെ നേർക്ക് പതിഞ്ഞു. അവ വീണ്ടും അവരെ ആക്രമിക്കാനായി മുന്നോട്ട് കുതിച്ചു. തിരുമേനി അവയുടെ നേരെ തിരിഞ്ഞ് ചില മന്ത്രങ്ങൾ ഉച്ചരിച്ചു. അവയുടെ ദേഹത്ത് അന്തരീക്ഷത്തിൽ നിന്നും അഗ്നിവർഷമുണ്ടായി. അവ കത്തി ചാമ്പലായി തീർന്നു. ഇത് കണ്ട ഹാർവി അവർക്ക് നേരെ അഗ്നിവർഷം നടത്തി. തിരുമേനി വേഗം ഒരു മഴ പെയ്യിച്ച് അത് അണച്ചു കളഞ്ഞു. ഹാർവി അവർക്ക് നേരെ ഒരു കൊടുങ്കാറ്റിനെ പോലെ കുതിച്ചു. തിരുമേനി നരസിംഹമന്ത്രം ജപിച്ചു. ഉഗ്രരൂപിയായ നരസിംഹമൂർത്തി അവരുടെ മുന്നിൽ പ്രത്യക്ഷനായി. സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ആ ഉഗ്രമൂർത്തി ഉറക്കെ ഗർജിച്ചു. ഹാർവി അലറിക്കൊണ്ട് രോഹിത്തിനെ എടുത്തുയർത്തി അകലേക്ക് വലിച്ചെറിഞ്ഞു. നരസിംഹമൂർത്തി തൻ്റെ കൈ നീട്ടി. രോഹിത്ത് അതിലേക്ക് വീണു. അദ്ദേഹം അവനെ ശ്രദ്ധാപൂർവം താഴേക്ക് നിർത്തി. അവർ 3 പേരും തൊഴുകൈയോടെ നിന്നു. നരസിംഹം ഹാർവിയെ പൊക്കിയെടുത്ത് 2ആയി വലിച്ചു കീറി കല്ലറയിലേക്കിട്ടു. ഇനി ഇവനെ ക്രിസ്തീയ ആചാരപ്രകാരം ഇല്ലാതാക്കിക്കോളൂ. നമ്മുടെ കൈകൊണ്ട് മരണം സംഭവിച്ചാൽ അവന് നാം മോക്ഷം നൽകേണ്ടി വരും. അവനതിന് അർഹനല്ല.
നരസിംഹമൂർത്തി പറഞ്ഞു. അദ്ദേഹം അവരെ അനുഗ്രഹിച്ചു. ഈ കോട്ട നശിപ്പിച്ച ശേഷം സുരക്ഷിതമായി പോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. അദ്ദേഹം അപ്രത്യക്ഷനായി. അച്ഛൻ പുണ്യജലം അവൻ്റെ ദേഹത്തേക്ക് തെളിച്ചു. വെഞ്ചരിച്ച ജപമാലയും കുരിശും നെഞ്ചിൽ വച്ചു. അവൻ്റെ ശരീരം ആ മണ്ണിൽ അലിഞ്ഞില്ലാതെയായി. ഇനി നമുക്ക് ആ ശ്മശാനത്തിലേക്ക് പോകാം. തിരുമേനി അവരെ ക്ഷണിച്ചു. അവർ അങ്ങോട്ട് ചെന്നു. തിരുമേനി ഗംഗാദേവി ആവാഹിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ടു. ദേവി അവിടെ നദിയായി ഒഴുകി വീണ്ടും പഴയ രൂപം പ്രാപിച്ചു. അവരെ അനുഗ്രഹിച്ചു മടങ്ങി. അവർ കോട്ടയുടെ മുന്നിലെത്തി. തിരുമേനി കയ്യിൽ സൂക്ഷിച്ചിരുന്ന രക്തം ഒരു ഉരുളിയിൽ ശേഖരിച്ചു. കോട്ടയുടെ എല്ലാ മൂലയിലും ആ രക്തം വീഴ്ത്തി. ഭൂമിക്കടിയിൽ നിന്നും പിശാചുക്കൾ ഉയർന്നു വരാൻ തുടങ്ങി. ഞങ്ങൾക്ക് രക്തം തരൂ, അവ അലറി വിളിച്ചു. തിരുമേനി അവയ്ക്ക് നേരെ ഉരുളിയിൽ ബാക്കിയുണ്ടായിരുന്ന രക്തം കമഴ്ത്തി. ഒരുമിച്ച് കൂടി അവയ്ക്ക് നേരെ തിരുമേനി ഭുജിച്ച ഭസ്മമെറിഞ്ഞു. അവ പൂർണ്ണമായും പൊടിഞ്ഞു മണ്ണോട് ചേർന്നു. അവർ മൂവരും ചേർന്ന് കോട്ടയുടെ എല്ലാ മൂലകളിലും ദിവ്യജലം തെളിയിച്ചു. തിരുമേനി രണ്ടുപേരുടെയും കയ്യിൽ പിടിച്ച് മുകളിലേക്ക് ഉയർന്നു. അവർ കോട്ടയ്ക്ക് പുറത്തു കടന്ന ഉടൻ തന്നെ കോട്ട ഇടിഞ്ഞ് താഴേക്ക് താഴ്ന്നു പോയി. ശേഷം അവർ മൂവരും പള്ളിയിലേക്ക് പോയി. അവിടെ പ്രാർത്ഥനയോടെ ഇരുന്നവരോട് വിവരം പറഞ്ഞു. ഇനി ആ കോട്ട നിന്ന സ്ഥലത്ത് ആരാധനയ്ക്ക് വേണ്ടി പണി കഴിപ്പിക്കണം. അതുവഴി അവിടുത്തെ നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ കഴിയും, തിരുമേനി പറഞ്ഞു. എന്നാൽ നാം യാത്രയാകട്ടെ. തിരുമേനി യാത്രയ്ക്ക് തയ്യാറായി. അങ്ങേ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, ബാഗുമായി അങ്ങോട്ട് വന്ന രോഹിത് പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവർ കാറിൽ കയറി കാറ് മുന്നോട്ട് നീങ്ങി. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ അത് നോക്കി നിന്നു. അവിടെ തിരുമേനിയുടെ ആഗ്രഹപ്രകാരം ആരാധനാലയങ്ങൾ ഉയർന്നു. ഭീതിയില്ലാത്ത ദിവസങ്ങളും നഷ്ടപ്പെട്ട സന്തോഷവും അവർക്ക് തിരികെ ലഭിച്ചു. കഥ അവസാനിച്ചിരിക്കുന്നത് എങ്ങനെയുണ്ട്? എന്തായാലും പുതിയ കഥയുമായി വീണ്ടും വരുന്നത് വരെ കാത്തിരിക്കുക. ലവ് യു ഓൾ. ബൈ.